Respected Principal, Dr. Ajitha V, today's resource person, Sri Vijay Kumar V, teachers, and my dear students. ഇന്നത്തെ പ്രോഗ്രാം സത്യത്തിൽ എനിക്കൊരു ഡ്രീം കം ട്രൂ ആയിട്ടാണ് തോന്നുന്നത്. കാരണം കുറെ നാളായി ഞങ്ങളുടെ എംകോം സ്റ്റുഡൻസ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത്. അത് ഇന്നാണ് ഞങ്ങൾക്ക് സത്യത്തിൽ സാധിച്ചു കൊടുക്കാൻ സാധിച്ചിരിക്കുന്നത്. ലാസ്റ്റ് ഇയർ ആക്ച്വലി ഇങ്ങനൊരു പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ പല കാര്യങ്ങൾ കൊണ്ട് അത് നടന്നില്ല. എന്തായാലും ഇന്നത് ഒരു യാഥാർത്ഥ്യമായതിൽ ഒരുപാട് സന്തോഷം. അതിലേറെ സന്തോഷമുണ്ട് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന ഒരു റിസോഴ്സ് പേഴ്സന്റെ കാര്യത്തില്. നമുക്കറിയാം മെജോറിറ്റി എംകോം സ്റ്റുഡൻസിന്റെയും അല്ലെ PG ചെയ്യുന്ന സ്റ്റുഡൻസിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു കോളേജ് ലെക്ചർ അല്ലെങ്കിൽ ഒരു ഹയർ സെക്കൻഡറി ടീച്ചർ എന്നൊക്കെയാണ്. എന്തായാലും ഇതിനൊക്കെയുള്ളൊരു എലിജിബിലിറ്റി ടെസ്റ്റ് ആണ് നെറ്റ്, സെറ്റ്, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇത് കൂടാതെ വേറെയും ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസ് ഉണ്ട് കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ളത്. ഇതിനെക്കുറിച്ചൊക്കെയും കുട്ടികൾക്ക് സംശയങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. ആൻഡ് ഐ എം ഷുവർ this session will be a solution to most of your doubts and problems. Now let me come to my duty to welcome the gathering. ഇന്നത്തെ റിസോഴ്സ് പേഴ്സൺ ശ്രീ വിജയകുമാർ വി എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ്. He is working as an associate professor in Nehru Arts and Science College, Kanjangad. He is also the NSS professor of that college. He is a national trainer. He is a Senate member of Kannur University. സ്ഥിരമായിട്ട് നെറ്റ്, സെറ്റ്, PSC കോച്ചിങ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അധ്യാപകനാണ്. അദ്ദേഹത്തിന്റെ കോച്ചിങ്ങില് കുറെ അധികം കുട്ടികൾക്ക് നെറ്റ്, സെറ്റ്, PSC ഒക്കെ ലഭിച്ചിട്ടുള്ളതായിട്ട് ഞങ്ങൾക്കറിയാം. കാരണം നെറ്റിന്റെയും സെറ്റിന്റെയും ഒക്കെ റിസൾട്ട് വരുന്ന നമുക്ക് ടീച്ചേഴ്സിന്റെ ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പില് സ്റ്റാറ്റസ് കാണാം. സാറിന്റെ സ്റ്റാറ്റസ് മാത്രമല്ല കുട്ടികളുടെ സ്റ്റാറ്റസും കാണാം. സാറിന് നന്ദി പറഞ്ഞു കാണുമ്പോ തന്നെ നമുക്കറിയാം ആ അധ്യാപകനില് അതിനുള്ള റോൾ എന്താണ്, അദ്ദേഹത്തിന്റെ എഫർട്ട് ആണ് എന്നുള്ളത്. ഇങ്ങനെ ഒരു റിസോഴ്സ് പേഴ്സണെ കിട്ടാനാണ് നമ്മളും കാത്തിരുന്നത്. ഇന്നലെ ഞാൻ സാറിനോട് സ്റ്റുഡൻസിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്രീഫ് പ്രൊഫൈൽ തരുമോ എന്ന് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞത് അതിന്റെ ഒന്നും ആവശ്യമില്ല ടീച്ചർ, വിജയകുമാർ വി, അസിസ്റ്റന്റ് പ്രൊഫസർ, NS കോളേജ് കാഞ്ഞങ്ങാട് എന്ന് പറഞ്ഞാൽ മതി എന്നാണ്. ദാറ്റ് ഇസ് ഹിസ് കോൺഫിഡൻസ് ആക്ച്വലി. ഹിസ് നെയിം ഇറ്റ്സെൽഫ് ഇസ് ഹിസ് ഐഡന്റിറ്റി ആൻഡ് ഹിസ് പ്രൊഫൈൽ, ആൻഡ് ഐ എം ഷുവർ ഹിസ് സെഷൻ ഇറ്റ്സെൽഫ് വിൽ ഇൻട്രൊഡ്യൂസ് ഹിം ടു യു. സർ, with these words, I offer you a warm welcome to our college and to this webinar. Thank you, teacher. ഈ പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്ത് സംസാരിക്കുന്നത് കോളേജ് പ്രിൻസിപ്പൽ അജിത ടീച്ചറാണ്. ടീച്ചറോടും ഒരു വലിയ നന്ദി പറയണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെറിയ രീതിയിൽ നമ്മുടെ കോളേജിലെ കുട്ടികളെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് അവരുടെ ഒരു ആവശ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രോഗ്രാം സത്യത്തിൽ ഓർഗനൈസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ ടീച്ചറോട് പറഞ്ഞപ്പോൾ ടീച്ചർ തന്നെയാണ് എന്നോട് പറഞ്ഞത് അങ്ങനെ വേണോ, എന്തായാലും നിങ്ങൾ അതിനൊരു എഫേർട്ട് എടുക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു റിസോഴ്സ് പേഴ്സൺ അവൈലബിൾ ആണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ പ്രോഗ്രാം നിങ്ങൾക്ക് കുറച്ചുകൂടെ വിപുലമായ രീതിയിൽ നടത്തിക്കൂടാ, മറ്റുള്ളവർക്കും കൂടി അതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടിക്കൂടെ എന്ന് ചോദിച്ചപ്പോഴാണ് സത്യത്തില് ഇങ്ങനെയൊരു പ്രോഗ്രാം ഈ ഒരു രീതിയിൽ ഓർഗനൈസ് ചെയ്യാൻ ഞങ്ങൾക്ക് തോന്നിയതും അങ്ങനെ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചതും. ടീച്ചറിന്റെ എല്ലാ സഹകരണങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ടീച്ചറിനെയും ഈ പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. ഇന്ന് ഈ വെബിനാറിൽ നമ്മുടെ കോളേജിലെ സ്റ്റുഡൻസ് മാത്രമല്ല മറ്റ് പല കോളേജിലെയും സ്റ്റുഡൻസ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്. താങ്ക് യു ഓൾ ഫോർ യുവർ കോപ്പറേഷൻ. എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. പിന്നെ പറയാനുള്ളത് ഇന്നത്തെ ഈ ടോപ്പിക്കിന്റെ പേരാണ് സ്കെയിൽ അപ്പ് എന്നതാണ്. ഈ ഒരു വെബിനാറിന് നൽകിയിരിക്കുന്ന പേര് വിജയകുമാർ സാർ തന്നെയാണ് ആ ഒരു പേര് സജസ്റ്റ് ചെയ്തതും. അതിന്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് ആക്ച്വലി ടു ലിഫ്റ്റ് അല്ലെങ്കിൽ ഒരു പ്രൊപ്പോർഷണൽ ഗ്രോത്ത് എന്നതാണ്. വെരി ആപ്റ്റ് ഫോർ ദ സെമിനാർ. എന്തായാലും ഈ ഒരു ടൈറ്റിൽ പോലെ തന്നെ ഒരു ഗ്രോത്ത് എക്സാം ക്വാളിഫൈഡ് ആവുന്നതിൽ നമുക്കും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, അതിനായി പ്രാർത്ഥിക്കുന്നു. I wish all the very best to all the participants in all your future endeavors. Thank you. Now I invite Dr. Ajitha V, College Principal, to inaugurate the webinar and speak a few words to our participants. Teacher, please. Today's resource person, respected Sri Vijay Kumar V, Assistant Professor, NS College, Kanjangad, Commerce Department Head, Dr. Saruba R, other faculties of Commerce Department, all the students.
അപ്പൊ ആദ്യമായി സ്വരൂപ ടീച്ചറെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം ഈ സിറ്റുവേഷനിൽ ചെയ്യാൻ പറ്റുന്ന പരമാവധി പ്രോഗ്രാമുകൾ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അതിൽ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു. PGക്ക് പഠിക്കുന്ന ഒരു കുട്ടിയുടെ അംബീഷൻ, പ്രധാനപ്പെട്ട അംബീഷൻ നെറ്റ് അല്ലെങ്കിൽ സെറ്റ് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതിന് ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ വളരെ നല്ലതാണ്. എല്ലാവരും ഈ പ്രോഗ്രാം പ്രയോജനപ്പെടുത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് വരുന്ന നെറ്റ് സെറ്റ് അതർ റിലേറ്റഡ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിൽ നിങ്ങൾ ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അത് മാത്രമല്ല, ഈ പ്രോഗ്രാമിൽ മോർ ദാൻ 100 സ്റ്റുഡൻസിനെ കാണുന്നുണ്ട്. അതിലും വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഒരു PG ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാ കോളേജിലും ലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസേ ഉണ്ടാവുള്ളൂ. അങ്ങനെ അത്രയും കുട്ടികൾക്ക് വേണ്ടി ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ അതിനകത്ത് 100-ലധികം കുട്ടികൾ വരിക എന്ന് പറഞ്ഞാൽ ഈ പ്രോഗ്രാമിന്റെ പ്രാധാന്യം. അപ്പോൾ ഇനി എല്ലാവർക്കും ഈ പ്രോഗ്രാം വളരെയധികം പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരുടെയും സമ്മതത്തോടെ ഈ പ്രോഗ്രാം ഇവിടെ ഞാൻ ഇനോഗ്രേഷൻ ചെയ്യുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. Now I invite Dr. Jayasagar Adiyeri, Assistant Professor, Mahatma Gandhi College, Iriti, to felicitate the occasion. Respected Principal Madam, our Department HOD Madam, our today's eminent resource person, my colleagues and my dear students, a warm good morning to all. I am very happy to see my best friend Mr. Vijay Kumar as a resource person for today's session. He has proved his excellence in NET and other commerce related examination guidance. I am 10% sure that this session will be an important one for your career achievement. A small initiative from today leads you to greater heights. So I think all of you will enjoy this session with my friend Vijay Kumar sir. ഈ ഓറിയന്റേഷൻ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. I invite Sri Vijay Kumar V, Assistant Professor, NAS College, Kanjangad, for his keynote address. Now the floor is open to you, sir. Thank you, sir. Thank you, Principal Ma'am, for a nice word. And Suruba teacher, വളരെ നല്ല വാക്കുകൾക്ക് നന്ദി. സാഗർ സാർ, സുമ ടീച്ചർ, സബിൻ സാർ ഒക്കെയുള്ള എൻ്റെ പ്രിയപ്പെട്ട MG കോളേജിലെ വിദ്യാർത്ഥികളെ, മറ്റു കോളേജിലെ അധ്യാപകരെ, വിദ്യാർത്ഥികളെ, ഇവിടെ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, പലപ്പോഴും നെറ്റ് സെറ്റ് അതുപോലെ തന്നെ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനിലേക്ക് എല്ലാവരും ക്വാളിഫൈ ചെയ്യുന്നവരൊന്നും അതിലൊരു 95% കുട്ടികളും വലിയ കോച്ചിങ്ങിലൂടെയോ അല്ലാതെ വലിയ എന്താ പറയുക ഗൈഡുകളൊക്കെ വാങ്ങി കുറെ കോസ്റ്റ് അതിനുവേണ്ടി ചെലവാക്കിയിട്ട് വാങ്ങുന്ന കുട്ടികളൊന്നുമല്ല. മാത്രവുമല്ല, നമ്മുടെ കൊമേഴ്സ് സബ്ജക്റ്റിൽ ഇപ്പോൾ നെറ്റ് കിട്ടുക എന്നത് ഒരു അത്ഭുത പ്രവൃത്തിയുമല്ല. കാരണം ഞാൻ പലപ്പോഴും പല കുട്ടികളുടെ വിജയം നോക്കുമ്പോഴും ചിലപ്പോഴും നമ്മുടെ ഒരു ഗൈഡൻസ് ഇല്ലാതെയും ആ കുട്ടികൾക്കൊക്കെ കിട്ടിയിട്ടുമുണ്ട്. നമുക്കറിയാം, കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ പല കോളേജിലും പല നല്ല റിസൾട്ടുകൾ നെറ്റ് സെറ്റിനൊക്കെ വരുന്നു. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു നെറ്റ് സെറ്റ് അതുപോലെ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ, ഇതിലൊക്കെ നിർബന്ധമായിട്ട് നമ്മൾ എന്തിനാണ് ക്വാളിഫൈ ചെയ്യേണ്ടി വരുന്നത്? നമുക്ക് സി വാട്ട്സ് നീഡ് ഓഫ് ദാറ്റ്. ആത്യന്തികമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ വാക്കിൽ പറഞ്ഞാൽ ഒന്നുമില്ല. നമ്മളുടെ പഠനം എന്ന് പറയുന്നത് കുറെ അറിവ് സമ്പാദിക്കാനാണ് എന്ന് പറയുന്ന ആ കാലഘട്ടം കഴിഞ്ഞു. വലിയ പണ്ഡിതൻ, അറിവിന്റെ ഭാണ്ഡക്കെട്ടായിട്ട് മാറാൻ അല്ല പഠിക്കുന്നു വേണ്ടത് എന്നാണ് ഞാൻ പറയുന്നത്. പകരം തങ്ങളെ ഇതുവരെ സംരക്ഷിച്ച മാതാപിതാക്കൾക്ക് എന്തെങ്കിലും റിട്ടേൺ കൊടുക്കണമെങ്കിൽ,
ഇപ്പോഴൊക്കെ നിങ്ങളിപ്പോ ഈ പ്രോഗ്രാമിന്, എന്റെ പ്രിയപ്പെട്ട കുട്ടികൾ ഈ പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്യുമ്പോഴും നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഒരു ഉള്ളിൽ ഒരു ഉൾവിളി ഉണ്ടാവും. എന്താ പറയാ, എന്റെ മകള് അല്ലെ എന്റെ മകനൊക്കെ നെറ്റൊക്കെ എഴുതി അല്ലെങ്കിൽ കോളേജ് ലെക്ചർ പോലുള്ള നല്ല പോസ്റ്റിലേക്കൊക്കെ, എല്ലാ പോസ്റ്റിലും അതിന്റെ മാന്യതയുണ്ട്, അങ്ങനെ നല്ല പോസ്റ്റ് ഒക്കെ കിട്ടും. അതിനാണ് അവർ മാറി നിൽക്കുന്നത്. ചിലപ്പോഴിപ്പോ വീട്ടിൽ എന്ത് തിരക്കുണ്ടെങ്കിൽ പോലും മകളെ നീ അറ്റൻഡ് ചെയ്തോ, മോനെ നീ അറ്റൻഡ് ചെയ്തോളൂ, ബാക്കി കാര്യം ഞാൻ നോക്കാം എന്ന് പറയുന്ന ആ പ്രിയ മാതാപിതാക്കൾക്ക് എന്തെങ്കിലും തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വാട്ട് വി ഷുഡ് ഗിവ് ആൻഡ് ബാക്ക്. For that we have to qualify the examination and we have to find our own place elsewhere. Nothing more than that. അല്ലാതെ എംകോം പഠിച്ച് നെറ്റും കിട്ടി പിന്നെ ആ നെറ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ റിട്ടേൺ ഉണ്ടാക്കണം. നമ്മൾ പറയുന്ന നിങ്ങളുടെ ആ ഒരു സ്ഥലം കണ്ടെത്തണം. അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ഈ പ്ലാറ്റ്ഫോമിലുള്ള പാർട്ടിസിപ്പേഷനുള്ള ഒരു ഹംബിൾ റിക്വസ്റ്റ്, എനിക്ക് 2 മണിക്കൂർ നിങ്ങൾ സമയം തരിക, മാക്സിമം 2 മണിക്കൂർ. ഞാൻ അതിൽ കൂടുതൽ ഇനി ആ സമയത്തിന് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ദയവായി എന്നോട് തിരിച്ചു പറയാ, സർ പ്ലീസ് കുറച്ച് കുറക്കുമോ എന്നും ചോദിക്കുന്നതിൽ ആർക്കും ഒരു പരാതിയും വേണ്ട. പക്ഷെ ആ 2 മണിക്കൂർ വിദ്യാർത്ഥികളായിട്ട് ഇതിൽ പല അധ്യാപകരും ചിലപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ ചിലപ്പോൾ പലപ്പോഴും വിട്ടുപോകേണ്ടി വരും. അത് ഒരു വിഷമമല്ല. പക്ഷെ വിദ്യാർത്ഥികൾ ആരെങ്കിലും എല്ലാം ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 2 മണിക്കൂർ ദയവ് ചെയ്ത് എന്റെ കൂടെ വേണം എന്ന ഒരു ഹംബിൾ റിക്വസ്റ്റ് മുന്നോട്ട് വെച്ചുകൊണ്ട് ഞാൻ എന്റെ ഈ സെഷൻ തുടങ്ങട്ടെ. ഞാൻ ഒരു ചെറിയൊരു പ്രസന്റേഷനിലൂടെ ഫുൾ ടൈം ഞാനും നിങ്ങളും തമ്മിൽ ഇനി ഒരു എന്താ പറയാ റിസോഴ്സ് പേഴ്സൺ, നിങ്ങൾ സാധാരണ കാണുന്ന ഒരു വെബിനാറിനെ പോലെ ഇതിനെ കാണരുത് എന്നത് എനിക്ക് പറയാനുണ്ട്. ഞാൻ ഇപ്പോൾ ഒരു 2 മണിക്കൂർ നേരം ഞാൻ നിങ്ങളുടെ അധ്യാപകനായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു. നമ്മൾ പറയുന്ന ലാംഗ്വേജ് ആയാലും നമ്മൾ പറയുന്ന ഭാഷയായാലും വീട്ടുകാര്യങ്ങളായും ഇൻഫോർമൽ ടോക്കായും ഒക്കെ ആ ഒരു രീതിയിലായിരിക്കണം എന്റെ ഒന്നിച്ച് ഉണ്ടാകേണ്ടത്. നിങ്ങൾ ഇപ്പൊ പഠിപ്പിക്കുന്ന PG അധ്യാപകര് എന്താണ് പറയുന്നത് അതുപോലെ തന്നെയാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഉള്ളത് എന്ന് മനസ്സിലാക്കുക. സ്ക്രീൻ ഷെയർ കാണാവോ സർ? ഓക്കെ. സോ നമുക്ക് അറിയാം, നമ്മളൊക്കെ വലിയ പാൻഡമിക് സിറ്റുവേഷൻ. ഞാൻ ആ സ്വരൂപ ടീച്ചറോട് പറഞ്ഞിരുന്നു, ടീച്ചറെ ഇതില് നെറ്റ് എന്താണ്, എങ്ങനെ സബ്ജക്ട് എന്തൊക്കെയാണ്, സബ്ജക്റ്റില് ഏതൊക്കെ പഠിപ്പിക്കണം എന്ന് ഞാൻ പറയും, പഠിക്കണം എങ്ങനെ ഏത് രീതിയിൽ പഠിക്കണം എന്നൊക്കെ പറയും. അതിലുപരിയായിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കോമ്പറ്റീറ്റീവ്, എന്തിനാണ് നമ്മളൊരു മൈൻഡ് സെറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നത് തീർച്ചയായിട്ടും കുട്ടികളെ അതാണ് എനിക്ക് വളരെ പ്രധാനപ്പെട്ടത്. ഇപ്പൊ നമ്മളെ ചോദിക്കും എന്തിനാണ് ഞാൻ ഇത്രയൊക്കെ വായിക്കുന്നത്, എന്തിനാണ് എനിക്ക് നെറ്റ് എക്സാം, എന്തിനാണ് എനിക്ക് കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ എന്നതിന് ഉത്തരം അല്ലാതെ നിങ്ങളിപ്പം PG പഠിച്ചിട്ട് ഒരു ടെക്സ്റ്റൈൽസിൽ അക്കൗണ്ടന്റ് ആയിട്ട് നിൽക്കുമ്പോൾ അപ്പൊ അതൊരു കുറ്റമേ അല്ല. പക്ഷേ അതിനേക്കാളും വലിയ കുറെ ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിട്ട് പോലും അതൊന്നും ഗ്രാബ് ചെയ്യാതെ വെരി സിംപ്ലി ടു ഗോ ആ ജോബിൽ പോയിട്ട് ഒരു 10,000 വാങ്ങിയിട്ട് ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളോടും ഈ ചെറിയ തുച്ഛമായ ശമ്പളം വെച്ചിട്ട് മുന്നോട്ട് പോകേണ്ടവരല്ല കൊമേഴ്സുകാർ, അല്ല മാസ്റ്റർ ഓഫ് കോമേഴ്സ്, മാസ്റ്റർ ഇൻ കോമേഴ്സ്. അതുപോലെ തന്നെ MCOM പഠിച്ചു കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് കിട്ടുന്നത് കോമേഴ്സ് എന്നതിന്റെ കൂടെ ഒരു സാധനം മാസ്റ്റർ. നമ്മൾ മാഷ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നാട്ടിലല്ല നമ്മളൊരു മാഷ് എന്ന് പറയുമ്പോൾ നമ്മൾ ചില സംശയങ്ങൾ ചോദിക്കുമ്പോൾ we have an expectations and we have an expectation that he will solve our problem, so there will be a solution. ഒരു പരിഹാരം അവരുടെ അടുത്ത് ഉണ്ടാകുമെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഞാൻ ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട MCOM കുട്ടികളോട്, ഈ മാസ്റ്റർ എന്ന് പറയുന്ന ഒരു പദവി നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങളുടെ നാട്ടിലുള്ള തൊട്ടടുത്തുള്ള വീട്ടിലെ +2 പഠിക്കുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ കുറിച്ചുള്ള പ്രതീക്ഷ എന്തായിരിക്കും? ആ ഏച്ചിയുടെ അടുത്ത് പോയാൽ എന്റെ അക്കൗണ്ടൻസിയുടെ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ സംശയം തീർക്കാൻ വേണ്ടി പറ്റും. ബിക്കോസ് ആ ഏച്ചി അറിയപ്പെടുന്നത് മാസ്റ്റർ ഇൻ കോമേഴ്സ് ആണ്, സർ മാസ്റ്റർ ഓഫ് കോമേഴ്സ് ആണ്. അപ്പൊ ആ ഒരു കോമേഴ്സിന്റെ മാസ്റ്റർ ആണ്, കോമേഴ്സിന്റെ മാസ്റ്റർ ആണ്.
അപ്പൊ ആ കൊമേഴ്സിന്റെ മാസ്റ്റർ എന്ന് പറയുന്നത് കൊമേഴ്സിലെ പല സംശയങ്ങളും തീർക്കേണ്ടതല്ലേ? പക്ഷേ നമ്മളിപ്പോൾ പഠിക്കുന്ന ഒരു സ്റ്റൈൽ ഉണ്ട്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ നമ്മൾ പാലിക്കുന്ന ഒരു സംഭവം ഉണ്ട്. എങ്ങനെയെങ്കിലും യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ എഴുതുക, അതിൽ വലിയ സ്റ്റാർ ആവുക, അതോടുകൂടി തീർക്കുക, പിന്നെ ജോലിയും വേണ്ട, ഒന്നും വേണ്ട. വടക്കേ മലബാറുകാർക്കുള്ള ഒരു പ്രത്യേകതയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു നെറ്റിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ, സെറ്റിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ, കോമ്പറ്റീറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴോ actually you are proving you will be the great or real master in that subject. So അതുകൊണ്ട് തന്നെ to develop a study culture, a good study culture, ആ ഒരു രീതിയിലായിരിക്കും ഞാൻ നിങ്ങളോട് സംവദിക്കുന്നതും. So this COVID will taught us many lessons, അല്ലേ? നമ്മളെ പല പാഠങ്ങൾ നമ്മളെ പഠിപ്പിച്ചു കഴിഞ്ഞു. So there will be a complete change in here and the full മാറ്റം, പഠനത്തിൽ മാറ്റം വന്നു. കംപ്ലീറ്റ് ചേഞ്ച്. ബിക്കോസ് ഞാനും നിങ്ങളും ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ, സ്വരൂപ ടീച്ചർ കഴിഞ്ഞ വർഷം മുതലേ എന്നോട് അങ്ങോട്ട് വന്നിട്ട് സംസാരിക്കാൻ പറഞ്ഞിരുന്നു, നിങ്ങളോട് സംസാരിക്കാം. പക്ഷെ അന്ന് ഫിസിക്കൽ ആയിരുന്നെങ്കിൽ ഇപ്പോൾ വെർച്വൽ ആയി മാറിക്കഴിഞ്ഞു. എവിടെ നോക്കിയാലും നമ്മുടെ പഠനമൊക്കെ മാറിക്കഴിഞ്ഞു. നമ്മളിപ്പോൾ കൂടുതൽ എൻറിച്ചഡ് ആയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ എൻറിച്ചഡ് ആയി. ബിക്കോസ് earlier you will search the topic only from some of the notebooks or textbook which is physically available. But now you are a virtual grabber, or that what we can say that see, you are grabbing the resources in the virtual field. That is the sky, or a sky, ആകാശം പോലെ ആകാശത്ത് നിന്ന് പറന്നെടുക്കുന്ന അവിടുന്ന് നിങ്ങൾ റിസോഴ്സ് ഗ്രാബ് ചെയ്യാൻ തുടങ്ങി. So there will be a complete change. Great blow on family budget. How it related to your set net examination. എന്തേ പറഞ്ഞില്ലേ വീട്ടില്? അച്ഛനോ അമ്മയ്ക്കോ ഇപ്പോൾ ഈ കോവിഡ് കാരണം ജോലി പോകുമ്പോൾ നിങ്ങളെ ഞാൻ രക്ഷിക്കും അമ്മ അച്ഛനും ഒന്നും പേടിക്കേണ്ടതില്ല. കാരണം ഭയപ്പെടാൻ ഒന്നുമില്ല അമ്മേ, ഞാനൊരു കോമേഴ്സ്കാരൻ, ഞാനിപ്പോൾ PG പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. എന്തേ അങ്ങനെ പറയാൻ പറ്റാത്തവർക്ക് പറയാൻ തോന്നാത്തത്? ബിക്കോസ് യു ഷുഡ് നോട്ട് ഹാവ് കോൺഫിഡൻസ് ഇൻ യുവർ സെൽഫ്. കാരണം ഫാമിലി ബഡ്ജറ്റിന് വലിയ ബ്ലോ ആണ് വന്നിരിക്കുന്നത്. വലിയ എന്താണ്, എങ്ങനെയാ അതിനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അത്ര കണ്ട് ആഘാതം വന്നിരിക്കുന്നു. അപ്പോൾ ഇനിയെങ്കിലും തീരുമാനിക്കണ്ടേ, ഈ PG മാത്രം പോരാ, മാസ്റ്റർ ഇൻ കോമേഴ്സിൽ ആ അലങ്കാരിക പദം മാത്രം പോരാ, പിന്നെ എന്തും കൂടി വേണം. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പാത്തിലൂടെ പോകണമെങ്കിൽ ഒന്നുകിൽ അതുമായി ബന്ധപ്പെട്ട PSC എക്സാമിനേഷൻ, ദ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ, എനിക്ക് കഴിഞ്ഞവരോട് പറയാനുള്ളതാണ്. സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ വിളിച്ചു കഴിഞ്ഞു, ഡിവിഷണൽ അക്കൗണ്ടന്റ് വിളിക്കുന്നു. BCom പഠിച്ച കുട്ടികളാണെങ്കിൽ, കോർപ്പറേഷൻ പഠിച്ച കുട്ടികളാണെങ്കിൽ ആയിരക്കണക്കിന് സഹകരണ ബാങ്കിലെ ഓപ്പർച്യൂണിറ്റീസ് മുമ്പിലുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് എനിക്ക് എത്രയും പെട്ടെന്ന് പിടിക്കണം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. കുട്ടികളെ ആഗ്രഹം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, ഹാർഡ് വർക്ക് മാത്രം ഉണ്ടായിട്ടും കാര്യമില്ല. അതാണ് വേറെ കാര്യം. ആഗ്രഹവും കഠിനാധ്വാനവും മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. നൗ വി നീഡ് എ സ്മാർട്ട് വർക്കിൽ സ്മാർട്ട് ആവണം. നിങ്ങൾ പഠിക്കുന്നത് എന്ന് പറയുന്നത് എന്താണ്? കുത്തിയിരുന്ന് മാക്സിമം പഠിച്ച് ബൈഹാർട്ടാക്കി പഠിച്ചിട്ട് ഒരു കാര്യമില്ല. ഇവിടെയാണ് എന്റെ ടോപ്പിക്കിന്റെ റെലവൻസ്, എന്റെ സെഷന്റെ റെലവൻസ്. നിങ്ങൾ നെറ്റിനാകട്ടെ, സെറ്റിനാകട്ടെ, അതർ PSC എക്സാമിനേഷൻ ആകട്ടെ, പഠിക്കുമ്പോൾ മാക്സിമം എന്താണ്, സ്മാർട്ടായി പഠിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. നെറ്റിന് പല കുട്ടികളും പറയാറുണ്ട്, സാറേ ഈ ഡയറക്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ഒക്കെ, ടീച്ചർ എന്റെ ക്ലിയർ ആണല്ലോ എന്റെ സൗണ്ട് ഒക്കെ? Yes sir. Yes sir. Yes sir. See, many students frequently make a queries that sir ഈ assertion ആ ഒരു ടൈപ്പ് assertive questions ഒക്കെ വരുമ്പോൾ, analytical type questions വരുമ്പോൾ we lost our confidence. sir. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ശരിയാണ്.
കറണ്ട് റേഷ്യോ എന്താണ് നമുക്ക് പറയാം, 2:1 ആണ് ഇഫക്റ്റീവ് സ്റ്റാൻഡേർഡ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻ, when current is more than 2 and current liability is less than 1, then what will happen? അങ്ങനെയെങ്കിൽ ലിക്വിഡിറ്റി പൊസിഷനിൽ വരുന്ന ചേഞ്ചസ് എന്താണ്? അതിലേക്ക് നമ്മൾ കയറുന്നില്ല. ഇനി എന്റെ പ്രിയപ്പെട്ട കുട്ടികളോട് വീണ്ടും പറയാനുള്ളത്, അപാര പാണ്ഡിത്യം അല്ല നെറ്റ് എക്സാമിനോ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനോ വേണ്ടതെന്ന് ഞാൻ തന്നെ ആദ്യം പറഞ്ഞു. ചിലപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ സാർ ഇപ്പൊ പറഞ്ഞു വരുന്നത് ഇങ്ങനെയൊന്നും പഠിച്ചാൽ പോരെ, ഇത് ഫുള്ള് ഇതിന്റെ അനാലിസിസിലൊക്കെ ഭയങ്കരമായിട്ട് പോകണമെന്നോ, അങ്ങനെയൊന്നും വേണ്ട. പക്ഷെ നമ്മളിപ്പോ ഒരു 5 ഫീച്ചേഴ്സ് പഠിക്കുന്നുണ്ടെങ്കിൽ 3 ഫീച്ചേഴ്സ് പഠിച്ചിട്ട് അവിടെ നിർത്തും. ബാക്കി 2 നമ്മൾ ലാസ്റ്റ്, ആദ്യത്തിന് കൊടുത്ത അതേ ഇമ്പോർട്ടൻസ് ലാസ്റ്റത്തിന് കൊടുക്കില്ല. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഫ്രെയിമർ ലാസ്റ്റത്തെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ട് അതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുക. കൈവിട്ടു പോയില്ലേ? ഓക്കെ, ഞാൻ ഇത് പറഞ്ഞിട്ട് വരാം. സോ ഇങ്ങനെ ഒരു ഫാമിലി ബഡ്ജറ്റ് പ്രശ്നം വന്നു കുട്ടികളെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സമയത്ത് ടു റൈസ് അപ്പ്, സ്കെയിൽ അപ്പ്, ഉയരണം, കൂടുതൽ കൂടി ഇംപ്രൂവ് ചെയ്യണം. നമ്മളെ പ്രസന്റ് ചിന്തകൾ മാറ്റണം, ആറ്റിറ്റ്യൂഡ് മാറ്റണം. നിനക്ക് ഭ്രാന്തുണ്ട്, വെറുതെ നെറ്റും കിട്ടിയിട്ട് ഇത് എത്ര ആൾക്കാർ അതിൽ നടക്കുന്നുണ്ട്. ഇത് ശരിക്കും ഞാൻ പറയാലോ, എന്നോട് എന്റെ വൈഫ് പറഞ്ഞിട്ടുണ്ട്, എന്താ പറയാ, എന്തിനാ മാഷെ കുട്ടികളെ കൊണ്ട് വെറുതെ നെറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതാക്കുന്ന, കാരണം നെറ്റ് കിട്ടിയിട്ട് എത്രത്തോളം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ. പക്ഷെ അതേ അവള് പിന്നീട് പറഞ്ഞു, നെറ്റ് എന്ന് പറയുന്ന സമൂഹത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോ ഒരു ഹാൻഡിക്യാപ്പോട്, ഒരു ഹാൻഡിക്യാപ്പ് ആയിട്ട്, നിങ്ങൾ ക്വാളിഫിക്കേഷൻ ഒരു ഹാൻഡിക്യാപ്പ് ആയിട്ട് നിങ്ങൾ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ, ഞാൻ തന്നെ പല കുട്ടികളെയും കഴിഞ്ഞ വർഷമൊക്കെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ, ഇപ്പൊ ഇവിടെ സെക്കൻഡ് ഇയർ പഠിക്കുന്ന PG സ്റ്റുഡൻസ് ഒക്കെ അടുത്ത വർഷം ഞങ്ങളുടെ ഒന്നിച്ച് പേപ്പർ നോക്കേണ്ട കുട്ടികളാണ്. സ്വരൂപ ടീച്ചറൊക്കെ പിന്നെ ഞങ്ങളെ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ, ടീച്ചറാണ് ഞങ്ങളുടെ ചെയർമാൻ, അപ്പൊ ടീച്ചറൊക്കെ ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ ഇന്ന് ഈ ക്ലാസ്സിലിരുന്ന കുട്ടികളെ ഞാൻ കണ്ണൂരൊക്കെ വാല്യുവേഷന് വരുമ്പോൾ ഞാൻ നെറ്റിനും ഒക്കെ കോച്ചിങ് എടുത്ത് പല കുട്ടികളും ഒന്നിച്ചിരുന്നിട്ട് തന്നെ നോക്കിയാണ് ചെയ്യുന്നത്. ഭയങ്കര സന്തോഷമാണത്. നമുക്ക് അവർക്കും കൂടി കിട്ടി ആ ക്വാളിഫിക്കേഷൻ. പക്ഷെ ആ ക്വാളിഫിക്കേഷൻ ക്വാളിഫൈ ചെയ്യാത്ത കുട്ടികൾ ഇതേ ഫീൽഡിൽ എത്രയോ പേരുണ്ട്. അവരൊന്നും മോശം എന്നല്ല ഞാൻ പറയുന്നത്, അവർ മോശം എന്നല്ല പറയുന്നത്. പകരം അവരുടെ ഉള്ളില് എന്തായാലും ഒരു ബോധം ഉണ്ടാവും, ഒരു വീക്ക്നെസ് ഫീൽ ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ട കുട്ടികളെ, ഇത് നിർബന്ധമായിട്ടും പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്കിത് നേടിയെടുക്കണം. ഈ സെഷൻ കഴിയുമ്പോഴെങ്കിലും നിങ്ങൾ ദയവ് ചെയ്ത് ഇത് എനിക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ പാരന്റ്സിന് വേണ്ടിയിട്ട്, ആ ഫാമിലിയിൽ ഷിവറിങ് സംഭവിച്ച ആ ഫാമിലിനെ അങ്ങോട്ട് ഉയർത്തിക്കൊണ്ടുപോകുന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞയ്ക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഞാൻ പഠിക്കും. അതുകൊണ്ട് എനിക്ക് ഈ സാറൊക്കെ പറയുന്നത് കേൾക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. സോ പ്ലീസ് ബി ഹിയർ ഇൻ ദ പ്ലാറ്റ്ഫോം till 12 o'clock. Then സർവൈവൽ ഓഫ് ദ ഫാസ്റ്റസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു, ആദ്യം നിങ്ങൾ തീരുമാനം എടുത്താൽ, അത് പണ്ടൊക്കെ ഫിറ്റസ്റ്റ് ആയിരുന്നു, ഇപ്പം എത്രയും പെട്ടെന്ന് നിങ്ങൾ തീരുമാനം എടുക്കുന്നു അവിടെയാണ് വിജയം. സോ ഐ തിങ്ക് യു ഓൾ ആർ ടേക്ക് എ ഡിസിഷൻ ടു clear your qualifying examination and also to make a high position in the competitive examination. Ego has no role. ഇപ്പോഴും ഞാൻ മലയാളത്തിൽ ഇവിടെ കുറച്ച് പറയുമ്പോൾ തന്നെ പറയും, അയ്യോ നെറ്റും സെറ്റൊക്കെ ക്ലാസ് എടുക്കാൻ പറഞ്ഞു വന്ന് അദ്ദേഹം നോക്കണം, കുറെ മലയാളമൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ എടുക്കുന്നു. സോ ഈഗോ ഒരു സംശയമില്ല. പക്ഷെ അതൊക്കെ ബിഫോർ കോവിഡ് പീരീഡ് ആയി പോയി എന്ന് മനസ്സിലാക്കാൻ ഇനിയും പല ആൾക്കാർക്കും മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഈഗോക്കൊന്നും റോളില്ല എവിടെ. അപ്പൊ ഈഗോ ഹാസ് നോ റോൾ. ദാറ്റ് മീൻസ് സംടൈംസ് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു +2 നന്നായി പഠിക്കുന്ന ഒരു കുട്ടി ചിലപ്പോൾ +1 അക്കൗണ്ടൻസി നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഗം ആ കുട്ടി പറഞ്ഞു തന്നാൽ മോസ്റ്റ് വെൽക്കം. ഞാൻ ഇവിടെ MCOM ഒക്കെ പഠിച്ചിട്ടുണ്ട്. എന്തിനാണ് എനിക്ക്, അവൾ BCom പഠിച്ചതേ ഉള്ളൂ. അവളുടെ ടെക്സ്റ്റ്, അവൾ എഴുതി വെച്ച നോട്ട്സ് അതൊക്കെ നോക്കേണ്ട ആവശ്യമൊന്നും ഇനി എനിക്കില്ല. നോ. സർ മൈക്ക് മ്യൂട്ട് ആയിട്ടുണ്ട്. വിജയകുമാർ സർ, യുവർ മൈക്ക് ഇസ് മ്യൂട്ട്.
ഹലോ ഹലോ ടീച്ചറെ, കുറെ സമയം മ്യൂട്ട് ആയിട്ട്. ഇല്ല സർ, ഇപ്പൊ ഏതാ? അതെയാ, ഓക്കെ. ഓക്കെ സർ. കേൾക്കുന്നുണ്ടല്ലോ ടീച്ചർ? യെസ് sir. Yes, sir. ഓക്കെ. സോ ഈഗോ ഹാസ് നോ റോൾ ഇൻ ലൈഫ്. അപ്പൊ നമ്മള് ഒരു തരത്തിലും ഈഗോ റിസീവ് ചെയ്യുന്നതിലും ഷെയർ ചെയ്യുന്നതിലും, റിസീവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എവിടുന്ന് വേണമെങ്കിലും മെറ്റീരിയൽ റിസീവ് ചെയ്യണം. നിങ്ങൾ ഏതൊരു പ്ലസ് ടു കുട്ടിയുടെ അടുത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റണം. നിങ്ങൾ ഒരു പാരലൽ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അടുത്ത് നിങ്ങൾക്ക് ടെക്സ്റ്റോ നോട്ട്സോ റെഫർ ചെയ്യാം. അതല്ലാതെ ഞാൻ ഇവിടെയൊക്കെ ഇങ്ങനെ പഠിച്ചു നോക്കെ, ഞാൻ ഇവിടെ M.Com ആണ്, അതുകൊണ്ട് എനിക്ക് ഒരിക്കലും വേറൊരു മെറ്റീരിയൽ ഒന്നും ഞാൻ നോക്കില്ല, എനിക്ക് കിട്ടിയത് മൊത്തത്തിൽ. അതാണ് ഏറ്റവും കൂടുതൽ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ അപ്പിയർ ചെയ്യുന്ന കുട്ടികൾ അവോയ്ഡ് ചെയ്യേണ്ട സ്വഭാവം എന്നറിയാം. ഒരു മെറ്റീരിയൽ കിട്ടിയാൽ അത് ഈ ലോകത്തിന് മൊത്തം നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങൾ അങ്ങോട്ട് വിളിച്ചിട്ട് പറയുക. ഞാൻ എപ്പോഴും എന്റെ നെറ്റ് കോച്ചിങ്ങിൽ ഉപയോഗിക്കുന്ന കുട്ടികളോട്, കോച്ചിങ്ങിന് വരുന്ന കുട്ടികളോട് നിങ്ങളോടും പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇഫ് യു ആർ സ്റ്റാർട്ടിംഗ് എ ഗ്രൂപ്പ് സ്റ്റഡി, ഇഫ് യു ആർ കണ്ടക്ടിങ് എ ഗ്രൂപ്പ് സ്റ്റഡി, and definitely there will be some shortcuts to study, and there will be some good material for your discussion, etc. So somebody are not able to attend your discussion, that's it, true. So you should share or call them. I will explain this and I will give you this material. കൊടുക്കുമ്പോൾ മാത്രം കൂടുന്നതാണ് അറിവ്. If you have a light, to let the others to make a light, a candle from it. നിങ്ങൾക്ക് നമ്മുടെ APJ സർ, അബ്ദുൽ കലാം സർ പറഞ്ഞ പോലെ, നിങ്ങൾക്ക് കയ്യിൽ പ്രകാശമുണ്ടുള്ള മറ്റുള്ളവരെയും കൂടി ആ പ്രകാശത്തിൽ എത്തിക്കുക. അതാണ് മെയിൻ വേണ്ടത്. ഇവിടെ ഞാൻ പറയട്ടെ, ഞാനിപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. എന്താണ് നെറ്റിന് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? നെറ്റിന് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങൾക്ക് ഒരു നെറ്റ് മെറ്റീരിയൽ കിട്ടിക്കഴിഞ്ഞാൽ ആ മെറ്റീരിയൽ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുക. നിങ്ങൾ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അത് മറ്റൊരാളോട് പഠിക്കുക. ഇവിടെ നിങ്ങൾ വലിയ കോൺട്രിബ്യൂഷൻ നടത്തണം എന്നല്ല പറയുന്നത്, ഫോർ യുവർ സേക്ക്, ഫോർ പോളിഷിംഗ് യുവർ സെൽഫ്. ഇപ്പൊ നിങ്ങൾ ഒരു കാര്യം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അയാൾ ചോദിച്ച 2-3 സംശയത്തിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ചും കൂടി അറിവ് കിട്ടും. ആ രീതിയിലേക്ക് മുമ്പോട്ട് പോവുക. Then now the COVID forced to us to involve the competition. എല്ലാവരും കോമ്പറ്റീവ് സ്പിരിറ്റിലാണ്, മത്സരമാണ് ഇനി നടക്കാൻ പോകുന്നത്. ആരാണോ ഫാസ്റ്റസ്റ്റ് ഡിസിഷൻ എടുക്കുന്നത് അവര് വിജയിക്കും. ഓക്കെ, എല്ലാവരും കുറെ പേര് നെറ്റ് എക്സാം എഴുതിയവരായിരിക്കും, കുറെ പേര് നെറ്റ് എക്സാം എഴുതാത്തവരായിരിക്കും. ആദ്യം നെറ്റിനെ കുറിച്ചിട്ട് സംസാരിക്കാം. അതിനെ കുറിച്ച് കഴിഞ്ഞിട്ട് സെറ്റിനെ കുറിച്ച് കുറച്ച് പറയാം. അത് കഴിഞ്ഞിട്ട് കോമ്പറ്റേറ്റീവ് എക്സാമിനെ കുറിച്ചിട്ട് കുറച്ച് പറയാം. അത് കഴിഞ്ഞിട്ട് ഒരു 2-3 സബ്ജക്റ്റിന്റെ ഒരു റൂട്ട് ഞാൻ പറഞ്ഞു തരാം. അങ്ങനെയാണ് എൻ്റെ സെഷൻസ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ ഇത് നിങ്ങൾക്കറിയാം, നമുക്ക് 2 സെഷൻ ആയിട്ടാണ് ഇപ്പോൾ NTA നെറ്റ് എക്സാം നടത്തുന്നത്. ഫസ്റ്റ് ഷിഫ്റ്റ് ഇതൊക്കെ മാറാം. 9:30 മുതൽ 12 വരെ, കഴിഞ്ഞത് 2:30 മുതൽ 5:30 വരെയൊക്കെയുള്ള ഷിഫ്റ്റ് ആണ് നടത്തുക. ഇവിടെ ടൈമിംഗ് ഓഫ് എക്സാമിനേഷൻ എന്തുകൊണ്ട് ഞാനൊരു സ്ലൈഡ് ആക്കി വെച്ചു എന്ന് പറഞ്ഞാല്, നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പൊ അടുത്ത കാലത്ത് നമുക്ക് അടുത്ത സെന്റേഴ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. പണ്ടൊക്കെ നമ്മളെ കുട്ടികൾക്കൊക്കെ കുറച്ചും കൂടി ദൂരത്താണ് സെന്റർ കിട്ടിയ ഒരു കുട്ടിയാണെങ്കിൽ, ആ കുട്ടി എത്ര പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ എക്സാമിന് പോകുന്ന ആ ദിവസം ആ കുട്ടി ഏറ്റവും കൂടുതൽ വിഷമപ്പെടുന്നത് ടൈമിനെ കുറിച്ച് ഓർത്തിട്ടാണ്. പരീക്ഷ എഴുതേണ്ട ടൈമിനെ കുറിച്ചിട്ടല്ല, മറിച്ച് അവിടുന്ന് വീട്ടിലേക്ക് തിരിച്ചു വരേണ്ട ടൈമിനെ കുറിച്ചിട്ട്. ബഹുരസമാണ്. മംഗലാപുരമൊക്കെ പരീക്ഷയ്ക്ക് പോയാല് 3:30 വരെ 4:30 വരെ ആയിരിക്കും എക്സാമിനേഷൻ. ഈ കുട്ടി പോകുമ്പോൾ തന്നെ 12 പ്രാവശ്യം ചോദിക്കും എത്ര മണിക്കാണ് ലോക്കല്. അപ്പൊ നമ്മുടെ 4:15 ഇവിടുന്ന് ലോക്കല്. അപ്പൊ 4:30 വരെ എക്സാം. അപ്പൊ 4 മണിക്ക് പരീക്ഷ നടത്തുക. ഇനി നിങ്ങളും തന്നെ ദൂരത്തിൽ പോയ പരീക്ഷ ചെയ്ത കുട്ടികളുണ്ടാവും. അവിടെ എത്തിയ ഉടനെ നമുക്ക് ക്വസ്റ്റ്യൻസോടൊന്നും ഒരു വിഷയമില്ല. പിന്നീട് അവിടെ എന്ത് വന്ന് നമ്മൾ പെട്ടെന്ന് നമുക്ക് നാളെ പെട്ടെന്ന് റിട്ടേൺ പോകണം. പ്രിയപ്പെട്ട കുട്ടികളെ, ആ ഒരു ദിവസം രാത്രി ആയാലും കുഴപ്പമില്ല, നമ്മള് ടൈമിനെ കുറിച്ച് വിഷമപ്പെട്ടില്ല. എനിക്ക് വടകരയിൽ കഴിഞ്ഞ നെറ്റ് കിട്ടുമ്പോൾ എന്റെ ഡിപ്പാർട്ട്മെന്റിൽ HOD ആയിട്ടുണ്ടായ ഡോക്ടർ വിജയരാഘവൻ സാറുണ്ട്. സുരഭട്ടിച്ചൊക്കെ അറിയാം. വിജയരാഘവൻ സാറിന്റെ വീടിന്റെ അടുത്തുള്ള ഒരു കുട്ടിക്ക് നെറ്റിന്റെ കുറച്ച് മെറ്റീരിയൽസ് വേണം. വിജയകുമാർ കുറച്ച് പിന്നെ ആഗ്രഹമുള്ള ഒരു കുട്ടിയാണ്, പക്ഷെ ആരും ഹെൽപ്പിനില്ലാത്തൊരു കുട്ടിയാണ്, ഒന്ന് നോക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ആ കുട്ടി എന്നോട് വിളിച്ചിട്ട് ഞാൻ കുറെ മെറ്റീരിയൽ ഒക്കെ എടുത്തു കൊടുത്തു, എല്ലാം ചെയ്തു. ആ കുട്ടി കഴിഞ്ഞ എക്സാമിനെ പോകുന്ന ട്രെയിനിലാണ് പോയിട്ട് വന്നത്.
അപ്പൊ ആ കുട്ടി പറഞ്ഞത്, മാഷ് എന്നെ വിളിച്ചു പറഞ്ഞ, ആ കുട്ടി രാത്രിക്ക് ഒരു ദിവസം മൊത്തം ഒറ്റയ്ക്ക് പോയത് തൃശ്ശൂർ പരീക്ഷ ചെയ്താൽ. ട്രെയിൻ ലേറ്റ് രാത്രി 1 മണി വരെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ആ കുട്ടി തിരിച്ചു വന്നു. വിജയകുമാറൊക്കെ പറഞ്ഞു, അവന് സാറ് ആരെങ്കിലും കൂട്ടിയിട്ടെല്ലാം പോവായിരുന്നില്ലേ, അപ്പൊ പെട്ടെന്ന് ആളെ കിട്ടിയില്ല കൂട്ടിന് പോവാൻ, അച്ഛനില്ല അമ്മ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ സന്തോഷം എന്ന് വരട്ടെ, റിസൾട്ട് വരുമ്പോ ആ കുട്ടിക്ക് നെറ്റ് കിട്ടി. അപ്പം അന്ന് ഞാൻ മനസ്സിലാക്കി, കാരണം ആ കുട്ടിക്ക് അത്രയ്ക്കും ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഈ ടൈമിങ് എന്നെല്ലാം പറഞ്ഞ ഒരു വിഷയമായിട്ട് വെക്കേണ്ട സംഭവമൊന്നുമല്ല. ഇനി ഈ ക്വസ്റ്റ്യൻസ്, പണ്ടൊക്കെ നമുക്ക് ചോയ്സ് ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ചോയ്സ് ഇല്ല. 50 questions all are compulsory. 100 marks 2 marks ആണ്. 100 questions all are compulsory 200 marks. Then ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ വെറുതെ പറയേണ്ട ആവശ്യമില്ല. സെർച്ചിങ് സോഴ്സിൽ കിട്ടുന്നതുമാണ്. എന്തിനാ ഞാൻ പറയേണ്ട ആവശ്യം? ഇത് നമ്മളെ സെറ്റ് എക്സാമും കൂടി എഴുതണം കേട്ടോ. ഇവിടെ എല്ലാ കുട്ടികളും നെറ്റ് മാത്രം കേരള സെറ്റും കൂടി എഴുതണം. 2 നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. കേരള സെറ്റ് നിങ്ങൾക്ക് ഫൈനൽ ഇയർ ലാസ്റ്റ് സെം എഴുതുന്ന സമയത്ത് എഴുതാം, 6 മാസത്തിനുള്ള റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്താൽ മതി. നെറ്റ് നിങ്ങൾ ഫസ്റ്റ് സെം എഴുതുമ്പോൾ തന്നെ നെറ്റ് എഴുതുന്നുണ്ട്. ഫസ്റ്റ് സെമ്മിൽ തന്നെ നെറ്റ് കിട്ടിയ എത്രയോ കുട്ടികൾ നമ്മളെ കോളേജിലുണ്ട്. അപ്പൊ അവരെ PG പരീക്ഷ എഴുതുന്നതിന് മുമ്പേ നെറ്റ് കിട്ടിയ കുട്ടികളൊക്കെ ഉണ്ട് ഫസ്റ്റ് സെമ്മില്. ഓക്കെ, ആ നെറ്റ് ഫസ്റ്റ് സെം കഴിഞ്ഞ ഉടനെ എഴുതാം, ഫസ്റ്റ് സെമ്മിൽ എഴുതാം, അല്ലെങ്കിൽ കുറച്ചും കൂടി നോളജ് ഒരു ബേസ് ആക്കിയിട്ട് തേർഡ് സെം മുതൽ എഴുതുന്ന കുറച്ചും കൂടി നിങ്ങൾക്ക് കിട്ടാൻ എളുപ്പമാണ്. പക്ഷെ അതിനു മുമ്പേ നിങ്ങൾക്ക് എക്സാം പരിചയപ്പെടാൻ വേണ്ടി പറ്റും. ഇത് കേരള സെറ്റ് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് ഫസ്റ്റ് പേപ്പർ ആണ്. ഫസ്റ്റ് പേപ്പർ ജനറൽ നോളജ് 60, ആപ്റ്റിറ്റ്യൂഡ് ടീച്ച് പാർട്ട് ബിയിൽ 60, അങ്ങനെ 120 ക്വസ്റ്റ്യൻസ്. സെക്കൻഡ് പേപ്പർ ഫുള്ളി സബ്ജക്റ്റ് ആണ്, 120 ക്വസ്റ്റ്യൻസ്. ദെൻ ഇതൊക്കെ നമുക്ക് അറിയാം, ബട്ട് വി ആർ ഇൻ ദ ജംഗ്ഷൻ. ഹൗ ടു പ്രിപ്പയർ, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എന്താണ് പ്രിപ്പറേഷന്റെ രീതി? ദയവ് ചെയ്ത് എല്ലാവരും ഒരു പേപ്പറും പെന്നും ഒരു പുസ്തകവും ഒന്ന് എടുത്തു വെക്കുക. പ്രിയപ്പെട്ട കുട്ടികളെ കേൾക്കുന്നുണ്ടോ? കുട്ടികളെല്ലാരും പറയും എന്തെങ്കിലും മാറ്റം വരുത്തണോ പറയുന്നതിലല്ലോ? ഓക്കെ, പിന്നെ ഒന്ന് എല്ലാവരും പെന്നും പേപ്പറും എടുത്ത് വെച്ചോളൂ. ഓക്കെ, സോ ഈ പ്രിപ്പറേഷനെ ഞാൻ ഇട്ട പേരാണ് സാനിറ്റൈസർ. നിങ്ങൾക്ക് പെട്ടെന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് എന്റേതായ ഒരു രീതിയിലാണ് ഞാൻ പറഞ്ഞു വരുന്നത്. വെദർ യു ഹാവ് ടു ആക്സെപ്റ്റ് ഓർ നോട്ട്, സാനിറ്റൈസർ, SANITIZER. ഈ പറയുന്ന വാക്കുകളുടെ ഓരോ അക്ഷരവും നമ്മുടെ ഓരോ പ്രിപ്പറേഷൻ നമ്മൾ ചെയ്യേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റാർട്ട് ടു ചേഞ്ച് യുവർ പാറ്റേൺ ഓഫ് സ്റ്റഡി. നിങ്ങളുടെ പാറ്റേൺ ഓഫ് സ്റ്റഡി മാറ്റുക. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമുക്ക് പറയാം, മെഷീനറി എന്ന് പറഞ്ഞാൽ ഏത് അസറ്റാണ്? പറയൂ, മെഷീനറി എന്ന് പറഞ്ഞാൽ എന്ത് അസറ്റാണ്? ഒരാള് ഫിക്സഡ് അസറ്റ് ആണ്. മെഷീനറി ഫിക്സഡ് അസറ്റ്. ഇനി ഞാൻ ചോദിക്കട്ടെ, എ മെഷീനറി ഓർ an equipment which is sold by an agricultural entrepreneur or agri firm or agricultural machinery shops, അവരെ സംബന്ധിച്ചിടത്തോളം ട്രാക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് അസറ്റ് ആണ്. എന്നാൽ ട്രാക്ടർ വിൽക്കുന്ന ഷോപ്പിനെ സംബന്ധിച്ചിടത്തോളം ട്രാക്ടർ എന്താണ്? ഗുഡ്സ് ആണ്. ഒരു ഫാൻസി കടയിൽ ഒരു ചെരുപ്പ് വിൽക്കുന്ന അതേ അവസ്ഥയാണ് ട്രാക്ടർ സെല്ല് ചെയ്യുന്ന ഷോപ്പിൽ, അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ഷോപ്പിൽ അവിടുത്തെ വെഹിക്കിൾ എന്ന് പറയുന്നത് ഗുഡ്സ് ആണ്. സോ അങ്ങനെ വരുമ്പോ അവരെ സംബന്ധിച്ചിടത്തോളം മെഷീനറി എന്താണ്? അവരെ സംബന്ധിച്ചിടത്തോളം ആ ട്രാക്ടർ അല്ലെങ്കിൽ മോട്ടോർ വാൻ എന്തായിരിക്കും? ഓട്ടോമൊബൈൽ ഷോപ്പിനെ സംബന്ധിച്ചിടത്തോളം കറണ്ട് അസറ്റ് ആയിരിക്കും. കറണ്ട് അസറ്റ് ആയിരിക്കും. ഇത് ഞാൻ പറയട്ടെ. അപ്പൊ അതുകൊണ്ട് ഇത് നമ്മളൊരു പാറ്റേൺ ഓഫ് സ്റ്റഡി ഉണ്ട്. നമ്മളെ പാറ്റേൺ ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത്, നമ്മൾ എന്ത് വായിച്ചു കഴിഞ്ഞാലും ആ വായിക്കുന്ന സമയത്ത് തന്നെ അതിനൊരു മനസ്സിലൊന്ന് ജസ്റ്റ് ക്രിട്ടിക്കൽ ആയിട്ട് ഒന്ന് അനലൈസ്. ഇപ്പൊ പ്രൊഡക്റ്റ് ഡിലൈറ്റ്, കൺസ്യൂമർ ഡിലൈറ്റ്, അതാണ് ടേം, കൺസ്യൂമർ ഡിലൈറ്റ്.
കൺസ്യൂമർ ഡിലൈറ്റ് ആകുക എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ഹാപ്പി ആകുക. കൺസ്യൂമർ എക്സ്ട്രീം ഒരു പ്രൊഡക്റ്റിന്റെ ഫീച്ചേഴ്സിനെ കൊണ്ട് കൺസ്യൂമർ എക്സ്ട്രീം ഹാപ്പി ആകുക. വീണ്ടും അവിടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു എക്സ്ട്രീം ഹാപ്പി ആയ കൺസ്യൂമർ വി കോൾ ഇറ്റ് എസ് ഡിലൈറ്റഡ് കൺസ്യൂമർ ഓർ ഡിലൈറ്റഡ് കസ്റ്റമർ. ഈ ഡിലൈറ്റഡ് കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സർപ്ലസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കൺസ്യൂമർ സർപ്ലസ് എന്തായിരിക്കും? അയാൾ ഹാപ്പിയാണ്. അയാളുടെ സർപ്ലസ് എന്ന് പറയുന്നത് ഹൈലി പോസിറ്റീവ് ആയിരിക്കും. നമ്മളപ്പോൾ സർപ്ലസ് അവിടെ ലിങ്ക് ചെയ്യുന്നില്ല. ഇനി HRA, ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്, ഒരു ചോദ്യം. ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് രണ്ട് സ്ഥലത്തുണ്ട്. ഒന്ന് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് നമ്മൾ അക്കൗണ്ടൻസിൽ പഠിക്കുന്നുണ്ട്. ഇതേ HRA നമ്മൾ HRM പഠിക്കുന്നുണ്ട്. HRM എവിടെയാണ് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് പഠിക്കുന്നത് പറയാൻ പറ്റും ആർക്കെങ്കിലും? HRM എവിടെയാണ് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്? പറയൂ സർ. മെത്തേഡ്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ. മോഡേൺ മെത്തേഡ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് പറയുന്നുണ്ട്. വെരി ഗുഡ്, നന്നായി നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അത് ശരിയാണ്, നമ്മൾക്ക് നോക്കുന്ന കാര്യം. പക്ഷേ അവിടെ നമ്മൾ HRA പഠിക്കുമ്പോൾ അതൊരു മാനേജ്മെന്റ് സ്റ്റൈലിൽ പഠിക്കുന്നു. ഇവിടെ പഠിക്കുമ്പോൾ നമ്മൾ ഇവിടെ ശരിക്കും HRA എന്ന് പറയുന്ന ഒന്നുമില്ല. ഒരു എംപ്ലോയിക്ക് വേണ്ടി വരുന്ന ചിലവ്, കോസ്റ്റ് ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ്, ആൻഡ് അത് വൺ സൈഡ് ഈസ് ടേക്കൺ, ക്വാളിറ്റീസ് ഡെബിറ്റ് സൈഡിൽ എടുക്കുന്നു. അതിന്റെ കോൺട്രിബ്യൂഷൻ ക്രെഡിറ്റ് സൈഡിൽ എടുക്കുന്നു. ഡിഫറൻസ് ചെയ്യുന്നു. ഞാൻ ചോദിക്കട്ടെ, എന്നെ നെഹ്റു കോളേജിൽ അപ്പോയിന്റ് ചെയ്യുമ്പോൾ എന്റെ കോളേജിന് വന്ന ചിലവ് എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കാം. റിക്രൂട്ട്മെന്റ് കോസ്റ്റ് ഒക്കെ കൂടുമ്പോൾ, കാരണം വലിയ റിക്രൂട്ട്മെന്റ് ഡ്രൈവിലൂടെയൊക്കെ PSC 3 ആളെ അപ്പോയിന്റ് ചെയ്യുന്ന വിചാരിക്കുക. PSC ഇത്രയും ആൾക്കാർക്ക് മൂന്ന് ഡിവിഷണൽ അക്കൗണ്ടിനെ എടുക്കാൻ കേരളത്തിൽ മൊത്തം എക്സാം നടത്തുമ്പോൾ PSCക്ക് ഏകദേശം 10-25 ലക്ഷം ചെലവാകുന്നു. ആകെ 3 പേരെ എടുക്കുന്നു. അപ്പൊ ഒരാൾക്ക് ഏകദേശം 8 ലക്ഷം സംതിങ് ഒരാളുടെ റിക്രൂട്ട്മെന്റ് കോസ്റ്റ് ആണ്, എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. അയാളിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്ടിവിറ്റി നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കൊടുക്കുന്നു, ഡിഫറൻസ് എടുക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പ്രശ്നമില്ല. അതിനി ഇവിടെ ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്ങിൽ എങ്ങനെയാണ്, സോറി HRM അത് എങ്ങനെയാണ് വരിക? HRM ഇതാണ്, അവന്റെ കോൺട്രിബ്യൂഷൻ കൂടുതലും അവന്റെ കോസ്റ്റ് ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് കുറവാണെങ്കിൽ തീർച്ചയായിട്ടും ഹി ഈസ് എ വാല്യുബിൾ എംപ്ലോയി, ഹി ഈസ് എ ഹൈലി പെർഫോമിംഗ് എംപ്ലോയി, ഹി ഈസ് ഹൈലി റേറ്റഡ്. പക്ഷെ നമ്മൾ മാനേജ്മെന്റിൽ HRA പഠിക്കുമ്പോൾ ഒരു സ്റ്റൈലും, അക്കൗണ്ടൻസിൽ HRA പഠിക്കുമ്പോൾ വേറൊരു സ്റ്റൈലും പഠിക്കുന്നത് കൊണ്ട് നമ്മളെ പാറ്റേൺ ഓഫ് സ്റ്റഡിയിൽ മാറ്റാത്തത് കൊണ്ട് ഒരു വലിയ വിഷമമുണ്ട്. ഏത് പഠിക്കുമ്പോഴും കൊമേഴ്സിൽ നിങ്ങൾ 26ഓളം സബ്ജക്റ്റുകൾ നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ മീൻസ് എല്ലാം റിപ്പീറ്റേറ്റീവ് തന്നെയാണ്. നിങ്ങൾ +1 മുതൽ MCOM സെക്കൻഡ് ഇയർ വരെ പഠിക്കുന്നുവെങ്കിൽ അക്കൗണ്ടൻസിനെ നിങ്ങൾ ഒരു യൂണിറ്റ് ആയിട്ട് വെക്കുക. അക്കൗണ്ടൻസിനെ എങ്ങനെ ഒരു യൂണിറ്റ് ആയിട്ട് വെക്കുക? +1ന്റെ ഒന്നാമത്തെ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് തൊട്ട് +2 അക്കൗണ്ടിങ്ങിന്റെ ചാപ്റ്റേഴ്സ് എല്ലാം കൂട്ടുക. BCom ഫസ്റ്റ് ഇയറിൽ റിപ്പീറ്റേറ്റീവ് വരുന്ന ഒഴിവാക്കുക, പുതിയതായിട്ടുള്ളത് ആഡ് ചെയ്യുക. സെക്കൻഡ് ഇയറിൽ എന്തെങ്കിലും റിപ്പീറ്റേറ്റീവ് ഉണ്ടെങ്കിൽ അത് വെക്കുക. പിന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലേക്ക് മാറുമ്പോൾ ആ രീതിയിലേക്ക് അതിനെ കൊണ്ടുപോവുക. സോറി, അഡ്വാൻസ്ഡ് അക്കൗണ്ടിലേക്ക് മാറുമ്പോൾ അങ്ങനെ ആ രീതിയിൽ കൊണ്ടുപോവുക. അങ്ങനെ അവസാനം അക്കൗണ്ടിങ് നമ്മൾ അഡ്വാൻസ്ഡ് ബിസിനസ് അക്കൗണ്ടിങ് ഒക്കെ കൂടിയിട്ട് അക്കൗണ്ടൻസി എനിക്ക് 30 ചാപ്റ്റർ ആണ് എന്ന് പഠിക്കുക. അക്കൗണ്ടൻസിയെ ഒരു യൂണിറ്റ് ആയിട്ട് വെക്കുക. അക്കൗണ്ടൻസി എന്ന് പറയുന്നത് ഒരു സബ്ജക്ട്, അത് നമ്മൾ പഠിക്കുന്നത് എങ്ങനെ? +1 അക്കൗണ്ടൻസി, +2 അക്കൗണ്ടൻസി, പിന്നെ ഇത് എന്താണ് BComന്റെ അക്കൗണ്ടൻസി. ഇത് 4 സ്ഥലത്ത് ഷെൽഫിൽ എവിടെയെല്ലോ ഉണ്ടാവും, ബുക്കും നോട്ട്സും ഒക്കെ എവിടെയൊക്കെ ഉണ്ടാവും. അവസാനം ഇതൊന്നും കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റില്ല. പക്ഷെ അതേ സമയത്ത് ഇവിടെ എല്ലാം ഒരു യൂണിറ്റ് ആയിട്ട്, ഓരോ യൂണിറ്റ് ആയിട്ട് ഇങ്ങനെ ക്രമീകരിച്ച് വെച്ചിട്ട്, ഞാൻ അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാൽ എന്റെ ഒന്നാമത്തെ ചാപ്റ്റർ, എനിക്ക് MCom അക്കൗണ്ടിങ് ഇല്ല, എനിക്ക് BCom അക്കൗണ്ടിങ് ഇല്ല, എനിക്ക് അക്കൗണ്ടൻസി പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ. അങ്ങനെ ചാപ്റ്റേഴ്സിന് അറേഞ്ച് ചെയ്യുക. അതായത് നിങ്ങളുടെ നെറ്റിനോ സെറ്റിനോ കോമ്പറ്റീഷൻ എക്സാമിനേഷൻ, അക്കൗണ്ടൻസി വളരെ പ്രധാനപ്പെട്ടതാണ്. കോമ്പറ്റേറ്റീവ് എക്സാം, പ്രത്യേകിച്ച് നെറ്റ് സെറ്റിനേക്കാൾ ഉപരി കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത് ഇപ്പൊ കോർപ്പറേഷന്റെ പരീക്ഷ ചെയ്യുന്ന കുട്ടികളും
അതേപോലെ തന്നെ ഈ ഡിവിഷണൽ അക്കൗണ്ടന്റ്, ടാക്സ് ഓഫീസറിലൊക്കെ അക്കൗണ്ടൻസി നന്നായിട്ട് ചോദിക്കുന്നതാണ്. അപ്പൊ അക്കൗണ്ടൻസി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻ, ആ ടെക്സ്റ്റ് നിങ്ങൾ ആ നോട്ട് നിങ്ങൾ എടുത്ത് നോക്കിയാൽ അതിൽ ഈ പറയുന്ന +1 to MCOM ലാസ്റ്റ് വരെയുള്ള അക്കൗണ്ടൻസി ഇങ്ങനെ കൃത്യമായി അറേഞ്ച് ചെയ്യണം പ്രിയപ്പെട്ട കുട്ടികളെ. ആ രീതിയിലുള്ള ഒരു പാറ്റേൺ ഓഫ് സ്റ്റഡി മാറ്റുക. ഞാൻ വീണ്ടും പറയട്ടെ, ഇത് വലിയ പുതിയ കാര്യമൊന്നുമല്ല. ഇത് നിങ്ങളെ ടീച്ചേഴ്സ് ഒക്കെ പറഞ്ഞു തരുന്ന തന്നെയാണ്. പക്ഷെ ഇതിനാ നമ്മൾ പറയുമ്പം കേൾക്കുമ്പം കേട്ടിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞാണെങ്കിൽ 11-12 കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതും വിടുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നേ മാത്രമേ ഉള്ളൂ. ദെൻ അറേഞ്ച് ബുക്സ് ആൻഡ് നോട്ട്സ് ഒന്നൊരു സിമ്പിൾ കാര്യം. നിങ്ങൾക്ക് വേണ്ടുന്ന ബുക്കുകളും നോട്ട്സുകളൊക്കെ മാക്സിമം നിങ്ങളിപ്പോ നോക്കുക. ഞാൻ എന്തുകൊണ്ട് ഞാൻ സാധാരണ ക്ലാസ് എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കും. ഞാൻ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാതിരുന്നത് തന്നെയാണ്. സത്യം പറയാലോ, എന്റെ കഥ ഞാൻ പിന്നെ നിങ്ങൾക്ക് പറയാം. എന്റെ നെറ്റ് കിട്ടിയ കഥകൾ എനിക്ക് നിങ്ങളോട് പറയുന്നതിന് ഒരു വിഷമവും ഇല്ല. പക്ഷേ അതിലേക്കാളേറെ ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ ബുക്കുകളും, സ്പൈറൽ ബുക്കുകളും ഇതൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇത് സാധാരണ ഏത് അധ്യാപകന്റെ അടുത്തും വലിയ ലൈബ്രറി ഒക്കെ ഉണ്ടാവും, അതിലൊരു സംശയം വേണ്ട. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് നെറ്റിന്റെയും സെറ്റിന്റെയും മാത്രം മെറ്റീരിയൽ ആണ്. കാരണം കിട്ടാവുന്ന, ഞാൻ പഠിച്ച +2 കുട്ടികളുടെ അടുത്ത് വരെ അവരുടെ കയ്യിൽ നല്ല PDF ഉണ്ടെങ്കിൽ ഞാൻ കോപ്പി ചെയ്ത് അവരോട് ചോദിച്ച് പ്രിന്റ് എടുത്ത് വാങ്ങി വെച്ച മെറ്റീരിയൽസ് ആണ്. പക്ഷെ ഇതിനെ കൊണ്ട് എനിക്ക് വലിയ ഗുണം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ നെറ്റ് പഠിച്ചു കയറി, എന്റെ വൈഫ് JRF കിട്ടിപ്പോയി. പിന്നെ എന്റെ കോളേജിലത്തെ ഏകദേശം പകുതിക്ക് മുകളിലും 60% അലുമിനീസ് നെറ്റ് കിട്ടിയിട്ട് കുട്ടികൾ പോയി. വൈഫ് ഇപ്പം PSC കൊമേഴ്സ് PSCയിൽ സ്റ്റേറ്റ് വൈഡ് ടോപ്പ് റാങ്കിങ്ങിൽ വന്നു. അപ്പൊ ഗുണമുണ്ടായിരുന്നു. അപ്പൊ നമ്മൾക്ക് ഈ ബുക്സ് ആൻഡ് നോട്ട്സ് അറേഞ്ച് ചെയ്ത വലിയ തെറ്റൊന്നുമില്ല. പറയുമ്പോഴേ നമുക്ക് കേൾക്കും ഇതൊക്കെ നമ്മളോട് പറയണോ, വേണം, പറയണം. കാരണം നിങ്ങൾക്കിപ്പോ +2ന്റെ അക്കൗണ്ടൻസി ഞാൻ ജേർണലും സബ് ഡിവിഷൻ ഓഫ് ജേർണലും ഒക്കെ നോക്കുമ്പോൾ നിങ്ങളെ കയ്യിൽ കിട്ടില്ല. പക്ഷെ അടുത്തുള്ള ഏച്ചിയുടെ മോള് വന്നിട്ട് ഏച്ചി ഈ കോൺട്രാ എൻട്രി ഇതെന്താ ചേച്ചി ഇങ്ങനെ കോൺട്രാ എൻട്രി ആന്ന് പറയുമ്പോ നോക്കിട്ട് നിന്റെ ബുക്കുണ്ടോ, ബുക്ക് നോക്കൂ. എന്തോ അതേ ബുക്ക് നിങ്ങൾ പഠിച്ചതല്ലേ, എന്തേ അതേ ബുക്ക് വെച്ചിട്ട് നെറ്റും സെറ്റെല്ലാം എഴുതാൻ വേണ്ടി ഇങ്ങനെ ഇപ്പൊ ഇതുപോലത്തെ സെമിനാറിലും വന്നിരിക്കുന്നവരല്ലേ. അപ്പൊ എന്തേ അതൊന്നും അറേഞ്ച് ചെയ്ത് വെക്കാൻ എന്നുള്ള ഒരു ചോദ്യം വെക്കാത്തവരോട്. പിന്നെ നോട്ട് ബുക്ക് റീഡിങ്, ഒരിക്കൽ നോട്ട് ബുക്ക് മാത്രം വായിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഈ അസേർട്ടീവ് അനാലിറ്റിക്കൽ ടൈപ്പിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നില്ല കുട്ടികളെ. ദയവ് എഴുതും സേനോ. പക്ഷെ നോട്ട് ബുക്ക് വേണം. എങ്ങനെ? ഈ ടെക്സ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ ഉണ്ടാക്കിയ ബ്രീഫ് നോട്ട് ബുക്ക് അത് കൂടുതൽ വായിക്കുക. അപ്പൊ വലിയ നല്ല ഓതേഴ്സിന്റെ ഒക്കെ ബുക്കുകളും അതൊക്കെ ഞാൻ പിന്നീട് മെറ്റീരിയൽസ് ഒക്കെ സ്വരൂപ ടീച്ചർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം കുറച്ചൊക്കെ. ദെൻ ഇൻസ്പയർസ് യുവർസെൽഫ് ടു മേക്ക് എ മാർക്ക്. ആദ്യമല്ലേ ഈ പഠിച്ചത് കൊണ്ടെല്ലാം വെറുതെ ഒരു എക്സാമ്പിൾ. ഇപ്പൊ നമ്മൾ എന്താണ്, പല കുട്ടികളും വെറുതെ ഒരു ഉദാഹരണങ്ങളായിട്ട് മാറിയിരിക്കുകയാണ് കുട്ടികൾ ചെയ്തിരിക്കുന്നത്. വെറും ഉദാഹരണങ്ങൾ. എങ്ങനെ അറിയാം? ഞാൻ കൊമേഴ്സിന് പഠിക്കുന്നു, നീ വേറൊന്നും പണിയില്ല, എനിക്ക് നീ അവിടെ നിന്ന ഇപ്പൊ അത് അവള് പഠിച്ചിട്ട് ഇപ്പൊ എന്തായി? ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം തോന്നില്ല, ഇപ്പൊ ബിക്കോസ് നിങ്ങളെല്ലാം എനിക്ക് തോന്നുന്നു എല്ലാവരും പെർസ്യൂയിങ് സ്റ്റുഡൻസ് ആണ്, MCOM പഠിക്കുന്ന കുട്ടികളാണ്. അതുകൊണ്ട് വലിയ കുറ്റങ്ങളൊന്നും വരില്ല. 1 വർഷം കഴിയട്ടെ, അച്ഛനെ ഒന്നിച്ച് കൈയും പിടിച്ച് പോകുമ്പോൾ ചോദിക്കും, മോളിപ്പോ എന്താക്കുന്നത്, ഇപ്പൊ എന്താണ് ചെയ്യുന്നത്, ഇപ്പൊ എന്താണ് ചെയ്യുന്നത്? നത്തിങ്. യു കനോട്ട് സേ നത്തിങ്. നിങ്ങൾ നിങ്ങൾക്ക് ഇത് മാത്രമേ പറയാൻ വേണ്ടി പറ്റൂ. എന്താണ് നത്തിങ്? ബട്ട് യു ഹാവ് ടു സ്റ്റഡി ടു സേ, കനോട്ട് സേ നത്തിങ്. ഒന്നുമില്ല എന്ന് പറയരുത്. കാരണം എന്താ അറിയാം, ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ എടോ അവിടെ ശരിക്കും കുറ്റപ്പെടുത്തലുകൾ കിട്ടുന്നത് നിങ്ങൾക്കല്ല, ഈ കഷ്ടപ്പെട്ട് ഇതുവരെ പഠിപ്പിച്ച ആ വീട്ടുകാർക്കാണ്. സോ ഇൻസ്പയർ യുവർസെൽഫ് ആൻഡ് മേക്ക് എ മാർക്ക്. എവിടുന്ന് കിട്ടുന്ന പീസ് ഓഫ് ഇൻഫോർമേഷൻസ് യു ഷുഡ് കളക്ട് ഇറ്റ്, ദാറ്റ് പീസ് ഓഫ് ഇൻഫോർമേഷൻ. എന്നിട്ട് തീരുമാനിക്കുക, ഞാനൊരു മാർക്ക് ചെയ്യും, ഞാനൊരു കഥ പറയാം. സ്വരൂപ ടീച്ചർ ഓക്കെ ആണോ? ടീച്ചർ കേൾക്കുന്നുണ്ടോ? ടീച്ചർ ഉണ്ട് പ്ലാറ്റ്ഫോമിൽ? ഞാൻ ഇങ്ങനെ പോയാൽ പോരാ ടീച്ചർ?
ഞാൻ കുറച്ച് ഓക്കെ ആണല്ലോ? ഓക്കെ സർ. അല്ല പിന്നെ അങ്ങനെയല്ല, കുട്ടികളുടെ ഒന്നും പ്രതികരണം എനിക്കൊന്നും കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോ പവർ പോയിന്റ് മാത്രം നോക്കിക്കൊണ്ട് പറയുകയാണ് ടീച്ചറെ. അപ്പൊ അതിന്റെ ഒരു ഇത് ഉണ്ട്. ജയസാ സാർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടപെടുക. സാർ എന്തെങ്കിലും അപ്പം ഇൻസ്പയർ നമുക്ക് ഒരു വൈകുന്നേരം ഇങ്ങനെ കടപ്പുറത്തോടു കൂടി ഒരു കൂട്ട ആമക്കുഞ്ഞുങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കേട്ടവരുണ്ടാവും, ഒരു ആമക്കുഞ്ഞ് കുറെ ഫ്രണ്ടിലേക്ക് നടന്നു, കുസൃതിക്കുട്ടനായിരുന്നു. പെട്ടെന്ന് ആ കുസൃതി കുഞ്ഞായ ആമക്കുട്ടന മറ്റുള്ള കൂട്ടത്തിൽ നിന്നും മാറി അതിനെ തിരിഞ്ഞു നോക്കിയ ബാക്കിൽ വരുന്നവരെ കാണുന്നില്ല. പെട്ടെന്ന് തന്നെ അതിന്റെ കഴുത്തിനൊരു കുറുക്കൻ പിടിച്ചു. അപ്പൊ ആ ആമക്കുട്ടൻ ഇങ്ങനെ നിസ്സഹായനോട് കുറുക്കനെ നോക്കിയിട്ട് പറഞ്ഞു, എന്നെ നീ ഭക്ഷിച്ചോളൂ, പക്ഷെ എനിക്കൊരു 2 മിനിറ്റ് സമയം തരണം. 2 മിനിറ്റ് സമയം. ഇപ്പൊ കുറുക്കൻ പറഞ്ഞു, ഇതെല്ലാം നിന്റെ കെണി, നിന്റെ എന്താ തന്ത്രമാണ്, അതുകൊണ്ട് നീ അതൊന്നും വേണ്ട, ഞാൻ നിന്നെ ഒന്നും വിടുന്നില്ല. ഇപ്പൊ പറഞ്ഞാൽ നിനക്ക് എന്നെ ഉറപ്പായും വിശ്വസിക്കാം. 2 മിനിറ്റ് സമയം തന്ന് ഞാൻ വീണ്ടും കഴുത്ത് നിനക്ക് നീട്ടിത്തരും. അപ്പം കുറുക്കൻ പിന്നെ ദയ തോന്നിയിട്ട് 2 മിനിറ്റ് അല്ലേ ചോദിച്ചു. അതിന്റെ ഒരു സന്നാഹത്ര കുറുക്കൻ കാലൊക്കെ അകത്തി വെച്ചിട്ട് അവിടെ വിട്ടു 2 മിനിറ്റ്. ഈ 2 മിനിറ്റ് വിട്ട ആമക്കുഞ്ഞ് എന്താ ചെയ്തതറിയാം? വെറുതെ അവിടെ ഇങ്ങനെ നൃത്തം ചെയ്തിട്ട് അവിടുത്തെ മണലൊക്കെ ഇങ്ങനെ തോടൊക്കെ കൊണ്ട് അവിടുത്തെ മണലൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചതറിച്ചു. അപ്പോഴ് കുറുക്കൻ ചോദിച്ചു, ഇതിനു വേണ്ടിയിട്ട് മാത്രമാണോ നിനക്ക് 2 മിനിറ്റ് സമയം നീ ചോദിച്ചത്? അപ്പോഴാണ് ആമക്കുട്ടൻ പറയുന്നത്, അതെ. എന്തിനു വേണ്ടിയിട്ടാണ് നീ മണല് ചതറിച്ചത്? ആദ്യ സമയത്ത് നീ എന്റെ കഴുത്തിന് പിടിച്ച് നീ എന്നെ ഭക്ഷണമാക്കിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ എന്റെ പിറകെ വരുന്ന എന്റെ വിഭാഗത്തിൽ വരുന്ന കൂട്ടർക്ക് ഞാൻ ഒരു ഭീരുവായി അറിയപ്പെടുമായിരുന്നു. വെറുതെ ഒരു മാർക്കും ഇവിടെ ആക്കാതെ തല നീട്ടി തന്ന ഒരു ഭീരു. ഇപ്പോഴവർക്ക് മനസ്സിലാകും, മരിക്കുമ്പോൾ പോലും അവൻ ഇവിടെ മണ്ണിൽ മാർക്ക് ചെയ്ത് പൊരുതിക്കൊണ്ട് അവൻ്റെതായ അടയാളപ്പെടുത്തുകൾ നടത്തിക്കൊണ്ടാണ് മരിച്ചതെന്ന്. അതാണ് അവർക്ക് കൊടുക്കാനുള്ള ഒരു സന്ദേശം എനിക്ക്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, എംകോം ഇങ്ങനെ പഠിച്ച് പോകുമ്പോൾ നിങ്ങളുടെ നിങ്ങൾ അനിയത്തിമാരും അനിയന്മാരൊക്കെ പിറകിൽ വരുന്നുണ്ട്. നിങ്ങൾ വലിയൊരു സബ്ജക്റ്റ് ആണ്. നിങ്ങൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉപകാരമുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഗുണമുള്ള ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു സബ്ജക്റ്റിന്റെ വക്താവായിട്ടാണ് നിങ്ങൾ പോകുന്നത്. പക്ഷേ പറയിപ്പിക്കരുത്. ഇത് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. പഠിച്ചവരെല്ലാം ഇപ്പൊ എന്തായി? There's no mark of theirs here. ആ ഒരു പറയിപ്പിക്കരുത്. Have to mark yourself. Then ടൈം ഫ്രെയിം, കൃത്യമായ ഒരു സമയക്രമം നമുക്ക് ആവശ്യമാണ്. ആ സമയക്രമം ഉണ്ടെങ്കിൽ മാത്രമേ പഠിത്തം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുകയുള്ളൂ. ഞാൻ പറയട്ടെ, എന്റെ കാഴ്ചപ്പാടിൽ ഒരു മിനിമം 5 hours പഠിച്ചു കഴിഞ്ഞാൽ ഈ എല്ലാം നിങ്ങൾക്ക് 5 hours പറഞ്ഞാൽ എന്താ പറയാ, പിന്നെ നിങ്ങൾ സമയമൊക്കെ വീട്ടിലെ പണിയൊന്നും കളഞ്ഞിട്ടൊന്നും പഠിക്കുകയും വേണ്ട. ഞാൻ പറയുന്ന സമയം എന്ന് പറഞ്ഞാൽ രാവിലെ ശരിക്കും ഒരു 4 മണി മുതൽ ഒരു 6:30 വരെ 2.5 മണിക്കൂർ, രാത്രി ഒന്നുകിൽ 8 മണി മുതൽ 10:30 വരെ, അല്ലെങ്കിൽ അത് നിങ്ങൾക്കറിയുന്ന ഒരു 2.5 മണിക്കൂർ. ഞാൻ ടൈമൊന്നും ഞാൻ പറഞ്ഞിരുന്നില്ല. പക്ഷെ രാവിലെ ഒരു 2.5 മണിക്കൂർ, 4 to 6:30 വരെ പഠിക്കുക. 2:30 രാത്രി 2:30, അങ്ങനെ 5 മണിക്കൂർ. ഇതൊക്കെ ഞാൻ കുട്ടികളോട് പറഞ്ഞ് വിജയിച്ചു എന്ന ധൈര്യത്തോടു കൂടിയാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പാർട്ടിസിപ്പൻസോട് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത്, ഇവിടെയുള്ള കുട്ടികളോട് പറയുന്നത്. സോ ഒരു 2:30 അങ്ങനെ ഒരു 5 hours കഷ്ടപ്പെട്ട് പഠിക്കുക. പഠിക്കുമ്പോൾ ഓർക്കുക, ആ 5 hours മാത്രമേ നിങ്ങൾക്ക് ലഭ്യമാകുന്നുള്ളൂ എന്നത്. ടൈം മാനേജ്മെന്റിന് ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാല്, നമുക്ക് ധാരാളം ടൈം ഉണ്ട്. 24 hours എന്നാണ് 2.5 മണിക്കൂർ. നമുക്ക് വേറെ ഒന്നും പണിയൊന്നുമില്ല എങ്കിൽ നമുക്ക് ആ 2.5 മണിക്കൂർ കിട്ടിയിട്ടും കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ എല്ലാ എൻഗേജ്മെന്റും ചെയ്യണം. നിങ്ങൾ നിങ്ങളുടെ സബ്ജക്റ്റിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പഠിക്കേണ്ട എംകോം നിങ്ങൾ പഠിക്കേണ്ട ആ സബ്ജക്ട് പഠിക്കുമ്പോൾ ഓർക്കുക, നിങ്ങൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എടുത്ത് പഠിക്കുന്നുണ്ടെങ്കിൽ നോക്കുക, FM എന്ന് പറയുന്നത് എനിക്ക് നെറ്റിന്റെയും കൂടി സബ്ജക്റ്റ് ആണ്. FM എന്ന് പറയുന്നത് എനിക്ക് നെറ്റിന്റെ സബ്ജക്റ്റ് ആണ്. ബിസിനസ് എക്കണോമിക്സ് എന്റെ നെറ്റിന്റെ സബ്ജക്റ്റ് ആണ്.
ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്റെ നെറ്റിന്റെ സബ്ജക്റ്റ് ആണ്. ബിസിനസ് ഫിനാൻസ് മാനേജ്മെന്റ് എന്റെ നെറ്റ് സബ്ജക്റ്റ് ആണ്. മാർക്കറ്റിംഗ് മാനേജ്മെന്റ് അതെ. ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, HRM, ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇന്റർനാഷണൽ ബിസിനസ്, ഇൻകം ടാക്സ്, ഇതൊക്കെ എന്റെ നെറ്റിന്റെ പേപ്പേഴ്സ് ആണ്. അപ്പോൾ ഞാൻ പഠിക്കുന്നത് വെറും MCOM മാത്രമല്ല, നെറ്റിന്. ഇതൊക്കെ എന്റെ ജീവിതം തരുന്ന ഒരു സാധനം കൂടിയാണ്. ഇതൊക്കെ എന്റെ വീട്ടുകാർക്ക് തിരിച്ചു കൊടുക്കാനുള്ള, അവർ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം അവർക്ക് തിരിച്ചു കൊടുക്കാനുള്ള, നല്ല സ്ഥിതി, നല്ല കുടുംബത്തിനെ നല്ല സ്ഥിതിയിലേക്ക് എത്തിക്കാനുള്ള സബ്ജക്റ്റുകളാണ്. ഇതൊക്കെ നാളെ എനിക്ക് ജോലി തരുന്ന, എന്റെ കുടുംബം മൊത്തം എന്നെ സംരക്ഷിക്കുന്ന സബ്ജക്റ്റുകളാണ് ഇത് എന്ന് പറയാൻ വേണ്ടിയിട്ടും കൂടി നിങ്ങൾക്ക് പറ്റണം. അതായത് അക്കൗണ്ടൻസിയിലെ ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് അക്കൗണ്ട് പണ്ട് പഠിച്ചിട്ടാവുമ്പോൾ അത് വെറും അവിടെ പരീക്ഷ എഴുതേണ്ടതല്ല. ആ ഒരു ക്വസ്റ്റ്യൻ മതി, ആ ഒറ്റൊരു ചോദ്യം തെറ്റിയാൽ മാത്രം മതി നിങ്ങളുടെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ നിങ്ങൾക്ക് ഒരു ജോബ് ലോസ് ചെയ്യാൻ. അപ്പോൾ ഏതൊരു സബ്ജക്റ്റും എന്ത് മനോഹരമായിട്ട് നമുക്ക് അങ്ങനെ വരുമ്പോൾ എന്ത് നന്നായിട്ട് പഠിക്കാൻ പറ്റുമോ നമുക്ക് ഇങ്ങനെ. അപ്പൊ ആ നന്നായി പഠിക്കാൻ വേണ്ടി അതിന് കൃത്യമായ ഒരു ടൈം ഫ്രെയിം കൊടുക്കുക. ഒരു 5 മണിക്കൂർ ടൈം എന്ത് തന്നെയായാലും കണ്ടെത്തണം. അപ്പൊ നിങ്ങൾ പറയും സർ ഞങ്ങൾ MCOM പഠിക്കുന്നില്ലേ? എടോ നിങ്ങൾ MCOM പഠിക്കുന്നതിനല്ലേ നെറ്റിനും സെറ്റിനും കോമ്പറ്റേറ്റീവ് എക്സാമിന് എഴുതുന്നത്. ആ MCOM പഠിക്കാൻ വേണ്ടിയിട്ട് പ്യുവർ ആയിട്ട് 5 മണിക്കൂർ വായന മാത്രം കൊടുക്കൂ. വെറും നോട്ട് എടുത്ത് വായിക്കരുത്. കിട്ടാവുന്ന ടെക്സ്റ്റ്, അതിന്റെ ഓതേഴ്സിന്റെ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റുകൾ മാത്രം എടുത്ത് വായിക്കുക. വായിച്ചിട്ട് നല്ല നോട്ട്സ് ഉണ്ടാക്കുക. ഇതൊക്കെ പറയേണ്ട പ്രായമല്ല എന്ന് തോന്നുന്നതുകൊണ്ട് ഞാൻ അത് കൂടുതൽ സ്ട്രെസ് ചെയ്യാത്തത്. ദെൻ ഇനീഷ്യേഷൻ ഫോർ എ ഹെൽത്തി കോമ്പറ്റീഷൻ. നല്ല കോമ്പറ്റീഷന് തയ്യാറാകുക. ഫ്രണ്ട്സുമായിട്ടൊക്കെ അവർക്ക് കിട്ടുമ്പോൾ തന്നെ എനിക്കും കിട്ടണം, എനിക്കും ഇന്ന ജോലി തന്നെ കിട്ടണം എന്നുള്ള ഒരു കോമ്പറ്റീഷനൊക്കെ നല്ല സീൽ, നല്ല എന്തൂസിയാസം, നല്ല എനർജി ഉണ്ടാക്കുക. ദെൻ അതേപോലെ തന്നെ റിസോഴ്സ് ഷുഡ് ബി അറേഞ്ച്ഡ് ഇൻ എ ഡിഫൈൻഡ് മാനർ. ഒരു കൂടി പറയാനുണ്ട്, അത് ഞാൻ എഴുതാൻ വിട്ടതാണ്, ഞാൻ മനഃപൂർവ്വം മറന്നാണ്, ഞാൻ അത് പറയാം. റിസോഴ്സ് ഷുഡ് ബി അറേഞ്ച്ഡ് ഇൻ എ ഡിഫൈൻഡ് മാനർ. ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടന്റ്. ദിസ് ഈസ് വെരി, ഈ ഡിഫൈൻഡ് മാനർ എന്ന് പറഞ്ഞാൽ അത് നിർവചിക്കും കൃത്യമായ രീതിയിൽ തന്നെ, ഒരു ഡിഫൈൻഡ് രീതിയിൽ, ഡിഫൈൻഡ് ആൻഡ് റിഫൈൻഡ് മാനർ എന്ന് പറയാം. നമുക്ക് ഇഷ്ടം പോലെ ബുക്കുകളും അല്ലെങ്കിൽ കുറെ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാവും, പക്ഷെ ഒന്നിനുമായിട്ട് ബന്ധമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു അക്കൗണ്ടൻസി എന്ന് പറയുന്നത് +1 അക്കൗണ്ടൻസി ടു MCOM ലാസ്റ്റ്, അതായത് വോയേജ് അക്കൗണ്ട്, പിന്നെ അതുപോലെ തന്നെ എന്താണ് ഇൻഫ്ലേഷൻ അക്കൗണ്ട്, അവിടെ വരെ അക്കൗണ്ടിങ് വരെ വരണം. അങ്ങനെ വരുമ്പോഴേ ഇവിടെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ പഠിക്കുമ്പോൾ ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ്ങിനെ കുറിച്ചിട്ട് അവിടെ വരും. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് എന്ന് നമുക്ക് ലിങ്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവയെല്ലാം ഷോർട്ട് സർക്യൂട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട് ചെയ്തിട്ട് വെച്ചിരിക്കുന്ന ഒരു ബോർഡാണ്. അപ്പോഴേ നിങ്ങൾ അക്കൗണ്ടൻസിക്ക് അതേ രീതിയിൽ തന്നെ ഡിഫൈൻ ചെയ്ത് അറേഞ്ച് ചെയ്യണം. നിങ്ങൾ ടെക്സ്റ്റ് ഇപ്പൊ എന്താണ് മാനേജ്മെന്റിന്റെ അറേഞ്ച്മെന്റ് നടത്തുമ്പോൾ നിങ്ങൾ +1 ബിസിനസ് സ്റ്റഡീസ്, +2 മാനേജ്മെന്റ്. അപ്പൊ +1 ബിസിനസ് സ്റ്റഡീസ് ഇതിൽ ഉൾക്കൊള്ളാൻ പറ്റില്ല. ഈ +1 ബിസിനസ് സ്റ്റഡീസ് നമ്മൾ ബിസിനസ് എൻവയോൺമെന്റിൽ ഉൾപ്പെടുത്തണം. അങ്ങനെ എല്ലാം നോക്കുമ്പോൾ നിങ്ങൾക്ക് 6 സബ്ജക്റ്റ് ഉണ്ടായിക്കോളും. കാരണം ഇത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന 6 സബ്ജക്ട്, ഒരു സബ്ജക്റ്റിന് 25 പാഠം ഉണ്ടാവും. അത് +1 മുതൽ MCOM ലാസ്റ്റ് വരെ ഉള്ളതാണ്. അപ്പൊ നിങ്ങൾ മാനേജ്മെന്റിന്റെ വെച്ചാൽ +2 മാനേജ്മെന്റ് മുതൽ ഇത്, അതിന് വേണമെങ്കിൽ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് അതിന്റെ കൂടെ തന്നെ ആഡ് ചെയ്ത് നോക്കുക. കാരണം അത് കുറച്ചും കൂടി എക്സിക്യൂട്ടീവ് മാനേജ്മെന്റ് അത്രയേ ഉള്ളൂ, അതുകൊണ്ട് അതിൽ തന്നെ ആഡ് ചെയ്യാൻ പറ്റും. അക്കൗണ്ടൻസിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ ശരിക്കും കോസ്റ്റിംഗ് വേറെ തന്നെ പഠിക്കണം, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും വേറെ തന്നെ പഠിക്കണം. കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങും കുറച്ച് എക്സ്ട്രയാണ്. എനിവേ ഇത് നിങ്ങൾ ഒരു കൃത്യമായി എന്താ വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ കുട്ടികളെ നെറ്റിനൊരു ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അത് അറ്റ്ലീസ്റ്റ് ഇത് എവിടുന്ന് വന്നു എന്നത് നമുക്ക് ട്രേസ് ചെയ്യാൻ വേണ്ടി പറ്റണം. അത് കൃത്യമായിട്ട് പറയണം. ഇതിപ്പോ ഇന്നലെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ EVA അനാലിസിസ്, ഇക്കണോമിക് വാല്യൂ അനാലിസിസ്, ഇത് ഇക്വിറ്റി ഷെയറിന്റെ വാല്യുവേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നതും ഇത് FM-ലാണ് വരുന്നത്, സെക്യൂരിറ്റിയിൽ ഇന്ന ടോപ്പിക്കിലാണ് വരുന്നത് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റണം. എഫിഷ്യന്റ് ഫ്രോണ്ടിയർ ഇങ്ങനെയാണ് വരുന്നത് പറയണം. അങ്ങനെ ഓരോ കാര്യം നമുക്ക് കൃത്യമായി തിരിച്ച് അറിവ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റണം. ഇപ്പൊ ABC അനാലിസിസും വെഡ് അനാലിസിസ്, VD അനാലിസിസും പാരറ്റോ ഡിസ്ട്രിബ്യൂഷനും
ഒക്കെ ഇൻവെന്ററി മാനേജ്മെന്റിൽ വരുന്ന ഇൻവെന്ററി മാനേജ്മെന്റ് ടെക്നിക് ആണെന്ന് പറയണം. ആ ഒരു രീതിയിലേക്ക് നമുക്ക് ഓരോന്നിനെയും മാറ്റി മാറ്റി നമുക്ക് നന്നായിട്ട് നമ്മളെ അനലൈസേഷൻ സ്കില്ലിലേക്ക് കൊണ്ടുവരണം. ഇപ്പൊ ഇവിടെ ഞാൻ പറയട്ടെ, നമ്മൾ നോർമൽ ലോസ് എന്ന് പറയുന്ന ഒരു സാധനം പഠിക്കുന്നുണ്ട്. നെറ്റിന് കുറച്ച് കോസ്റ്റിംഗ് കുറവാണ്, ബാക്കിയുള്ള കോമ്പറ്റീവ് എക്സാമിനേഷൻ നോർമൽ. ഞാൻ ഈ കോമ്പറ്റീവ് എക്സാമിനേഷൻ കൂടി കൂടുന്നതറിയാം. വെറും നെറ്റ് മാത്രം പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങുന്നില്ല. പകരം എന്റെ കുട്ടികളൊക്കെ എല്ലാ കുട്ടികളും കോമ്പറ്റീവ് എക്സാമിനേഷനും കൂടി നല്ല ഒരു 150 കൊമേഴ്സിന് ക്വസ്റ്റ്യൻ വന്ന എംകോംകാർ അത് കൃത്യമായിട്ട് ആൻസർ ചെയ്തിരിക്കണം. അതിനു വേണ്ടിയിട്ട് കോമ്പറ്റീവ് എക്സാമിനേഷൻ കൂടി ഇമ്പോർട്ടന്റ്. ചിലപ്പോൾ കോമ്പറ്റീവ് എക്സാമിനേഷൻ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നെറ്റ് എന്തിനോ സെറ്റ് എന്തിന് കുടുംബം രക്ഷപ്പെട്ടില്ലേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ രീതിയിലും കൂടി ആക്കണം. അല്ലാതെ ഈ കുട്ടികളൊക്കെ നെറ്റ് മാത്രം നമുക്ക് ഇരിക്കരുത്. എന്തൊക്കെ കോമേഴ്സിന് നിങ്ങൾക്ക് ഒരു 10 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അതിൽ നിന്ന് ഒരു കോമ്പറ്റീഷൻ നിങ്ങൾ ഫേസ് ചെയ്യുന്നു, അവിടെ ഒക്കെ നിങ്ങൾ പിക്കപ്പ് ചെയ്യണം. അതിനൊക്കെ ഉപകരിക്കും ഇതുപോലുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ. ഇപ്പൊ നോർമൽ ലോസ് എന്ന് പറയുന്നത് നിങ്ങൾ നോക്കുക, ഒരു വീട്ടമ്മ രാവിലെ അരി അരക്കുന്നു. ഞാൻ പറഞ്ഞുതരാം, ആ രീതിയിൽ നിങ്ങളൊന്ന് പഠിച്ചു നോക്കിയേ. നിങ്ങളെല്ലാം അപ്ലിക്കേഷൻ ലെവലിൽ നമ്മൾ നാടൻ എക്സാമ്പിളിലേക്ക് കൊണ്ടുവരും. ഒരു വീട്ടമ്മ രാവിലെ അരി അരക്കുന്നു. തീർച്ചയായിട്ടും 1 കിലോ അരി അരച്ച ഒരിക്കലും മിക്സിയിൽ പറ്റാതെ അരി കിട്ടില്ല, അല്ലെ? 1 കിലോ അരി അരച്ചു കഴിഞ്ഞാൽ അവർക്ക് 1 കിലോ കൃത്യം മാവുണ്ടെങ്കിൽ 10 ദോശയാവും. പക്ഷെ അവര് മിക്സിയിലും മിക്സി കഴുകുമ്പോഴും അല്ലെ അരച്ച പാത്രം കഴുകുമ്പോൾ എന്തായാലും 1 ദോശയുടെ മാവ് പോകും. അപ്പൊ 1 കിലോ അരിയിൽ 9 ദോശ മാത്രമേ അവർക്ക് കിട്ടുകയുള്ളൂ. ഈ 9 ദോശക്ക് 1 കിലോ അരിയുടെ കോസ്റ്റ് വന്നു. പക്ഷെ ആ ഒരു ദോശ കുറഞ്ഞു പോയാൽ ആ 1 ദോശയുടെ കോസ്റ്റ് നമുക്ക് വേണമെങ്കിൽ 9 ദോശയുടെ കൂടുതൽ ചാർജ് ചെയ്യാം. ചാർജിങ് ടു ദ കോസ്റ്റിംഗ് പി ആൻഡ് എൽ അക്കൗണ്ട് ഡയറക്ട്ലി, നോ പ്രോബ്ലം. പ്രൊഡക്റ്റ് കോസ്റ്റിന്റെ കൂടെ കൂട്ടാം. നോർമൽ ലോസ്, ദാറ്റ് ഈസ് കോൾഡ് ആസ് നോർമൽ ലോസ്, നോ വൺ ക്യാൻ അവോയ്ഡ്. എന്നാൽ ഈ വീട്ടമ്മ ദോശ ചുടുമ്പം കുഞ്ഞു വന്നിട്ട് തട്ടിയിട്ട് നിലത്തേക്ക് പാത്രം വീണിട്ട് ആകെ 2 ദോശ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇപ്പൊ 1 കിലോ അരിക്ക് 2 ദോശ മാത്രമേ കിട്ടുള്ളൂ. Could she charge the lost 8 doshas എന്താ പറയാ dough is to be lost? Then പറയോ, can she sorry ആ വീട്ടമ്മക്ക് അത് ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ആ 8 ദോശയുടെ കോസ്റ്റ് കൂടി ആ 2 ദോശയിൽ കൂടാൻ വേണ്ടി പറ്റില്ല. അത് അബ്നോർമൽ ലോസ് ആണ്. അത് അവർക്ക് മുമ്പേ കിട്ടുന്ന ലാഭത്തിൽ നിന്നും പോയി കഴിഞ്ഞു. ഇത് വീട്ടമ്മ തട്ടുകട കാര്യത്തിലെ കാര്യമാണ് പറഞ്ഞതെങ്കിലോ, അന്ന് മാത്രം പൂച്ച തട്ടിയിട്ടോ കുഞ്ഞു തട്ടിയിട്ടോ മാവ് വന്നിട്ട് 2 ദോശക്ക് 1 ദോശക്ക് 25 രൂപ മേടിക്കാൻ പറ്റുമോ? ഇല്ല. നോർമൽ ലോസ് ആണെങ്കിൽ അവർക്ക് ചെയ്യാം. ഇത്തരത്തിലുള്ള അനലൈസേഷനിലേക്ക് നമ്മൾ പോകണം. അനാലിസിസിലേക്ക് നമ്മൾ അത്തരത്തിലുള്ള നമ്മളെ മനസ്സിലേക്കുള്ള രീതിയിലേക്ക് നമ്മൾ പതിപ്പിക്കണം. അങ്ങനെ വരുമ്പോഴേ നമുക്ക് ഓരോ കാര്യം വായിച്ച് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ നമ്മള് അപ്പൊ നിങ്ങൾക്ക് പറയും നോർമൽ ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് ആരും കുറ്റം പറയില്ല. അപ്പൊ കസ്റ്റമർ വിൽ റെഡി ടു ബോൺ ദാറ്റ് ലോസ്. സോ നോർമൽ ലോസ് അവോയ്ഡബിൾ ആണ്, അതുകൊണ്ട് ആരും സഹിക്കും. And abnormal loss is happen due to the mistakes of the others. But അതുകൊണ്ട് it can be avoidable one. So any loss or any amount incurred due to abnormal loss cannot be directly charged to the product cost. That should be charged to the net P&L account. So this is the thing. അത് ആ ഒരു രീതിയിലേക്ക് നമ്മളെ അനാലിസിസ് പോയിക്കൊണ്ടേ പറ്റൂ. ഇനി എന്താ ബുക്ക് ബിൽഡിംഗിൽ ഷെൽഫ് പ്രോസ്പെക്ട്സ് എന്ന് പറയുന്നത്? എന്താ ഷെൽഫ് പ്രോസ്പെക്ടസ് പറഞ്ഞാൽ? ഷെൽഫിൽ എന്താണ് പ്രോസ്പെക്ടസ് വെക്കുന്നത്? ദാറ്റ് പ്രോസ്പെക്ടസ് can be used again and again. അപ്പൊ ആ പ്രോസ്പെക്ടസിൽ കൃത്യമായ ഫേസ് വാല്യൂ പ്രിന്റ് ചെയ്തിട്ടുണ്ടാവില്ല, വാല്യൂ മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല, കമ്പനി ഡീറ്റെയിൽസ് മാത്രമേ ഉണ്ടാവുള്ളൂ. വാല്യൂ മെൻഷൻ ചെയ്താൽ യൂസ് ആൻഡ് ത്രോ ആണോ, ആ ഒരു പർപ്പസിൽ മാത്രമേ അത് ചെയ്യാൻ വേണ്ടി പറ്റൂ. സോ ഇറ്റ് ക്യാൻ ബി പുട്ട് ആസ് ഇൻ ഷെൽഫ്. അത് ഏത് സമയത്ത് അത് എടുത്ത് കാണിക്കാം. ഇനി ആ ഒരു രീതിയിൽ അനാലിസിസ്. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പറയുന്നത് ഇതൊക്കെ കൃത്യമായ അറേഞ്ച്മെന്റ്സിലെ മാത്രമേ നമുക്ക് സാധ്യമാകൂ. ഒരു ഡിഫൈൻഡ് മാനറിൽ നമ്മൾ അറേഞ്ച് ചെയ്യണം. ഇനി ഇ എന്ന് പറയുന്നത്, ഞാൻ സാനിറ്റൈസറിന്റെ ഇ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ലുക്കിംഗ് അതേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ, അത്രയുള്ള എംപതറ്റിക് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. എന്താണ് ഇതും പഠിക്കുന്ന എമ്പതി തമ്മിൽ എന്താണ് ബന്ധമുള്ളത്?
ഒരു ജോലി കിട്ടിയ ഒരാളിലൂടെ നിങ്ങൾ കാണണം. ഒരു ജോലി കിട്ടിയ ഒരുത്തന്റെ ലൈഫിലൂടെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ കാണണം. ഒരു ജോലി ഒരു കുടുംബത്തിനെ എത്രത്തോളം സേഫ് ആക്കുന്നു കാണുക, അത്രമാത്രം. സോ ഈ ഇത്രയും പറഞ്ഞിട്ട് ഇനി ഞാൻ നിങ്ങളോട് അടുത്ത് പറയാൻ വേണ്ടി പോകുന്നത് എന്താ വെച്ചാല്, നിങ്ങൾ എല്ലാവരും ടെക്സ്റ്റും അല്ലെ നോട്ട് ബുക്കും അല്ലെങ്കിൽ എന്താണ് പെന്നും ഒക്കെ എടുത്തിട്ടാണല്ലോ ഇരിക്കുന്നത്. പിന്നെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നുള്ള സബ്ജക്റ്റ് ആണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. എല്ലാവരെയും ബുക്കുകളുണ്ടല്ലോ. അപ്പം നമുക്ക് എങ്ങനെ, എന്നോട് പലപ്പോഴും ചോദിക്കും, സർ ഇത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അറിയാം, പക്ഷെ അത് എങ്ങനെ പഠിക്കണമെന്ന് നമുക്കറിയില്ല. ഒന്നുമില്ല, നമ്മളൊക്കെ കാണുന്ന ഒരു ഡയഗ്രാം ഉണ്ട് ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ. ആദ്യം തന്നെ ഫങ്ഷൻ ഓഫ് ഫിനാൻസ് അറിയോ? എല്ലാവരും കണ്ടിട്ടുണ്ടാ? നമ്മളിപ്പോ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് അവർ നെറ്റ് ക്ലാസ് ആൻഡ് എന്താ പറയാ, ടേക്ക് ദ വെരി ഇമ്പോർട്ടന്റ്, let's go through the important subject of financial management. Okay, so at the very start or in the starting day, what I should do is I should give a diagram. The diagram is function of finance. So എല്ലാവരും ഒന്ന് ആ ഡയഗ്രാം ഒന്ന് എഴുതുക. functions of ആ ഡയഗ്രാം വരയ്ക്കുക. functions of finance, functions of finance, functions of finance. ആ ഡയഗ്രാം ആണ് വരയ്ക്കാൻ പോകുന്നത്. functions of finance എന്താണ്? 3 functions ഉണ്ടല്ലോ. ഏതൊക്കെയാണ്? ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. അടുത്തത് ഫിനാൻസിങ് ഡിസിഷൻ. നോക്കുക, നമുക്ക് എങ്ങനെയാണ് നെറ്റിന്റെ റൂട്ട് ആവുന്നത് നോക്കുക. നിങ്ങള് ദയവായി എല്ലാവരും ഒന്ന് സഹകരിക്കുക. ഇപ്പോഴിങ്ങനെ അയ്യോ ഇതെല്ലാം എന്തിനു വരക്കുന്നതെന്ന് വിചാരിക്കരുത്, എല്ലാവരും ഒന്ന് വരയ്ക്കുക. ഫിനാൻസിങ് ഡിസിഷൻ ആൻഡ് ഡിവിഡൻഡ് പോളിസി ഡിസിഷൻ. ഡിവിഡൻഡ് പോളിസി ഡിസിഷൻ. എന്റെ കുട്ടികളെ കഴിയുന്നവരെ ഒരു 3/4 മണിക്കൂർ കൂടി എല്ലാവരും ഒന്ന് എന്നെ സഹിച്ചേ മതിയാവേ. ഫിനാൻസിങ് ഡിവിഡൻഡ് പോളിസി ഡിസിഷൻ. ഈ ഇത് ഇത്ര കിട്ടി. ഇതെന്താണ് റൂട്ട്? എന്ത് റൂട്ടാണ് ഇതിലുണ്ടാക്കുന്നത്? നമുക്ക് നോക്കാം. ഇനി ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ തന്നെ നമുക്കറിയാം എന്താണ്. ഫിക്സഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഡിസിഷനും കറണ്ട് അസറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ഡിസിഷനും ഉണ്ട് അല്ലെ. The decision regarding the investment of fixed asset is called as what? ഇത് രണ്ടായിട്ട് തിരിക്കാം. ക്യാപിറ്റൽ ബജറ്റിംഗ്, ക്യാപിറ്റൽ ബജറ്റിംഗ്, ക്യാപിറ്റൽ ബജറ്റിംഗ്. അതേ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനെ മറ്റൊന്ന് വിളിക്കും. കറണ്ട് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനെ രണ്ടായിട്ട് തിരിക്കുക. പ്ലീസ് ഡു ഇറ്റ്. ഇനി ഈ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് തന്നെ 3 തരത്തിലുണ്ട്. പ്രധാനപ്പെട്ട 3 കോമ്പണന്റ് ആണ് കറണ്ട് അസറ്റിൽ. ഏതൊക്കെയാണ്? ഇൻവെന്ററി, റിസീവബിൾ ആൻഡ് ക്യാഷ്. അപ്പൊ അതിനെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് നമുക്ക് 3 ആയിട്ട് തിരിക്കാം. ഒന്ന് ഇൻവെന്ററി മാനേജ്മെന്റ്, ഇൻവെന്ററി മാനേജ്മെന്റ്. അടുത്തത് റിസീവബിൾ മാനേജ്മെന്റ്. പ്ലീസ് ഡു ഇറ്റ്. റിസീവബിൾ മാനേജ്മെന്റ് ആൻഡ് മാനേജ്മെന്റ്. എന്റെ ഈശ്വര, ഇത് ഞങ്ങൾക്ക് അറിയുന്നതന്നെ സർ. സാറെന്തിനും ഇത് ഇങ്ങനെ പഠിക്കുന്നു. പ്ലീസ് വെയിറ്റ്, ഒരു 5 മിനിറ്റ് എന്നെ കാത്തിക്കുക ഇത് പറഞ്ഞിട്ട്. ഇനി അടുത്ത ഫിനാൻസിങ് ഡിസിഷൻ ഒന്നും തുടണ്ട. ഡിവിഡൻഡ് പോളിസി ഡിസിഷൻ അങ്ങനെ വെക്കുക. ഇതാണ് നമ്മുടെ ഡയഗ്രാം. ഞാൻ പറയട്ടെ, എവരിതിങ് അബൌട്ട് ദ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഈസ് ഹിയർ. എങ്ങനെ പഠിക്കണം ഫിനാൻഷ്യൽ മാനേജ്മെന്റ്? ആദ്യം എന്നത് ഫങ്ഷൻസ് ഓഫ് ഫിനാൻസ് എന്നത് പഠിക്കണം. അത് കഴിഞ്ഞിട്ട് നേരെ ഫങ്ഷൻസ് നോക്കാം. ഡിസിഷൻ, ഫിനാൻസിങ് ഡിസിഷൻ ആണ് ഡിവിഡൻഡ് പോളിസി ഡിസിഷൻ. ഞാൻ ക്ലാസ് ഒന്നും എടുക്കുന്നില്ല. എന്റെ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ആണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് എടുക്കുന്നില്ല. ഞാൻ മലയാളം മാത്രം യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിക്കേണ്ടത് എങ്ങനെയെന്ന് മാത്രമേ കുട്ടികൾ പറയുന്നുള്ളൂ. നോക്കുക, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ തന്നെ ക്യാപിറ്റൽ ബജറ്റിംഗ്, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്. അപ്പൊ നമ്മൾ എങ്ങനെ ഒരു കുട്ടി ഇന്ന് ബുക്ക് എടുത്തിട്ട് എങ്ങനെ നോട്ട് ഉണ്ടാക്കണം അറിയാം. ആദ്യം ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ടേം എന്താണ്? earlier name of financial management is a corporate finance. അവിടെ അത്ര കഴിഞ്ഞു. പിന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, മോഡേൺ ട്രഡീഷണൽ ഒബ്ജക്റ്റീവ്സ് ആൻഡ് മോഡേൺ ഒബ്ജക്റ്റീവ്സ്. അതിന്റെ ഐഡിയൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് മോഡേൺ ഒബ്ജക്റ്റീവ്സ് ആണ് എന്നൊക്കെ നമുക്ക് അറിയാം. അങ്ങനെ അവിടെ നല്ല പോയിന്റ്സ് ഉണ്ടാക്കിയിട്ട് നേരെ
എന്താ ഫങ്ഷൻസ് വരും. എന്നിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ആ ഭാഗം എടുക്കും. എന്നിട്ട് അത് മൊത്തം ക്ലിയർ ആക്കും. അത് ഓരോ ചാപ്റ്റർ ആണ്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്തൊക്കെയുണ്ട് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിൽ പഠിക്കാൻ? ഇസ് ഇറവേഴ്സിബിൾ ഡിസിഷൻ, ഇറ്റ് ഡിറ്റർമൈൻ ദ ഡെസ്റ്റിനി ഓഫ് ദ ഫേം എല്ലാം പറയില്ലേ നമ്മൾ ഭയങ്കരമായിട്ട്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സ്, അതിൽ തന്നെ മോഡേൺ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സ്, സെൻസിറ്റിവിറ്റി അനാലിസിസ്, ഡിസിഷൻ ട്രീ അനാലിസിസ്, പ്രോബബിലിറ്റി കോഷ്യന്റ്, ഇങ്ങനെ കുറെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക് മോഡേണും ട്രഡീഷണലും ഒക്കെ പഠിച്ച് പോകണം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അത് കഴിഞ്ഞ് ഇൻവെസ്റ്റ്മെന്റ്, നേരെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിലേക്ക് മൊത്തം എടുത്തു. ഇനി ഞാനൊരു കാര്യം കാണിക്കട്ടെ നിങ്ങളാ. ഇതാ എന്റെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിന്റെ ഞാൻ പഠിപ്പിച്ച അല്ലെങ്കിൽ ഞാൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിന്റെ ആകെ എനിക്കുള്ള ഒരു നോട്ട്സ് ആണ് ഇത്. ഈ ഒറ്റൊരു പേജ്, ഈ ഒരൊറ്റൊരു പേജാണ്. ഈ ഒരു പേജിൽ കുറെ ഞാൻ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങും ഇങ്ങനത്തെ ഒരു നോട്ട്സ്, ഇങ്ങനത്തെ ഒരു പേപ്പറിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിനെ കുറിച്ച് ചെറിയ നോട്ട്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ചെറിയ പോക്കറ്റ് നോട്ട് പോലെ ആക്കി പേഴ്സിൽ വരെ വെക്കാം, എവിടെ വേണം പോകുമ്പോൾ. അല്ലെങ്കിൽ വലിയ എന്താണ് ഗാന്ധിയും ജയന്റും ഒക്കെ ബുക്ക് എടുത്ത് ഫുള്ള് കലക്കി കുടിച്ചിട്ട് ബുക്കേ എടുത്തിട്ട് നടക്കേണ്ടതൊന്നും ആവശ്യമൊന്നുമില്ല. കൺസെപ്റ്റ് ക്ലിയർ ആക്കി. എന്ത് രസമാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. നമ്മൾ നമ്മുടെ വീട് മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു തീരുമാനം എടുത്താൽ അത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആണ്. ഒരു വീട് എടുക്കാൻ ഒരാൾ എപ്പോഴെങ്കിലും എടുക്കും ഒരു തീരുമാനം, അല്ലെ? എന്നാൽ ഒരു വീട്ടിലേക്ക് എന്തെങ്കിലും ഗുഡ്സ് മേടിക്കാൻ വേണ്ടിയിട്ട് എടുത്ത തീരുമാനം എന്ന് പറയുന്നത് എന്താണ്? ഒരു നോട്ട് ബുക്ക് മേടിക്കാൻ തീരുമാനം എടുത്തു, അല്ലെങ്കിൽ കുറച്ച് സ്റ്റോക്ക് ഓഫ് അരി മേടിക്കാൻ വേണ്ടി എടുത്ത തീരുമാനം, അത് വർക്കിംഗ് ക്യാപിറ്റലിനേ ഉള്ളൂ. അത്രയിലൂടെ കറണ്ട് അസറ്റിൽ എടുക്കുന്ന തീരുമാനം, ഫിക്സഡ് അസറ്റിൽ എടുക്കുന്ന തീരുമാനം, അത്രയേ ഉള്ളൂ. അപ്പൊ ഒരു വീട് കെട്ടാൻ ഒരാൾ എടുക്കുന്ന തീരുമാനം, ഇറ്റ് ഡിറ്റർമൈൻ ഹിസ് ഡെസ്റ്റിനി. ഒരു സംശയം വേണ്ട. ഇറ്റ് ഈസ് ഇറിവേഴ്സിബിൾ ഡിസിഷൻ. തറ കെട്ടിട്ട് വേണ്ടാന്ന് വെച്ചാലും ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ആ രീതിയിലേക്ക് പഠിക്കുക. എന്നിട്ട് നേരെ കോർപ്പറേറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് പഠിക്കുക. ഇനി അതെല്ലാം പോട്ടെ, അത് ഞാനിപ്പോ പഠിപ്പിക്കാൻ നിൽക്കുന്നില്ല, കാരണം സമയമില്ലല്ലോ. ഇനി ഇവിടെ നിങ്ങൾ നോക്കുക, ഈ ഒറ്റ ചാൻസ് ഇത് മാത്രം മതി ഫിനാൻഷ്യൽ മാനേജ്മെന്റ് റൂട്ട്. സർ എങ്ങനെ പഠിക്കണം? ആദ്യം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനെ കുറിച്ച് എന്താണ് പഠിക്കുക, അതിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, ഈച്ച് ആൻഡ് എവരിതിങ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പഠിക്കുക. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത് പഠിക്കേണ്ടത് ഏതായിരിക്കും? വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് പഠിച്ചിട്ട് അടുത്ത് പിന്നെ പഠിക്കുന്ന സബ് ചാപ്റ്റർ ഏതാണ്? ഇൻവെന്ററി മാനേജ്മെന്റ്. അത് കഴിഞ്ഞ് വരുന്നത് ഏതാണ്? റിസീവബിൾ മാനേജ്മെന്റ്. അത് കഴിഞ്ഞാണ് ബൗമൽ മോഡലും, അല്ലെ? ബൗമൽ മോഡലുള്ള ക്യാഷ് മാനേജ്മെന്റ് മോഡലില്ലേ? ആ മോഡൽസ് ഓഫ് ക്യാഷ് മാനേജ്മെന്റ് കുറിച്ച് പഠിക്കട്ടെ. ഇനി ഒരു ചോദ്യം ഇതാണ്. അപ്പൊ ഇൻവെന്ററി മാനേജ്മെന്റ് കഴിഞ്ഞാൽ പിന്നെ റിസീവബിൾ മാനേജ്മെന്റ്, പിന്നെ ക്യാഷ് മാനേജ്മെന്റ്. ഇതെല്ലാം പഠിച്ചിട്ട് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഫിനാൻസിംഗ് ഡിസിഷൻ. ഇവിടെയാണ് സെക്യൂരിറ്റീസിനെ കുറിച്ച്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെക്യൂരിറ്റീസ് ഏതൊക്കെയാണ്, ഡെപ്റ്റ്, ഇക്വിറ്റി ഏതാണ്, അതിന്റെ റേഷ്യോ ഏതാണ്, പ്രൊപ്പോർഷൻ ഏതാണ്, എന്തൊക്കെ ഷെയർസ് ഉണ്ട്, ഡിവെഞ്ചേഴ്സ് ഉണ്ട്, അതൊക്കെ പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ഡിവിഡന്റിനെ കുറിച്ചിട്ട്, ഡിവിഡന്റ് പോളിസി, ഡിവിഡന്റ് ഗ്രോത്ത് മോഡൽ, ഡിവിഡന്റ് മോഡൽസും ഇതൊക്കെ അവിടെ പഠിക്കുക. ടൈപ്സ് ഓഫ് ഡിവിഡന്റ് ഒക്കെ പഠിക്കുക. എന്റെ ചോദ്യം കുട്ടികളെ, ഈ ഒരു ഡയഗ്രാം ഉണ്ടായിട്ട് ഇത് മാത്രം കയ്യിൽ എപ്പോഴും പിടിച്ച് നടക്കുക, അല്ലെങ്കിൽ ഒരു സൈഡിൽ ഒട്ടിച്ചു വെക്കുക. ഞാൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന് എന്തെന്ന് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഞാൻ പഠിച്ചു, ഒരു വിധത്തിൽ ഞാൻ പഠിച്ചു, അതിന്റെ തിയറീസും എല്ലാം പഠിച്ചു. 5 തിയറീസ് പഠിച്ചു. നെറ്റ് ഇൻകം അപ്രോച്ചും, ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചും, അതേപോലെ തന്നെ MM ഹൈപ്പോത്തസിസും, പിന്നെ എന്താണ് പെക്കിംഗ് ഓർഡർ തിയറിയും, ഇതൊക്കെ ഞാൻ പഠിച്ചു. ഡൊണാൾഡ്സിന്റെ പെക്കിംഗ് ഓർഡർ തിയറീസ് ഒക്കെ പഠിച്ചു. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എനിക്ക് ഒരു വിധം കിട്ടുന്നുണ്ട്. അതിലിപ്പോ സപ്പോസ് ക്രിട്ടിക്കലി ഒരു അസർട്ടീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാലും നമുക്കൊരു തിയറട്ടിക്കൽ നോളജ് അതിലുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് കഴിഞ്ഞ് നിങ്ങൾ നോക്കണം. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്, ഫിനാൻസ് മാനേജ്മെന്റ് ഞാൻ അതെല്ലാം പഠിച്ചു. തിയറീസ് വർക്കിംഗ് ക്യാപിറ്റൽ പഠിച്ചു. വർക്കിംഗ് ക്യാപിറ്റൽ കമ്മീഷൻ, കുറെ തെഹേജിയ കമ്മീഷനും കുറെ കമ്മിറ്റീസ് ഉണ്ട്. ആ കമ്മിറ്റീസ് ഒക്കെ ഞാൻ പഠിച്ചു. അതേപോലെ തന്നെ ഇൻവെന്ററി മാനേജ്മെന്റിൽ EOQ മോഡലും മറ്റു മോഡൽസ് ഒക്കെ ഞാൻ പഠിച്ചു. അതേപോലെ തന്നെ റിസീവബിൾ മാനേജ്മെന്റിന്റെ ഏജിംഗ് ഓർഡർ ഒക്കെ ഞാൻ പഠിച്ചു. ക്യാഷ് മാനേജ്മെന്റ് ബൗമൽ മോഡലൊക്കെ ഞാൻ പഠിച്ചു. എന്നിട്ട് ഇങ്ങനെ ഡിഫറൻസ് ടൈപ്സ് ഓഫ് ക്യാഷ് മാനേജ്മെന്റ്, ക്യാഷ് മാനേജ്മെന്റിലെ ആക്സലറേഷൻ മോഡലും ഇതൊക്കെ എങ്ങനെയാണെന്ന് അത് ഞാൻ പഠിച്ചു. ഓക്കെ, ഇനി ആ സെക്യൂരിറ്റി ടൈപ്സ്. ഇത് സെക്യൂരിറ്റി മാനേജ്മെന്റ് അല്ല. ഏതൊക്കെ സെക്യൂരിറ്റി ഉണ്ട്, ഏതൊക്കെ ലേറ്റസ്റ്റ് ഇന്നോവേറ്റീവ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, എന്താണ് ഡിറ്റാച്ചബിൾ വാറണ്ട്, എന്താണ് പിന്നെ IPO, FPO, ഇതൊക്കെ ഞാൻ അത് കുറച്ച് ആ സൈഡിൽ നിന്ന് നോക്കി. ഡിവിഡന്റ്, ടൈപ്സ് ഓഫ് ഡിവിഡന്റ് അപ്പോൾ ചോദിക്കും. സ്റ്റോക്ക് ഡിവിഡന്റ്, പ്രോപ്പർട്ടി ഡിവിഡന്റ്, സ്റ്റേബിൾ ടൈപ്പ് ഡിവിഡന്റ് വിത്ത് കോൺസ്റ്റന്റ് റേഷ്യോ, അത് ഞാൻ പഠിച്ചു. ഇത് ഇവിടെ അവസാനം തീരുമ്പോഴേക്കും ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പിന്നെ വേറെ എന്താണുള്ളത് പറയും. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വരുന്നത് ഫിനാൻസിങ് ഡിസിഷനിലാണ്. വേറെ എന്താണ്? നിങ്ങൾക്ക് എന്താണ് സംശയം ചോദിക്കുക എന്നോട്. അപ്പൊ ഈ ഒരു ഡയഗ്രാം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ ഡയഗ്രാം നോക്കുക. പ്ലീസ് ഓപ്പൺ. ആരെങ്കിലും ഒരാൾ പറയുക, ഈ ഒരു ഡയഗ്രാം നോക്കിക്കൊണ്ട് നമുക്ക് പഠിക്കുമ്പോൾ നമുക്കൊരു റൂട്ട് കിട്ടുന്നില്ലേ?
ഫിനാൻഷ്യൽ മാനേജ്മെന്റ് റൂട്ട് കിട്ടുന്നില്ലേ? പറയൂ, നിങ്ങൾക്കില്ല സംശയം. എടോ ഞാൻ മാത്രം പറയണ്ട, എന്റെ കുട്ടികളെ ഞാനിതാ സത്യം പറഞ്ഞ. ഞാൻ നിങ്ങൾ എന്താ പറയാ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ടീച്ചറാണ് സ്വരൂപ ടീച്ചർ. എല്ലാ സമയത്തും ഞാൻ എന്തുണ്ടെങ്കിലും ടീച്ചറെ വിളിക്കലും, അതേപോലെ ജയസാഗർ സാറ്, സെബിൻ സാറ്, നിങ്ങൾ അതേപോലെ സുമ ടീച്ചറെ അതേപോലെ മാത്രം എന്നെ കാണും ദയവ് ചെയ്ത്. ഞാനിത് MG കോളേജിലെ കുട്ടികളെ മാത്രം കൂടുതൽ പറഞ്ഞു വെച്ചാൽ അവരാണ് ഓർഗനൈസേഴ്സ് എന്തായാലും കൂടുതൽ സംസാരിക്കുള്ളൂ, മറ്റുള്ളവർ അധികം സംസാരിക്കില്ലല്ലോ എന്ന് പറഞ്ഞേ. അപ്പൊ ഒന്ന് പറയൂ. പിന്നെ അഷിത ഒന്ന് ഓപ്പൺ ചെയ്യോ? അഷിത ഒരാൾ ഓപ്പൺ ചെയ്യോ? ആരെങ്കിലും ഒരാള് പറയൂ. നമുക്ക് നിങ്ങൾക്ക് തെറ്റിയ രീതിയിലൊന്നല്ല, എനിക്ക് നിങ്ങളോട് ഒന്ന് ഇന്ററാക്ട് ചെയ്യാം. അശ്വനി കെ ഇല്ല അശ്വിനി കെ. അശ്വിനി ഞാൻ ചോദിക്കട്ടെ അശ്വിനിയോട്, ശരിക്കും ഇങ്ങനത്തെ ഒരു ചെറിയൊരു പേപ്പറിൽ വെച്ചിട്ട് നമുക്ക് മുമ്പേ അറിയുന്നതന്നല്ലേ ശരി? ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് അറിയുന്നില്ല, നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. പക്ഷേ ഒന്ന് ആലോചിക്കുക അശ്വിനി, നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പഠിക്കാൻ വേണ്ടി അതിന്റെ റൂട്ട് നമ്മൾ നോക്കല്ലേ? ഇത് ഏത് ആദ്യം കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പിന്നെ ക്യാപിറ്റൽ സ്ട്രക്ചർ ആണോ എന്നൊക്കെ എന്തെല്ലോ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ അശ്വിനി? ഉണ്ടാവില്ല അശ്വിനി. അപ്പൊ അതിനെ നമുക്ക് ഇങ്ങനെ ചെയ്താൽ ഈ ഒന്നാമത്തെ കുറെ സബ്ബെല്ലാം വരുന്നതുകൊണ്ട് നമുക്ക് ക്ലിയർ ആണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ അല്ലേ? പക്ഷെ ഫിനാൻസിങ് ഡിസിഷൻ എന്തെല്ലാം വരുന്നു എന്നുള്ളത് ആദ്യം ഫിനാൻസിങ് ഡിസിഷൻ എന്താണ് തീരുമാനിക്കുക? എന്ത് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ക്യാപിറ്റൽ പ്രൊക്യൂർ ചെയ്യുന്നത്? ഷെയർ ഉപയോഗിച്ച് ഇഷ്യൂ ചെയ്തിട്ടാണോ, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടാണോ, ബോണ്ട് ഇഷ്യൂ ചെയ്തിട്ടാണോ? അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാം ഇതിലാണ് വരുന്നത് പഠിക്കുന്നത്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ക്യാപിറ്റൽ സ്ട്രക്ചർ, ലിവറേജ്, ഇതെല്ലാം ഫിനാൻസിങ് ഡിസിഷനിലാണ് പറയുക. പിന്നെ ഡിവിഡൻഡിൽ പിന്നെ നമുക്ക് അറിയാത്തൊന്നുമില്ല, ഡിവിഡൻഡ് മോഡൽ, ഡിവിഡൻഡ് ടൈപ്സ്, അത്ര അങ്ങനെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഹലോ, പിന്നെ വാല്യൂഷൻ, ഡിവിഡൻഡ് വാല്യൂഷൻ മോഡലൊക്കെ അതിലാണ് പഠിക്കുക. അശ്വിനി ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു ഡയഗ്രത്തിലെ ഈ ഒരു ആസ്പെക്ട് നോക്കുമ്പോൾ നമ്മൾ വെറും ഫിനാൻസിങ് ഫംഗ്ഷൻ മാത്രം നോക്കാതെ ഈ ഒരു ആസ്പെക്ട് നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കില്ല അശ്വിനി? അതെ സാർ, പെട്ടെന്ന് ക്ലിയർ ആവും. ക്ലിയർ ആ ഒരു റൂട്ട് കിട്ടൂല കുറച്ചെങ്കിലും? അതെ അതെ. അല്ല ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ എല്ലാരും കേൾക്കുന്നുണ്ട്, എന്താ കിട്ടുന്ന ഉള്ളി പറയുന്നുണ്ട് അശ്വിനി? ഇല്ലല്ലോ. ഓക്കെ, യെസ്. ഇനി ഒരാൾ എല്ലാവരും ഒന്ന് ആദ്യം അടുത്തെടുക്കുക. കോസ്റ്റിങ്ങില് നോക്കാം നമുക്ക്. ഞാൻ വീണ്ടും പറയട്ടെ, അതിനേക്കാളും എളുപ്പമാണ് ഇത് പറയുന്നുണ്ട്, നോക്കാം. നിങ്ങൾ പറയണം എന്നോട് ഇത് ശരിയാണോന്ന് പറയുക. കോസ്റ്റിങ്ങിൽ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ അതുപോലെ വെറുതെ എഴുതി വെക്കുക. ഇത് ഞാൻ ഉണ്ടാക്കുന്ന ഒരു ടെക്നിക്കാണ്, പഠിക്കാൻ റൂട്ട് ഉണ്ടാക്കുന്നത്. ജസ്റ്റ് ഞാൻ പറയുന്ന പോയിന്റ് എല്ലാം ജസ്റ്റ് പാരഗ്രാഫ് മോഡലിൽ പോകണം. മെറ്റീരിയൽ എന്നിട്ട് ഒരു സ്റ്റാർ ഇടുക. മെറ്റീരിയൽ എന്നിട്ട് ഒരു സ്റ്റാർ ഇടുക. തൊട്ടപ്പുറത്ത് തന്നെ സ്റ്റാർ കഴിഞ്ഞിട്ട് ലേബർ, ഓരോന്നും കഴിഞ്ഞിട്ട് സ്റ്റാർ ഇടുക. ലേബർ താഴെ എഴുതണ്ട, ഇങ്ങനെ ഒരു പാരഗ്രാഫ് പോലെ. ലേബർ സ്റ്റാർ ഇടുക. എക്സ്പെൻസസ് സ്റ്റാർ ഇടുക. ജോബ് ഓർഡർ കോസ്റ്റിംഗ് ഒരു സ്റ്റാർ ഇടുക. കോൺട്രാക്ട് കോസ്റ്റിംഗ് ഒരു സ്റ്റാർ ഇടുക. ടെർമിനൽ കോസ്റ്റിംഗ് ഒരു സ്റ്റാർ ഇടുക. ബാച്ച് കോസ്റ്റിംഗ് അടുത്തൊരു സ്റ്റാർ ഇടുക. സിംഗിൾ ഓർ യൂണിറ്റ് കോസ്റ്റിംഗ് ഇങ്ങനെ ഒരു പാരഗ്രാഫ് പോലെ എഴുതുക. നമുക്ക് നോക്കാം എങ്ങനെയാ പഠിക്കേണ്ടത്. സിംഗിൾ ഓർ യൂണിറ്റ് കോസ്റ്റിംഗ് ഒരു സ്റ്റാർ ഇടുക. ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ഒരു സ്റ്റാർ ഇടുക. മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് സ്റ്റാർ ഇടുക. ഡിപ്പാർട്ട്മെന്റൽ കോസ്റ്റിംഗ് ഒരു സ്റ്റാർ ഇടുക. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് സ്റ്റാർ ഇടുക. ബഡ്ജറ്ററി കൺട്രോൾ സ്റ്റാർ ഇടുക. മാർജിനൽ കോസ്റ്റിംഗ് സ്റ്റാർ ഇടുക. അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് സ്റ്റാർ ഇടുക. യൂണിഫോം കോസ്റ്റിംഗ് സ്റ്റാർ ഇടുക. പ്ലീസ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് ഞാൻ അരമണിക്കൂറേ ഇനി എടുക്കുവേ, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട.
പ്ലാറ്റ്ഫോമിൽ ബുദ്ധിമുട്ടുണ്ടാവുന്ന എനിക്കറിയാം, സോറി കുട്ടികളെ. ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് സ്റ്റാർ ഇടുക. ഇതാ ഞാനൊന്ന് വായിക്കുക, നിങ്ങൾ എഴുതുന്നവരിൽ ഉണ്ടാവും, കുറെ ആൾക്കാർ എഴുതിയിട്ടുണ്ടാവില്ല, എന്നാൽ ഞാൻ വായിക്കാം. മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസസ്, ജോബ് ഓർഡർ കോസ്റ്റിംഗ്, കോൺട്രാക്ട് കോസ്റ്റിംഗ് ഓർ ടെർമിനൽ കോസ്റ്റിംഗ്, ബാച്ച് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ്, ഓപ്പറേഷൻ കോസ്റ്റിംഗ്, സിംഗിൾ ഓർ യൂണിറ്റ് കോസ്റ്റിംഗ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്, മൾട്ടിപ്പിൾ കോസ്റ്റിംഗ്, ഡിപ്പാർട്ട്മെന്റൽ കോസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബഡ്ജറ്ററി കൺട്രോൾ, മാർജിനൽ കോസ്റ്റിംഗ്, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്, യൂണിഫോം കോസ്റ്റിംഗ്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ്. ഇനി ഞാൻ പറയുന്നിടത്തുനിന്ന് 2 വര, ഇതുപോലത്തെ 2 വര, ഞാൻ തുടങ്ങുന്നിടത്തുനിന്നും അവസാനിക്കുന്നിടത്തും 2 വര അതിന്റെ മുകളിൽ ഇടണം. അതെങ്ങനെയാ വെച്ചാല് ശ്രദ്ധിക്കുക. ആദ്യത്തെ മെറ്റീരിയലിന്റെ മുൻപേ ഒരു കുത്തൻ ഒരു ഹൊറിസോണ്ടൽ ഒരു വര, മെറ്റീരിയലിന് നമ്മളിത് ബ്ലോക്ക് ആക്കി തിരിക്കുന്നതാണ്, അത്രയേ ഉള്ളൂ. ഒരു വര. എക്സ്പെൻസ് കഴിഞ്ഞിട്ട് ഒരു വര. മെറ്റീരിയലും ലേബറും എക്സ്പെൻസും മാത്രമാണ് ആ വരയുടെ ഉള്ളിൽ വരേണ്ടത്. എന്നിട്ട് അതിന്റെ അതവിടെ കട്ട് ചെയ്തു. ഇനി അടുത്ത വര വരേണ്ടത് വെച്ചാൽ ഡിപ്പാർട്ട്മെന്റ് കോസ്റ്റിംഗ് കഴിഞ്ഞിട്ട് ഒരു വര. ഡിപ്പാർട്ട്മെന്റ് കോസ്റ്റിംഗ് നൈറ്റില് അത് കഴിഞ്ഞിട്ട് ഒരു വര. അത് കഴിഞ്ഞ് ഹിസ്റ്റോറി ലാസ്റ്റ് ഒരു വര. ലാസ്റ്റ് ഹിസ്റ്ററി കോസ്റ്റ്. അപ്പൊ ഇപ്പൊ 3 ബ്ലോക്ക് ആയില്ലേ അശ്വിനി? 3 ബ്ലോക്ക് ആയില്ലേ? ഇനി ആദ്യം മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസ്, ആ 3 മുകളിൽ ജസ്റ്റ് ഇങ്ങനെ എഴുതാ എലമെന്റ്. എലമെന്റ് എഴുതാ, എലമെന്റ്. അത് കഴിഞ്ഞ് ജോബ് മുതല് ഡിപ്പാർട്ട്മെന്റൽ കോസ്റ്റിംഗ് വരെ അതിന്റെ മുകളിൽ എഴുതുക മെത്തേഡ്. മെത്തേഡ് എന്ന് എഴുതുക. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് വരെ അതിന്റെ മുകളിൽ എഴുതാം ടെക്നിക്ക്. ടെക്നിക്ക്. എടോ, കോസ്റ്റിംഗ് ഈസ് കവേർഡ് ഹിയർ. അപ്പൊ നിങ്ങൾ ആദ്യം എലമെന്റ് ഓഫ് കോസ്റ്റിംഗ് പഠിക്കണം. 3 ഭാഗമായിട്ടാണ് കോസ്റ്റിംഗ് പഠിക്കേണ്ടത്. എലമെന്റ് ഓഫ് കോസ്റ്റിംഗ്, all about, you should study all about material, all about labor, all about expenses. So element is clear. അപ്പൊ നമ്മൾ പഠിക്കുമ്പോ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആദ്യം പോയിട്ട് ടെക്നിക്ക്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, എല്ലാ കോസ്റ്റിംഗും പഠിക്കേണ്ടത്. അത് നമ്മൾ എല്ലാ ടെക്സ്റ്റ് ബുക്കും ഇതേപോലെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഈ അറ്റ് എ ഗ്ലാൻസ്, ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഇതിന്റെ റൂട്ട് കിട്ടണം. ആദ്യം എലമെന്റ് 3, മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസ്, 3 ചാപ്റ്റർ. അപ്പൊ എലമെന്റ് അവിടെ ക്ലിയർ ആയി. ഈ മെത്തേഡും ടെക്നിക്കും എപ്പോഴും കൺഫ്യൂഷൻ. എപ്പോഴും ഏതൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനിലും കോസ്റ്റിംഗ് എന്ന് ചോദിച്ചാൽ ഒരു മെത്തേഡോ ടെക്നിക്കലോ ഒരു ക്വസ്റ്റ്യൻ കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് മുതൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് വരെ ടെക്നിക്കും, ജോബ് ഓർഡർ കോസ്റ്റിംഗ്, ഡിപ്പാർട്ട്മെന്റ് കോസ്റ്റ് വരെ മെത്തേഡും എഴുതി. ഇനി നോക്കുക എങ്ങനെ പഠിക്കേണ്ടത്. ഇത്രയും ഇതാ വളരെ ചെറിയൊരു പീസ് ഓഫ് പേപ്പറിൽ നിങ്ങൾക്ക് ഇതിന്റെ റൂട്ട് കിട്ടി. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് കോസ്റ്റിംഗ് പഠിക്കേണ്ടത്? കോസ്റ്റിംഗ് പഠിക്കേണ്ടത് ആദ്യം മെറ്റീരിയലിനെ കുറിച്ച് പഠിക്കുക, പിന്നെ ലേബറിനെ കുറിച്ച് പഠിക്കുക, പിന്നെ എക്സ്പെൻസ് പഠിക്കുക, പിന്നെ ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗിൽ ഓർഡർ കോസ്റ്റിംഗും ബാച്ച് കോസ്റ്റിംഗ് അങ്ങനെ വരുന്ന കോസ്റ്റിംഗ് ടെക്നിക്സ് ഒക്കെ പഠിക്കുക, പ്രോസസ് കോസ്റ്റിംഗ് ഒക്കെ പഠിക്കുക. അത് കഴിഞ്ഞിട്ട് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് അത് കഴിഞ്ഞിട്ട് നേരെ ടെക്നിക് ഓഫ് കോസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗും അബ്സോർപ്ഷൻ കോസ്റ്റിംഗും യൂണിഫോം കോസ്റ്റിംഗ് ഒക്കെ ലാസ്റ്റ് പോവുക. പിന്നെ മോഡേൺ ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗും കൂടി ഉണ്ട്, അതും കൂടി അതിന്റെ കൂടെ പഠിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഈ ഒറ്റൊരു പീസ് ഓഫ് പേപ്പറിൽ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ പറയും സോറി ഇതല്ല അപ്പൊ പഠിക്കാൻ പണിയല്ലേ? അത് പഠിക്കണം. അതിന് വേണ്ടിയിട്ടാണ് മെനക്കെടുന്നത്. അത് എന്തുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്റെ അടുത്ത പ്രസന്റേഷനിൽ അത് വരുന്നുണ്ട്, പഠിക്കേണ്ടതുകൊണ്ട് എന്താ ഗുണം എന്നുള്ളത്. ഇങ്ങനെയുള്ള റൂട്ട്, ഇങ്ങനെയുള്ള ഒരു ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ ആദ്യത്തെ പേജിൽ നിങ്ങൾ ഉണ്ടാക്കണം. വേറെ ഏതെങ്കിലും ഒരു പ്രിന്റഡ് ബുക്കിൽ ഉണ്ടാവേണ്ടതല്ല, നിങ്ങൾ ഉണ്ടാക്കണം. ഞാൻ അക്കൗണ്ടൻസിൽ ഏതെല്ലാം പഠിക്കേണ്ടത് ഫസ്റ്റ് എൻഡ് ഒരു ബ്രീഫ് നോട്ട്, എന്നിട്ട് അതിനെ ഓരോ പോയിന്റും ഡെവലപ്പ് ചെയ്ത് ഇങ്ങോട്ട് വരണം. ആർ യു ഗോട്ട് ഇറ്റ്? ഇങ്ങനെ പഠിക്കുന്നതുകൊണ്ട് ഗുണം ഉണ്ടാവില്ലേ അമൃത, ബാബു? ഉണ്ടാവും സാർ. ജോസ്മി? ഉണ്ടാവും സാർ. ഓക്കെ, ഞാൻ ഇനി ഒരു അരമണിക്കൂറും കൂടി എടുക്കാവുക. അരമണിക്കൂർ 20 മിനിറ്റ്. ഓക്കെ. ഇനി കുറെ സബ്ജക്ട് ഉണ്ട്. ഇനി FMS ഇതുപോലെ ഉണ്ടാക്കാം. അതുപോലെ എല്ലാറ്റിനും ഒരു ഡയഗ്രാംസ് ഉണ്ട്. FMS എങ്കിൽ നമ്മൾ ആദ്യം FMSനെ ഓർഗനൈസർ ആണ് അൺഓർഗനൈസർ ഡിഫൈൻ ചെയ്യും. ഓർഗനൈസറിന്റെ ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്, ഫിനാൻഷ്യൽ സർവീസസ്, ഫിനാൻഷ്യൽ മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ്, മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ്, പ്രൈമറി, സെക്കൻഡറി, ആ ഒരു ഡയഗ്രാം ഇല്ലേ, ആ ഡയഗ്രാം ആദ്യം ഫുള്ള് വരയ്ക്കാം. പക്ഷെ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണേ, നിങ്ങൾക്ക് നിങ്ങളായ ഇഷ്ടത്തിൽ ആഡ് ചെയ്യുക, ഡിഡക്ട് ചെയ്യുക. ആഡ് ചെയ്തോ ഡിഡക്ട് ചെയ്ത മെയിൻ ടോപ്പിക് തന്നെ വിട്ടുപോകും. കുറേ കൂടി നിങ്ങൾക്ക് നിങ്ങളായ ഇഷ്ടത്തിൽ ആദ്യത്തെ
ആ ഡയഗ്രത്തിൽ തന്നെ കുറച്ചും കൂടി ആഡ് ചെയ്യാം. ഇപ്പൊ ഫിനാൻഷ്യൽ സർവീസ് പറയുമ്പോൾ ഇപ്പൊ ഏകദേശം പിന്നെ എന്താണ് ഫണ്ട് ബേസ്ഡും ഫീ ബേസ്ഡും എല്ലാം ഇത്. അപ്പൊ ഓരോന്നും ഓരോ ചാപ്റ്റർ ആയിട്ടാണ് വരേണ്ടത്. ഇപ്പൊ റൂട്ട് കിട്ടും. അല്ല ആദ്യം തന്നെ പോയിട്ട് ഫാക്ടറിങ് പഠിക്കല്ല. അപ്പൊ പോയി പിന്നെ മണി ക്യാപിറ്റൽ മാർക്കറ്റ് ആദ്യം പഠിച്ചിട്ട് പിന്നെ മണി മാർക്കറ്റിലേക്ക് വരരുത്. ഷോർട്ട് ടേം ഫണ്ടിന്റെ മാർക്കറ്റ് കഴിഞ്ഞിട്ട് ലോങ് ടേം ഫണ്ടിന്റെ മാർക്കറ്റിലേക്ക് പോവാം. ആ ഒരു ഡയഗ്രം നമുക്ക് എപ്പോഴും മനസ്സിലാവും. എന്നാലേ ഈ കോമ്പറ്റേറ്റീവ് സെറ്റും നെറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ എളുപ്പം ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, ദെൻ ഇനി ഞാനൊരു 10-20 മിനിറ്റിൽ കൂടുതൽ എടുക്കില്ല. അതിനുശേഷം നിങ്ങൾക്ക് ഇന്ററാക്ഷൻസ് എടുക്കാം, സെഷൻസ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും നിങ്ങൾക്ക് എന്താണ് സംശയങ്ങളെല്ലാം നമുക്ക് അതുപോലെ തീർക്കാൻ വേണ്ടി പറ്റുന്നു. സർ കാണാമല്ലോ സർ? കാണുന്നുണ്ട് സർ, കാണുന്നുണ്ട്. കുട്ടികളെ, ഞാനിപ്പം നിങ്ങളോട് ഡയഗ്രാം ഉണ്ടാക്കാൻ പറഞ്ഞു, അതേപോലെ തന്നെ നോട്ട്സ് ഉണ്ടാക്കണം എന്നെല്ലാം പറഞ്ഞു. പക്ഷെ പറയുമ്പോൾ പറയും സാർ ഇത് വലിയ കടല് പോലെ സബ്ജക്ട്, ഞങ്ങളെ കാര്യം ഫോക്കസ് ഇതെല്ലാം ഇങ്ങനെയെല്ലാം പഠിക്കാനൊന്നും ഇത്രയൊന്നും നമുക്ക് പഠിക്കാൻ സമയമൊന്നുമില്ല. എന്റെ കുട്ടികളെ, ഞാൻ സത്യസന്ധമായിട്ട് നിങ്ങൾ 5 മണിക്കൂർ വേണ്ട, 2 മണിക്കൂർ മാത്രം നിങ്ങൾ മെനക്കെട്ട് കഴിഞ്ഞാൽ ആക്കാൻ വേണ്ടി പറ്റുന്നതേ ഉള്ളൂ. എന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ലോജിക്ക് അപ്ലൈ ചെയ്യണം. നമ്മളൊരു PGL ആകുമ്പോൾ നമുക്ക് ലോജിക്ക് വേണം. ഇപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്, ഞാൻ മിനിഞ്ഞാന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് എന്റെ നെറ്റിന്റെ ബാച്ചിലെ കുട്ടികൾക്ക് എടുത്തു കൊടുത്തു. അവരിൽ കുറെ പേരുണ്ട്. ശരിക്കും 2.5 മണിക്കൂർ ക്ലാസ് കൊണ്ട് നമ്മൾ ഒരു വർഷത്തെ, അതായത് BComന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാം തീർത്തിന്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ QTയും കൂടി അതിൽ തന്നെ ആഡ് ചെയ്തു. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ സ്റ്റാറ്റി ആൻഡ് QT ഒന്നിച്ചാൽ ഞങ്ങളൊരു സബ്ജക്റ്റ് ആയിട്ടാ പറയാം. അപ്പൊ നേരെ ഇൻഡെക്സ് നമ്പർ കഴിഞ്ഞ് പിന്നെ പ്രോബബിലിറ്റിക്ക് കയറിയിട്ട് പിന്നെ ഡിസ്ട്രിബ്യൂഷൻ കയറി എങ്ങനെ പോയി. അപ്പൊ അത് നമുക്ക് പക്ഷെ അത് ഞാൻ മാത്രമല്ല തീർക്കുന്നത്. നമുക്ക് കുട്ടികൾ വിചാരിച്ചാൽ അത് ആ ഒരു ആസ്പെക്റ്റിൽ റീഡ് ചെയ്യണം. ഒരു ഇമ്പോർട്ടന്റ് എന്ന് നമുക്കും തീരുമാനിക്കാം, ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിരിക്കും എന്നുള്ളത്. അല്ലാതെ മാഷ് പറയുന്നത് മാത്രം ഇമ്പോർട്ടന്റ് അല്ല. ഈ PGക്ക് പഠിക്കുന്നത് നിങ്ങൾ പഠിച്ച അത്രയും MCom ഞാനും പഠിച്ചിട്ടുള്ളൂ. ഞാൻ അത്രയും പഠിച്ചിട്ട് എവിടെയും പോയിട്ടൊന്നും പഠിച്ചിട്ട. അപ്പൊ നമ്മൾ ആരും കൂടുതലൊന്നും പഠിച്ചു. പക്ഷെ നമ്മൾ എങ്ങനെ ഓർഗനൈസ് ചെയ്യുന്നു, ഹൗ വി ക്രാഫ്റ്റഡ് ഇറ്റ്, ആ ഒരു ടൈലറിങ് ആണ് ഭയങ്കര ഇമ്പോർട്ടന്റ്. അത് കൃത്യമായിട്ട് പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ ഒരു പാഷൻ, പഠിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു തോന്നണം, അയ്യോ ഇത് ഭയങ്കര വേണപ്പോ നമുക്ക് ഇത് ശരിയെന്നല്ലേ എന്ന് തോന്നണം. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു ജോലി, ഇതെല്ലാവരും ശ്രദ്ധിക്കണം, വേണമെങ്കിൽ എഴുതി നോട്ട് ചെയ്ത് വെച്ചോളൂ. ഒരു ജോലി നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ട് പണം കൊടുത്തിട്ടാണ് കിട്ടേണ്ടതെങ്കിൽ എന്തായാലും ഒരു ചുരുങ്ങിയ ഒരു 10 ലക്ഷം രൂപയെല്ലാം നിങ്ങൾ ചിലപ്പം കൊടുത്താൽ ഒരു ജോലി കിട്ടുന്നത് വിചാരിക്കുക. ചില ടീച്ചിങ് പോസ്റ്റിനെല്ലാം ചിലപ്പോൾ അധികം കൊടുക്കുന്നുണ്ട്, 25 ലക്ഷം കൊടുത്തിട്ടും ജോലിക്ക് കയറുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. 25 ലക്ഷം കൊടുക്കുന്നത് വിചാരിക്കാം. ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു ടീച്ചിങ് പോസ്റ്റിലേക്ക് മിനിമം 25 ലക്ഷം, 25 തെക്കോട്ട് ലെവലിൽ നമ്മൾ ചീത്ത വളയും, അതൊന്നും അല്ല, ചിലപ്പോൾ ഒരു 30 ലക്ഷം എന്ന് പറയാം, മിനിമം 30 ലക്ഷം രൂപ ഒരു ടീച്ചിങ് പോസ്റ്റിലേക്ക്. അതേ ക്വാളിഫിക്കേഷനിലെ MCom സെറ്റ് ഉള്ള BEd അല്ലെങ്കിൽ MCom ഉള്ള ഒരു കുട്ടിക്ക് ഒരു PSC കൊടുക്കുന്നു, 100 ക്വസ്റ്റ്യൻ കൊടുക്കുന്നു. ഇവിടെ 30 ലക്ഷം കൊടുത്ത പോസ്റ്റ് കൊടുക്കുന്നു. ഒരു ക്വസ്റ്റ്യന് 30,000 രൂപയാണ് വരിക. ഇവൻ ഇവിടെ ഇത് കോടീശ്വരൻ കളിയാണ്. ഞാൻ ഇതിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കോടീശ്വരൻ കളിയാണ്. നിങ്ങൾ എത്ര ശരിയാകുന്നുവോ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആ കുട്ടി എഴുതി ശരിയായി, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കുട്ടി എഴുതി ശരിയായി, എത്ര ലാഭം അശ്വിനി? 40,000 രൂപ ലാഭമായി. അപ്പൊ അശ്വിനി 40,000 രൂപ ലാഭമാക്കാൻ എത്ര 3 മാസം പണിയെടുക്കണ്ടേ? ഒരു 20,000 രൂപ ശമ്പളം കിട്ടുന്ന ഒരാള് ബാക്കി വെക്കണമെങ്കിൽ 1 കൊല്ലം തന്നെ പണിയെടുക്കേണ്ടി വരും. വേണ്ട, ഒരു മാസത്തെ പണി വേണമെന്ന് വിചാരിക്കും. ഈ 1 മാസം കൊണ്ട് ഉള്ള പണിക്ക് അപ്പൊ നമ്മൾ ഒരു 2 മണിക്കൂർ കൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ആൻസർ കണ്ടുപിടിച്ചാൽ എന്താ തെറ്റില്ല? ഒരു 2 മണിക്കൂർ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ കിട്ടാൻ കുറച്ച് മെനക്കെട്ടാൻ എന്തായാലും ലാഭം എത്രയാണ്? നമുക്ക് ആ രീതിയിലേക്കുള്ള ഡിസ്കഷനിലേക്ക് വരാം. ജയസാഗർ സർ, സാർ എന്റെ നിങ്ങളെ നെറ്റിന്റെ ക്വസ്റ്റ്യൻ ടൈപ്പ് നമ്മൾ പറഞ്ഞു, അത് ക്വസ്റ്റ്യൻ ടൈപ്പ് കൂടി പറയേണ്ടതുണ്ട്. അതൊക്കെ പറയാം. ഈ ഒരു രീതിയിലേക്ക് പോയാൽ മതിയല്ലോ? ഓക്കെ സാർ, ഓക്കെ. You should wear a new mask. ഞാൻ വീണ്ടും പറയട്ടെ, മാസ്ക് ധരിക്കണം. എന്ത് മാസ്ക്? മൂവ് ടു ദ പ്രിൻസിപ്പിൾ ഓഫ് സെൽഫ് സഫിഷ്യൻസി. ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികളെ
നിങ്ങൾ ആദ്യം നിങ്ങൾ സ്വയം പര്യാപ്തരാകണം എന്ന് തീരുമാനിക്കുക. നിങ്ങൾ സ്വയം പര്യാപ്തരാകുക. എങ്ങനെ സ്വയം പര്യാപ്തരാകുക? ഇനി മുതൽ എനിക്ക് വേണ്ടുന്നത് ഞാൻ തന്നെ നിർമ്മിച്ചെടുക്കും, അല്ലെങ്കിൽ എനിക്ക് വേണ്ടുന്നത് ഞാൻ തന്നെ ഉണ്ടാക്കും. അതൊക്കെ ഉണ്ടാക്കണം. ഈ സെൽഫ് സഫിഷ്യൻസി പറയുന്നത് ഭയങ്കര ഫ്രീഡം കൺസെപ്റ്റ് ആണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ സ്വരൂപ ടീച്ചറുണ്ട്, സുമ ടീച്ചറുണ്ട്, ഞാനുണ്ട്, ജയസാർ സാറുണ്ട്. എത്ര ഫ്രീഡമാണ് ഇപ്പൊ നമ്മൾ എൻജോയ് ചെയ്യുന്ന അറിയാം ഒരു ജോലിയിലുള്ളതുകൊണ്ട്. ജോലിയൊന്നും ഇല്ലെങ്കിൽ എന്ത് ഫ്രീഡാണുള്ളത്? ആക്ച്വലി യു ഓൾ ആർ ബെഗേഴ്സ്. എന്ത് വിട്ടിത്താണ് ഈ സാറ് പറയുന്നത് ഞങ്ങളെല്ലാം ഇരുത്തിക്കൊണ്ട്? ബിക്കോസ് യു ആർ ബെഗിങ് യുവർ ഫാമിലി നൗ. എന്നിട്ട് നിങ്ങൾ ഇതുപോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനോ അല്ലെങ്കിൽ ഇതുപോലുള്ള എന്താണ് നെറ്റ് ടെസ്റ്റിനൊന്നും നിങ്ങൾ പഠിക്കുന്നില്ല. നിങ്ങൾക്ക് വേണ്ട. ബിക്കോസ് യു ആർ ബെഗിങ്. രാവിലെ അച്ഛനോടും അമ്മയോടും ചോദിക്കുകയാണ്, അമ്മേ കാശ്, അച്ഛാ 50 രൂപ, അമ്മേ ബെൽറ്റ്. ആക്ച്വലി ബെഗേഴ്സ്. സോ ചേഞ്ച് ഇറ്റ്. അതിനു വേണ്ടിയിട്ട് പഠിക്കുന്ന കോഴ്സിൽ ജോലി കിട്ടണം. അതിനു വേണ്ടിയിട്ട് പഠിക്കുന്ന കോഴ്സിനെ അങ്ങനെ അപ്ലിക്കേഷൻ ലെവലിൽ ചിന്തിച്ച് പഠിക്കുക. ഒരു തെറ്റുമില്ല. പറയുമ്പം കുറെ ആൾക്കാർ കളിയാക്കും, എടോ 7 പ്രാവശ്യം ആദ്യ കാലഘട്ടത്തിൽ നെറ്റ് എഴുതിയിട്ട് കിട്ടിയതാണ് എനിക്ക്. അപ്പൊ നിങ്ങൾക്ക് 6 പ്രാവശ്യം ഒരാൾ ഒന്നുമില്ല. 7ാമത്തെ പ്രാവശ്യം വീട്ടിൽ ഇരുന്നതിന് എന്താ പറയാ, 7 മാസം വീട്ടിൽ തപസ് പോലെ ഇരുന്നതിന്. അയ്യോ സർ, ഇങ്ങനൊന്നും പഠിക്കാതെ മിനിയാന്ന് വരെ എന്റെ ഫ്രണ്ടിന് കിട്ടിയിട്ട് നാണൊക്കെ എടുത്തിട്ട് നിങ്ങളാ ഞങ്ങളെ പഠിപ്പിക്കുന്നത്. പക്ഷെ അന്ന് കിട്ടാൻ കുറച്ച് പണിയുണ്ടായിരുന്നു. ഒന്ന് ലാസ്റ്റ് ആ 7 മാസം തപസ് എന്റെ വീട്ടിൽ ഇരുന്നു. എന്താ അറിയാം, രാവിലെ ഭക്ഷണം കഴിച്ചിന്, വൈകുന്നേരം വരെ വായിച്ചു, വീണ്ടും ഭക്ഷണം കഴിച്ചു, വായിച്ചു. ഒരാളും കണ്ടിട്ടില്ല എന്നെ ഒരു 7 മാസം ഗൾഫിൽ പോയിന്ന് വിചാരിച്ചു. പക്ഷെ ആ 7 മാസം കഴിഞ്ഞിട്ട് ആ നെറ്റല്ല, അതിന് മുമ്പേ എഴുതിയ നെറ്റ് തന്നെ കിട്ടുകയും ചെയ്തു. ആ പഠിച്ച നെറ്റ് എഴുതാൻ മുമ്പേക്ക് തൊട്ട് മുമ്പത്തെ ലക്കിൽ കിട്ടിയെന്ന് പറയാം. പക്ഷെ ആ പഠിച്ചത് എവിടെയും മോശമായിട്ടാ വിജയകുമാർ മാഷ്. ആ പഠിച്ചത് പിന്നീട് പിൽക്കാലത്ത് എന്റെ എല്ലാ കുട്ടികൾക്കും എന്റെ നെറ്റ് കോച്ചിങ്ങിനും ഈ കാണുന്ന പുസ്തകവും ഒക്കെ വെച്ചുകൊണ്ട് ഇന്ന് ചിലപ്പോൾ നിങ്ങൾ എന്റെ പേര് എവിടെയെങ്കിലും എപ്പെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിലും ആ നെറ്റ് കോച്ചിങ് എടുക്കുന്ന മാഷല്ലേ എന്ന് പറഞ്ഞിട്ട് കേൾക്കുന്ന എങ്കിൽ ആ 7 മാസത്തെ പഠിത്തം തന്നെയാണ്. അപ്പൊ പഠിച്ചത് എവിടെയും മോശമാവില്ല കുട്ടികളെ. പഠിച്ചത് നമ്മളിപ്പോ കുറെ ഭ്രാന്തരെന്നെല്ലാം കേൾക്കും ആദ്യം, പിന്നെ നമുക്കത് എന്താണ് ശീലാവുന്നല്ല, പിന്നെ അത് നമുക്ക് അതിനുള്ള നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. സോ നമുക്ക് ഒരു സെൽഫ് സഫീഷ്യന്റ് ആയിട്ട് മാറണം എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടാകും. പക്ഷെ അതിന് നല്ല ആറ്റിറ്റ്യൂഡും ഹാർഡ് വർക്കും കോൺഫിഡൻസ് ഒക്കെ വേണം. ആ ആറ്റിറ്റ്യൂഡ്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടൂ. അത് ബിഗാർഡിന്റെ MD ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാല് ഇങ്ങനെ കുറെ ചെറുപ്പക്കാർ, അയാൾ ജോലി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ കുറെ ചെറുപ്പക്കാർ അവിടെ വീട്ടിൽ പിന്നെ വെറുതെ ഇരിക്കുന്നു. അപ്പൊ അയാൾ ചോദിച്ചു, നിങ്ങൾ വെറുതെ ഇരിക്കുന്നതല്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജോലിയെല്ലാം ചെയ്ത് തീർത്തൂടെ? അപ്പാണ് അവര് പറഞ്ഞതെന്ന് വെച്ചാല്, എന്ത് ജോലി ചെയ്യാൻ? നിങ്ങൾക്ക് നിങ്ങളതായ കുറച്ച് സാമ്പത്തികം എടുത്തിട്ട് നിങ്ങൾക്ക് ചെറിയ സ്ഥാപനം തുടങ്ങണം. എന്നിട്ട് അത് വളരും. എന്നിട്ടോ നിങ്ങൾക്ക് കുട്ടികളാവും. എന്നിട്ടോ നിങ്ങൾ കല്യാണം കഴിക്കും, കുട്ടികളാവും. എന്നിട്ടോ നിങ്ങൾ കുട്ടികൾ വളരും. എന്നിട്ട് നിങ്ങൾക്ക് കുട്ടികളെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾക്ക് മാറി നിൽക്കാം. അപ്പൊ ചെറുപ്പക്കാർ ചോദിച്ച ചോദ്യം എന്താ പറയാ, അതന്നല്ലേ ഞങ്ങൾ ഇപ്പവും ചെയ്യുന്നത്. ഇപ്പം വെറുതെ ഇരിക്കുന്നതന്നല്ലേ, പിന്നെ ഇത്രയും ചെയ്തിട്ട് വെറുതെ ഇരിക്കണം. ആ ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ ഒന്നും പറ്റില്ല. നമ്മളിപ്പം വെറുതെ തന്നെയല്ലേ, നമുക്ക് എന്തിനു നെറ്റ് സെറ്റ് എന്ത് ഭ്രാന്ത്, ഇത് കിട്ടിയിട്ട് എന്ത് കാര്യം? എന്റെ കുട്ടികളെ ഒരു ക്വാളിഫിക്കേഷൻ എന്നും മോശമാകില്ല. ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവരെ അംഗീകരിക്കുന്ന കാലം തന്നെയാണ് നമ്മുടെ സമൂഹം. ഈ കെട്ട കാലത്ത് പോലും കുറച്ച് ക്വാളിഫൈഡ് ആയ അവരോട് തീർച്ചയായിട്ടും ഒരു ബഹുമാനം എന്നും ഉണ്ടാവും. അത് വളരെ മോശമുള്ള ഒരു കാര്യമൊന്നുമല്ല. എപ്പോഴെങ്കിലും നമുക്ക് അത് ഗുണമായിട്ട് മാറുകയും ചെയ്യും. എല്ലാം വേണം, സെറ്റും നെറ്റും, അതുപോലെ തന്നെ PSCയും. അത് +2 ലെവലിലെ PSC ആയാൽ പോലും അതും എത്രയും പെട്ടെന്ന് ഏറ്റെടുക്കണം. അങ്ങനെ മിക്സ് ആയിട്ട് എനിക്ക് നിങ്ങളോട് പറയാൻ വേണ്ടി പറ്റും. അല്ലാതെ യജമാനന്റെ അപ്പക്കഷ്ണം വാങ്ങിയിട്ട് യജമാനൻ തിരിച്ചു വരുമ്പോൾ വാലാട്ടിക്കൊണ്ടിരിക്കുന്നവര് തീർച്ചയായിട്ടും മസ്കുലാരിസും ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരും എന്നതിലും ഒരു സംശയവുമില്ല. അങ്ങനെ നിങ്ങളൊരു മൂവ് ടു, ഞാൻ മാസ്കിന് 4 അർത്ഥമാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ സെൽഫ് സഫീഷ്യന്റ് ആയി മൂവ് ചെയ്യുക. അതുപോലെ തന്നെ എബിലിറ്റി ടു ഫേസ് ദ ചാലഞ്ച് ഫേസ് ചെയ്യുക. അപ്പൊ ഇത് ഞാൻ കുറെ ഉപദേശിക്കുന്നൊന്നുമില്ല കുട്ടികളെ. നിങ്ങൾ ഉപദേശം കേൾക്കും വേണ്ട. ഇപ്പൊ നിങ്ങൾ ഉപദേശം കേൾക്കാൻ ഇരിക്കുന്നൊന്നുമല്ല. പക്ഷെ 100 ഡിഗ്രി റൂൾ ഫോളോ ചെയ്യുക. ഒരു വെള്ളം 99 ഡിഗ്രി വരെ നിങ്ങൾ ചൂടാക്കിയാൽ എപ്പോഴും ദാറ്റ് റിമൈൻസ് വാട്ടർ. വെൻ ഇറ്റ് ഹീറ്റഡ് ബൈ 100 ഡിഗ്രി, ദാറ്റ് 1 ഡിഗ്രി മേക്ക് ദ ഡിഫറൻസസ്. That 1 degree make your comfort zone. You should not remain always be in your comfort zone. നിങ്ങൾ PG MG കോളേജ് ഇരുട്ടിന്നോ അല്ലെങ്കിൽ ഡോൺ ബോസ്കോന്നോ അല്ലെങ്കിൽ ബ്രണ്ണൻ കോളേജിന്നോ MCOM പഠിച്ചിട്ട് അവിടെയുള്ള തേജസ് വസ്ത്രാലയത്തിൽ പോയി അക്കൗണ്ടന്റ് ആയി കഴിഞ്ഞാൽ
യെസ്, യു ആർ ഇൻ കംഫർട്ട് സോൺ. നിങ്ങൾക്ക് വീട്ടിലേക്ക് സ്ഥിരം വരാം, നിങ്ങൾക്ക് വീട്ടിൽ കാണാം. ആ 2 മണിക്കൂർ മാത്രമേ 1 മണിക്കൂർ മാത്രമേ യാത്രയുണ്ടാവൂ. പക്ഷേ when you think something more, the whole world is yours. So it should break the comfort zone. അതിനു വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും, അതിനു വേണ്ടിയിട്ട് മെനക്കെടൂ. നിങ്ങൾക്ക് എന്തിനാണ് സ്ട്രക്ചറിന്റെ ആവശ്യം? നിങ്ങളുടെ പ്രിപ്പറേഷന് മാത്രം പ്രശ്നമാണുള്ളത്, നിങ്ങളുടെ ടൈമിന്റെ പ്രശ്നമാണുള്ളത്. നിങ്ങളുടെ ടീച്ചേഴ്സ് എക്സലന്റ് ടീച്ചേഴ്സ് ആണ് എല്ലാവരും. കണ്ണൂർ യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്ന കൊമേഴ്സ് ടീച്ചേഴ്സ് എല്ലാം ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ്. അപ്പൊ അവർ പഠിപ്പിക്കുന്ന ആ പാഠങ്ങൾ കൃത്യമായി ഒന്ന് അറേഞ്ച് ചെയ്താൽ മാത്രം മതി. So it should follow the 100-degree rule, not always remain in 99 John Maxwell's famous quotings ഉണ്ട്. 10% is what happened to me. ഇപ്പൊ കൊറോണയെ കുറ്റം പറയും, നെറ്റൊന്നും സെറ്റൊന്നും വേണ്ട, എന്തിനീ കൊറോണയിൽ വന്നിട്ട് ചാവുന്നതല്ലേ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. That's 10% is what happened to us. 90% how I react to it. That is very important. 90% നിങ്ങൾ എങ്ങനെ ഇതിനെ നേരിടുന്നു. വീട്ടിൽ എന്ത് ഫാമിലി ബഡ്ജറ്റ് ബ്ലോ ഉണ്ടായിക്കോട്ടെ, how you take that 90% is to react to it. അവിടെയാണ് ഒരു PG ഡിഗ്രി കുട്ടികളെല്ലാം ജനിക്കുന്നത്. അല്ലാതെ വേറെ പഠിച്ചിട്ട് കുറെ മാർക്ക് മേടിക്കുന്നത് കൊണ്ടല്ല. സാഹചര്യത്തിന് മാറാൻ വേണ്ടിയിട്ട്, ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ക്വാളിഫയിങ് എക്സാമിനേഷൻ മാറ്റും. നിങ്ങൾക്ക് അത് മാത്രം മതി. ഈ പറയുന്ന ചാലഞ്ചസിനൊക്കെ മറുപടി പറയാൻ ആ ഒരു തീരുമാനം മാത്രം മതി. നമ്മൾ പറയാറുണ്ട്, ഞാനൊരു സാഗർ സർ ഒരു 10 മിനിറ്റ് മുമ്പ് കൊണ്ട് തീർക്കാം. ഓക്കെ സാർ, ഓക്കെ ഓക്കെ. ഒരു കഥയുണ്ട്. എന്താ വെച്ചാൽ ഒരു ശില്പി 3 കല്ലുകളിൽ നിന്ന് 3 ശില്പങ്ങൾ ഉണ്ടാക്കി. 2 ദ്വാരപാലക പ്രതിമകളും 1 ദേവവിഗ്രഹവുമായിരുന്നു. അങ്ങനെ ഈ ദേവവിഗ്രഹത്തിന് അമ്പലത്തിന്റെ അകത്തും ഈ ഉദ്യാനപാലകരുടെ പ്രതിമകൾ അമ്പലത്തിന് പുറത്തും വെച്ചു. ഈ പ്രതിമകൾ, പുറത്തുള്ള പ്രതിമകൾ സംസാരിക്കുകയാണ്. അത് വലിയ പ്രതിമയാണല്ലോ. നമ്മളെ ഉണ്ടാക്കിയ ശില്പിയെ എന്തെങ്കിലും കണ്ടാൽ നമുക്ക് അവനെ കുറ്റപ്പെടുത്തണം. അവനോട് ചോദിക്കണം, നീ എന്തിനാണ് ഈ 3 കല്ല് അടുത്തടുത്തുള്ള കല്ലിൽ നിന്ന് ഇങ്ങനെ വിവേചനം ഉണ്ടാക്കി? അമ്പലത്തിൽ വെച്ച പ്രതിമയ്ക്ക് എപ്പോഴും പാലാഭിഷേകവും നെയ്യഭിഷേകവും പുഷ്പാഭിഷേകവും, നമുക്കെപ്പോഴും കാഷ്ടവും പൊടിപടലവും ഇതൊക്കെ കൊള്ളാനുള്ള നിയോഗം. എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ വിവേചനം ഉണ്ടാക്കിയത്? അങ്ങനെ ഒരിക്കലും ആ ശില്പി അതുവഴി വന്നു. ഇവർ ചോദിച്ചു. അന്നേരം ശില്പി പറഞ്ഞൊരു മറുപടി ഉണ്ട്, നോട്ട് ചെയ്യുക. ആ മറുപടി ഇതായിരുന്നു, ശരിയാണ്, 3 കല്ലുകളിൽ നിന്നാണ് ഞാൻ കൊത്തിയെടുത്തത്. പക്ഷേ നിങ്ങളെ കൊത്തുമ്പോൾ, നിങ്ങളെ ഞാൻ എന്റെ ഉളി കൊണ്ട് കുത്തുമ്പോൾ, നിങ്ങൾക്ക് ഉളിക്കുത്തുകൾ ഏൽക്കുമ്പോൾ നിങ്ങൾ ഇടുമായിരുന്നു, ഞങ്ങൾ അധികം കൊത്തല്ലേ എന്ന് പറഞ്ഞിട്ട്. എന്തിനാ ഇങ്ങനെ കൊത്തുന്നു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എനിക്ക് നിങ്ങൾ ഇത് മാത്രമേ പറ്റൂ. പക്ഷെ മറ്റവനെ ഞാൻ ഉളി കൊണ്ട് കുത്തി ഷേപ്പാക്കി എടുക്കുമ്പോൾ അവൻ പറഞ്ഞു, എത്ര വേണമെങ്കിലും എന്നെ ഉളി കൊണ്ട് കുത്തിക്കോളൂ, എന്നിട്ട് എന്റെ സത്വത്തെ പുറത്തെടുക്കൂ. അങ്ങനെ അവൻ പിന്നീട് ലോകം അറിയുന്ന, അല്ലെങ്കിൽ ഇതുപോലെ പാലാഭിഷേകം ഒക്കെ കിട്ടും. ജീവിതത്തിൽ നോക്കുക, ക്ലാസ് ടീച്ചേഴ്സ് ഉളിക്കുത്തുകൾ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ, അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ, എന്റെ വീട്ടിൽ നിന്ന് പോലും അങ്ങനെ പറയാറില്ല എന്ന് പറഞ്ഞൊഴിയുമ്പോൾ ഞങ്ങൾ ടീച്ചേഴ്സും അത്രേ പറയും. എന്നാൽ എത്ര വേണമെങ്കിലും എന്നെ കുറ്റം പറഞ്ഞു, എനിക്ക് എന്നെ നേരാക്കാൻ വേണ്ടി പറഞ്ഞോളൂ എന്ന് പറയുമ്പോൾ ദേവവിഗ്രഹങ്ങളായിട്ട് മാറാൻ വേണ്ടി പറ്റും. ആ ഒരു ചാലഞ്ച്, ആ ഒരു ഫേസ്, ഈ പറയുന്ന ഉളിക്കുത്തുകളൊക്കെ ഏറ്റെടുക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നെറ്റും സെറ്റും ഒക്കെ നിങ്ങളുടെ മുമ്പിൽ വരും. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ഞങ്ങൾ എപ്പോഴും പറയുന്ന ഒരു സാധനം. ഞാൻ ഇപ്പൊ നിർത്തി. മാസ്ക് എന്ന് പറഞ്ഞ 4 അക്ഷരം തീർച്ചയായിട്ടും മുമ്പിൽ വേണം കുട്ടികളെ. പഞ്ചാബിലെ ദിങ് എക്സ്പ്രസ്, ഇപ്പൊ ഇന്ത്യയിലെ ദിങ് എക്സ്പ്രസ് എന്ന് പറയുന്ന കുട്ടി ഒരിക്കല് 14-ാം വയസ്സിൽ ആൺകുട്ടികളെ കൂടെ കണ്ടത്തിൽ എന്നാൽ നമ്മളെ പാടത്ത് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വന്ന ഒരാൾ നോട്ട് ചെയ്തു, ചെറിയ പെൺകുട്ടി ആൺകുട്ടികളെ കൂടെ ഓടുമ്പോഴുള്ള സ്പീഡ്. അങ്ങനെ അവളെ സംസ്ഥാന ഗെയിംസിൽ കൊണ്ടുപോവുകയും അവിടെ ഓടാൻ നിൽക്കുമ്പോൾ ചുറ്റുമട്ടും ഓടുന്ന കുട്ടികൾക്കൊക്കെ ഷൂ ധരിച്ചിരിക്കുന്നു, അഡിഡാസിന്റെ ഷൂ ഇട്ടിരിക്കുന്നു. അങ്ങനെ ഇവളും അച്ഛനെ കൊണ്ട്, കർഷകനായ അച്ഛനോട് ഒരു ഷൂ വാങ്ങാൻ പറഞ്ഞു. പക്ഷെ അഡിഡാസിന്റെ വാങ്ങാൻ അദ്ദേഹത്തിന് കാശുണ്ടായില്ല. വാങ്ങിയ ഷൂവിന് സ്കെച്ച് പെന്നുകൊണ്ട് അഡിഡാസ് എന്ന് എഴുതി വെച്ച് അവൾ അവിടെ മീറ്റ് റെക്കോർഡ് തകർത്തു. ഇന്ന് ഇന്ത്യയുടെ ഗോൾഡൻ റാണി എന്ന് പറയുന്ന ഏഷ്യാഡില് സ്വർണം നേടിയ ദിങ് എക്സ്പ്രസ് 2018 ഏഷ്യാഡിൽ സ്വർണം നേടിയ, ജക്കാർത്തയിൽ വെച്ച് നേടിയ ഇവൾക്ക് പിന്നീട് അഡിഡാസ് തന്നെ ഒരു ബ്രാൻഡ് പുറത്തിറക്കി ഷൂവിന്. അതിന്റെ പേരാണ് ഹിമ ദാസ്. ഇതൊക്കെ നമുക്ക് കോൺഫിഡൻസ്. ഞാനിത് ഉപദേശം നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമല്ലല്ലോ, എനിക്ക് പറയാനും ഇഷ്ടമല്ല. ഇതൊക്കെ ഓർക്കുക. നോ, യു ആർ പാർട്ടിസിപ്പേറ്റിംഗ് ദ പ്രോഗ്രാം കോടീശ്വരൻ. നിങ്ങൾ ഓരോ ഉത്തരവും പറയുമ്പോൾ നിങ്ങൾക്ക് ഓർക്കുക, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഒരു വലിയ ജീവിതം ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നു.
നിങ്ങൾ 100 ക്വസ്റ്റ്യൻ സെറ്റിന്റെയും നെറ്റിന്റെയും 100 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോഴോടുകൂടെ നിങ്ങൾക്ക് അത്ര വലിയ സമ്പാദ്യമുണ്ടായി മാറിയിരിക്കുന്നു. സോ ആ ഒരു സ്പിരിറ്റോടുകൂടി മുമ്പോട്ട് പോകുക. ഇനി ഞാൻ നിങ്ങളോട് ഇന്ററാക്ഷൻ 10 മിനിറ്റ്, ദയവേത് പ്ലാറ്റ്ഫോം വിട്ടു പോകരുത്. അതായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് കൺസ്ട്രക്റ്റീവായിട്ട് നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ ചോദിക്കാം. സബ്ജക്റ്റ് എല്ലാം നിങ്ങൾക്ക് അറിയാം, ഞാൻ അത് പറയാം. താങ്ക് യു. ഇത്രയാണ് എൻ്റെ പ്രസന്റേഷൻ ഉള്ളത്. പ്ലാറ്റ്ഫോം 10 മിനിറ്റും കൂടി ഇതുവരെ നിന്ന് നിങ്ങൾ സഹകരിക്കുക നിങ്ങളുടെ ഇന്ററാക്ഷന് വേണ്ടിയിട്ട്. താങ്ക് യു സർ. ടീച്ചർ, കുട്ടികൾക്ക് ഇനിയിപ്പോ എനിക്ക് വേണ്ടത് എന്താ വെച്ചാല്, ഈ നെറ്റ് സെറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ സിലബസ് എവിടെ നിന്ന് കിട്ടും എന്ന് ഞാൻ പറയാം. സ്വാഭാവികമായിട്ട് ധാരാളം സിലബസുകൾ ഉണ്ട്. നിങ്ങൾ ആദ്യം നോക്കേണ്ട NTA UGC നെറ്റ് എക്സാം സിലബസ് എന്ന് അടിച്ചാൽ UGC സൈറ്റിൽ തന്നെ ധാരാളം സിലബസ് ഉണ്ട്. അതുപോലെ തന്നെ 2010 മുതൽ 2019, 21, 20 വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും സോൾവ്ഡും കിട്ടുന്നുണ്ട് നെറ്റില്. അതേപോലെ തന്നെ അൺസോൾവ്ഡ് ആയ ക്വസ്റ്റ്യൻസ് മാത്രമായിട്ടും കിട്ടുന്നുണ്ട്. അതില്ലെങ്കിൽ ഏതെങ്കിലും കുട്ടികൾ പറഞ്ഞോളൂ, ഞാൻ അത് ടീച്ചർക്ക് അയച്ചു തരാം. എൻ്റെ കയ്യിൽ അതിന്റെ ഫയലുണ്ട്. ഇനി ക്വസ്റ്റ്യൻസ് ഫോർമാറ്റുകൾ, ഈ നമ്മൾ അസേർട്ടീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം ടെക്സ്റ്റ് വായിച്ച് ആൻസർ ചെയ്ത് പഠിക്കുന്ന സ്റ്റൈലിലുള്ള പഠിത്തം ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക കുട്ടികൾ. ഇനി സർ ടീച്ചർ, ഇനി ആർക്കെങ്കിലും സംശയം ചോദിക്കാണ്ടെങ്കിൽ ചോദിച്ചോളൂ ടീച്ചർ. ഏകദേശം 12:17 സോറി, ഞാൻ 5 മിനിറ്റായിട്ട് അധികമായിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും സംശയം ചോദിക്കാം. നമുക്ക് ഒരു 10 മിനിറ്റ്, ഇതുവരെ നിന്നതല്ല എല്ലാവരും. ടീച്ചർ പറഞ്ഞോളൂ ടീച്ചർ. സ്റ്റുഡൻസ്, ഇറ്റ്സ് യുവർ ടേൺ. ആർക്കെങ്കിലും നല്ല സംശയം ഉണ്ടാവും എന്തായാലും. അപ്പം എന്താണ് ക്ലാരിഫിക്കേഷൻസ് കൂടുതൽ? കാരണം ഇങ്ങനെ ഒരു റിസോഴ്സ് പേഴ്സണെ നമുക്ക് എപ്പോഴും അവൈലബിൾ ആവില്ല എന്ന് ഓർക്കുക. അപ്പൊ കിട്ടിയ സമയത്ത് നമ്മൾ അതിന്റെ ബെനിഫിറ്റ് ഏറ്റവും നന്നായിട്ട് കിട്ടാവുന്ന രീതിയിൽ വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ അതല്ല കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങളോ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. കുട്ടികളെ, നിങ്ങൾ ഇതിലേക്ക് വരുമ്പോ നിങ്ങളൊരു പ്രതീക്ഷിച്ച ഒരു സംഭവം ഉണ്ടാവുമല്ലോ, അതെനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയോ എന്ന് എനിക്കറിയില്ല. കാരണം ഇത് രണ്ടും കൂടി കാരണം ഒരു ഗൂഗിൾ മീറ്റിൽ 2 മണിക്കൂർ നേരം നിങ്ങളെ പിടിച്ചിരുത്തി സംസാരിക്കണമെങ്കിൽ എനിക്ക് പല രീതിയിലേക്ക് പോകേണ്ടി വരും. പിന്നെ ലാംഗ്വേജ് മലയാളത്തിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തതും അതും കൂടിയായി. ഓക്കെ, പറയൂ. ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. നെറ്റ് പറയൂ അമൃത ബാബു, പറഞ്ഞോ. ആദ്യമേ തന്നെ ഒരു വലിയ താങ്ക്സ് പറയുകയാണ്. 2 മണിക്കൂറേ സമയം ഉണ്ടെന്ന് പറഞ്ഞാലും അത് വേഗം കഴിഞ്ഞ പോലെയാണ് തോന്നുന്നത്. ഒരു കുറച്ചും കൂടെ വേണം എന്നാണ് തോന്നിയത്. കാരണം സ്റ്റോറി ബേസും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബേസ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ഭയങ്കര ഇൻഫോർമേറ്റീവ് ഒരു ക്ലാസ് ആയിട്ടാണ് തോന്നുന്നത്. നെറ്റ് എഴുതണം എന്ന് മാത്രമല്ല, ഒരു ജോലിന്റെ ഇമ്പോർട്ടൻസും കൂടെ സാറ് വല്ലാണ്ട് എടുത്തു പറഞ്ഞുകൊണ്ട് ക്ലാസ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്താ പറയാ, നെറ്റിന്റെ ഒരു ബേസിലല്ല, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ എന്ന് വിചാരിച്ച് ആഗ്രഹത്തോടെ കേട്ടിരിക്കാൻ പറ്റി. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, സാറ് പറഞ്ഞ ഹാർഡ് വർക്ക് പ്ലസ് സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞപ്പോ സ്മാർട്ട് വർക്കിനെ കുറിച്ച് പിന്നീടൊന്നും പറയുന്നില്ലല്ലോ, എന്താണതെന്ന് ഒരു ആകാംക്ഷ തോന്നിയായിരുന്നു. പിന്നെയാണ് ക്ലാസ് എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഗ്രാഫിന്റെ ഒക്കെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത്, സാധാരണ നമ്മളെല്ലാം പഠിച്ചുകൊണ്ടിരുന്നത് സിലബസ് നോക്കി സിലബസ് കവർ ചെയ്യും, അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ പിന്നെയാണ് ആ സാർ ആ ഗ്രാഫ് ഇങ്ങനെ വരച്ചപ്പോഴാണ് ഓർത്തത്, അങ്ങനെ പഠിക്കുവാണെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും സാധാരണ നമ്മൾ ബൈഹാർട്ട് പഠിക്കോ വിട്ടുപോവോ അങ്ങനെ ചെയ്യും. പക്ഷെ ഗ്രാഫ് ആവും നമ്മൾ കുറച്ചും കൂടെ ഓർമ്മയിലുണ്ടാവും. അത് ശരിക്കും പറഞ്ഞ ഒരു സ്മാർട്ട് വർക്ക് ആണെന്നാണ് തോന്നുന്നത്. അത് അങ്ങനെ ഒരു ഐഡിയ ഇതുവരെ കിട്ടിയിട്ടില്ലായിരുന്നു. സ്മാർട്ട് വർക്കിനെ കുറിച്ച് ഒറ്റൊരു വാക്ക് ഞാൻ അത് ഉദ്ദേശിച്ചത് ഇത്രയാണ്. ഇത് ഒന്ന് ഗ്രാഫ് വരച്ച് നമ്മളൊരു അഡ്വാൻസ് പ്ലാൻ A, പ്ലാൻ B വെച്ച് പഠിക്കുന്നതാണ് സ്മാർട്ട് വർക്ക്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മൾ എപ്പോഴും ഷോർട്ട് കട്ടിലൂടെ, നമുക്ക് സമയമൊന്നും കൂടുതലൊന്നുമില്ല. അപ്പൊ ആ ഷോർട്ട് കട്ട് വേസ് എത്രത്തോളം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഞാൻ പറയാം, നമ്മള് ഫെയോൾസ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ 14 ഞാൻ എപ്പോഴും പഠിക്കും. DPD, U², SFC, SO, ESI 14 പ്രിൻസിപ്പിൾ അതിൽ വരും. DPD, U², SFC നമ്മൾ അക്രോണിം ഉണ്ടാക്കി പഠിക്കുക. അതേപോലെ തന്നെ ഇപ്പം MBO MBE ആരാണ് കണ്ടുപിടിച്ചതെന്ന് പറയാൻ എപ്പോഴും മറക്കും, അത് ഓർത്താൽ മതി. MBO കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് അക്ഷരം P, പീറ്റർ ഓഫ് ഡ്രക്കർ. MBE കഴിഞ്ഞ അടുത്ത് FW ടൈലർ. O കഴിഞ്ഞ് F. ആ രീതിയിൽ നമുക്ക് പഠിക്കാം. ഒബ്ജക്റ്റ് ടൈപ്പ് പഠിക്കുമ്പോൾ കുറച്ച് വെക്കാം. പിന്നെ സ്മാർട്ട് വർക്കിൽ വേറൊരു കാര്യം, ജോലിയുടെ കാര്യമായിട്ട് പറയുന്നത്, പലപ്പോഴും നിങ്ങളൊക്കെ നല്ല മാർക്കോടെ 80% മാർക്കോടെ +2 പാസ്സായിട്ട് ഡിഗ്രിക്ക് വരും. പക്ഷേ +2 ഫസ്റ്റ് ക്ലാസ് കിട്ടിയ കുട്ടികൾക്ക് SBI ക്ലർക്കിന്റെ പരീക്ഷ അവിടെ നടക്കുന്നുണ്ടാവും. അത് അപ്ലൈ ചെയ്യുന്നുണ്ടാവില്ല നമ്മള്.
നമ്മൾ കുത്തിയിരുന്ന് പഠിച്ച് എത്ര ഹാർഡായിട്ട് പഠിച്ചിട്ടാണ് 80%-ഉം 90%-ഉം മാർക്ക് വാങ്ങുന്നത്. പക്ഷേ ഇത് അപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ വി ആർ നോട്ട് അറ്റ് ഓൾ സ്മാർട്ട് ഇൻ അവർ ലൈഫ്. ഇപ്പം എല്ലാം കൃത്യമായി സമയത്ത് ചെയ്ത് കൃത്യമായിട്ട് മുന്നോട്ട് പോയി വളരെ നമ്മൾ ഉള്ള റിസോഴ്സ് വെച്ച് മാക്സിമം ഉപയോഗിക്കുക. അതിനാണ് സ്മാർട്ട് വർക്ക് ഉദ്ദേശിച്ചത്. അമൃത, താങ്ക് യു. ഓക്കെ സർ. ഇനി ആർക്കും ചോദിക്കാം? നല്ല കമന്റ് പറഞ്ഞു. നിങ്ങൾക്ക് പറയാം. നിങ്ങൾ എടോ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എത്ര എനിക്ക് തോന്നുന്നു ഞാൻ നിങ്ങളോടൊരു പ്രൊഫസർ മസിലൊന്നും പിടിക്കാതെയാണ് നിങ്ങളടുത്ത് ഞാൻ സംസാരിച്ചത്. അപ്പൊ പിന്നെ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാലോ, എത്ര വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും. പറയൂ. ഹലോ സർ. പറയൂ അശ്വതി. സർ ആദ്യം തന്നെ വലിയൊരു താങ്ക്സ് പറയലാണ്. ഓക്കെ. ഞാൻ പൈസക്കരി കോളേജിലെ സ്റ്റുഡന്റ് ആണ്. നമ്മുടെ മാത്യു മാഷ കോളേജാ? അതെ സർ. ഓക്കെ പറയൂ. അപ്പൊ ഇന്നലെ രാത്രി ആയിരുന്നു വെബിനാറിന്റെ ലിങ്ക് ശരിക്കും പറഞ്ഞ ഗ്രൂപ്പിൽ ഇട്ടത്. അപ്പൊ ഞാനത് ഇന്ന് രാവിലെ 9 സംതിങ്ങിനെ കണ്ടത്. അപ്പൊ ജോയിൻ ചെയ്യാൻ പറ്റൂലേ, മിസ്സിനോട് ചോദിക്കലായിരുന്നു ജോയിൻ ചെയ്യാൻ പറ്റൂലേ മിസ്സേ. അപ്പൊ തന്നെ ജോയിൻ ചെയ്യണ്ടായത്. പക്ഷെ സത്യം പറഞ്ഞാല് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് തുടങ്ങിയപ്പോ ഞാൻ ഇത്രയും വിചാരിച്ചില്ല. ഇതുവരെ നെറ്റ് എഴുതണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ അത് എഴുതി എടുക്കണം, എങ്ങനെയായാലും അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യും. ആ ഒരു ഇത് നമുക്കിപ്പോ വന്നു. സ്റ്റുഡൻസിന് എല്ലാവർക്കും തന്നെ വന്നിട്ടുണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നത്. അപ്പം ആ ഒരു ഹാർഡ് വർക്കിനും ഇത്രയും നേരം ക്ലാസ് എടുത്തതിനും സാറിന് ഒരു വലിയൊരു താങ്ക്സ് പറയലാണ്. താങ്ക് യു അശ്വതി. പിന്നെ ഇതില് ഈ ചിലപ്പോൾ അത് ഞാൻ പറയേണ്ടാവില്ല, ഞങ്ങളൊക്കെ കുറെ കഷ്ടപ്പെട്ടിട്ടാണ് ഞാനൊക്കെ പഠിച്ച് വളർന്നു വന്നത് എന്ന് പറയുന്നതും ഇപ്പോഴും നമ്മളൊന്നും ഒരു 10% പോലും ഈ കൊമേഴ്സിന്റെ കാര്യത്തില് ഫുള്ളി എടുത്തിട്ടില്ല എന്നതും കൂടി അംഗീകരിക്കുന്നു. അപ്പൊ അതുപോലെ തന്നെ അശ്വതി പറയുന്ന പോലെ, അശ്വതി ഇതൊരു വെറുതെ സിമ്പിൾ, നിങ്ങൾ ആ ഉള്ള ഒരു മനസ്സ് കൊണ്ട് സബ്ജക്റ്റിനെ ഇഷ്ടപ്പെടുക, അത് വെച്ച് അറ്റൻഡ് ചെയ്താലും തന്നെ നെറ്റ് കിട്ടും. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ട് അസർട്ടീവ് ടൈപ്പ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ അസർട്ടീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാ സർ സോൾവ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കുട്ടി ചോദിച്ചതായിട്ട് കണ്ടിരുന്നത്. ഓക്കെ, എനിവേ ഈ അസർട്ടീവ് ഇത് എപ്പോഴും നോക്കുക. നമ്മൾ വെറും നെറ്റിന് പിന്നെ PSCക്ക് ഇവിടെ പഠിക്കുന്ന അതേ ആറ്റിറ്റ്യൂഡിൽ പോയിട്ട് നെറ്റ് എഴുതാൻ വേണ്ടി നിൽക്കുമ്പോഴുള്ള വിഷമമാണത്. അത് ഞാൻ ഫിസിക്കലി നമുക്ക് നിങ്ങൾക്ക് ക്ലാസ് കിട്ടുമ്പോൾ എനിക്ക് എല്ലാം കൃത്യമായിട്ട് അത് പറഞ്ഞുതരാം. ഓൺലൈനിൽ കുറച്ച് പരിമിതിയുണ്ട്. എന്നാൽ പോലും വായിച്ചുകൊണ്ട് അപഗ്രഥിച്ചുകൊണ്ട് ആൻസർ എഴുതുമ്പോൾ നിങ്ങൾ ആദ്യം നോട്ട് ചെയ്യണം, നിങ്ങൾ പഠിച്ച തിയറി അവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം എന്താണ്, നമ്മളൊരു കുറച്ച് ഇയേഴ്സിന്റെ സെയിൽസും അതിന്റെ പിന്നെ സെയിൽസ് ഡാറ്റയും അത് വെച്ചിട്ട് അതിന്റെ റേഷ്യോ വെച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ അവിടെ എങ്ങനെ വേണമെന്ന് വെച്ചാൽ, ഇപ്പൊ കറണ്ട് റേഷ്യോ വെച്ചിട്ട് ചോദിക്കുകയാണെങ്കിൽ കറണ്ട് റേഷ്യോയുടെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് അതിന്റെ അപ്ലിക്കേഷൻസ് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. നിങ്ങൾ എപ്പോഴും അസർട്ടീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾ പഠിച്ച തിയറിക്ക് അവിടെ 90% സ്കോപ്പ് ഉണ്ട്. അവിടെ 90. അപ്പൊ നിങ്ങൾ വായിച്ചു വരുമ്പോൾ അതിൽ നിങ്ങൾ പഠിച്ച ഏരിയ ആണോ എന്ന് തീരുമാനിക്കുക. ഏത് സബ്ജക്റ്റിൽ നിന്നാണ് ഈ പാരഗ്രാഫ് ഇതൊക്കെ വന്നിട്ടുള്ളത് എന്ന് തീരുമാനിക്കുക. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒബ്ജക്റ്റ് ടൈപ്പോ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസും തിയറിയും നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് അത് വെച്ചിട്ട് ഇത് ഒരു 2 പ്രാവശ്യം 3 പ്രാവശ്യം വായിക്കണം. ആദ്യ റീഡിങ് ഫ്ലാറ്റ് റീഡിങ്, രണ്ടാമത്തെ റീഡിങ് മീനിങ് റീഡിംഗ് എന്ന് പറയും, അതായത് കുറച്ചും കൂടി അതിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ടുള്ള. മൂന്നാമത്തത് അപ്ലൈഡ് റീഡിംഗ് എന്ന് പറയും. അപ്ലൈഡ് പറഞ്ഞാൽ ഓൾറെഡി ദ തിയറി ഇൻ യുവർ മൈൻഡ് ടു ബി അപ്ലൈഡ് ദെൻ 4ാമത്തെ പ്രാവശ്യം ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ആ രീതിയിൽ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അസർട്ടീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിനെ സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊരു ചെറിയ പരിമിതി കൊണ്ട് എനിക്ക് ഇത്രയാണ് പറയാനുള്ളത്. പറയൂ, ഇനി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. എന്തായാലും താങ്ക്സ് ഉണ്ട് ടീച്ചറെ. 131 ആൾക്കാർ അല്ലെങ്കിൽ 140 തന്നെ ആൾക്കാർ ഇപ്പോഴും ഉള്ളത് കൊണ്ട്. പിന്നെ സ്വരൂപ ടീച്ചർക്ക് എനിക്ക് തുടക്കത്തിലൊന്നും പറയാൻ പറ്റില്ല ടീച്ചർ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന്, കാരണം അവരൊക്കെ പർപ്പസിന് വന്നവരാണ്. അപ്പൊ നമ്മള് സമയം കളയണ്ട. എന്തായാലും സ്വരൂപ ടീച്ചറെ വെരി വെരി താങ്ക്സ്. നിങ്ങൾ പറഞ്ഞ വാക്കുകൾ അത്രയൊന്നും ഞാനില്ലെങ്കിലും പക്ഷെ എനിക്കെപ്പോഴും ഒരു റോൾ മോഡലായിട്ടാണ് ഞാൻ സ്വരൂപ ടീച്ചറെ കാണാറ്, സംസാരിക്കാറുള്ളത്. ഞാൻ ഈ പ്രൊഫഷനിൽ വന്നെന്ന് മുതൽ കൃത്യമായിട്ട്
വളരെ നല്ല സ്റ്റാൻഡേർഡ് ആയി പ്രൊഫഷണൽ ചെയ്യുന്ന ഒരു റോൾ മോഡൽ ആയിട്ടാണ് ടീച്ചറെ കാണുന്നത്. അതുപോലെ തന്നെ ജയസാഗർ സാറ് നിങ്ങൾ ഭാഗ്യവാന്മാരാണ് MG കോളേജ്, അത്രയും നല്ല പ്രൊഫസേഴ്സിന് കിട്ടിയത്. ജയസാഗർ സാർ ഞങ്ങളുടെ കോളേജിലൊക്കെ വന്നിട്ട് എന്റെ കുട്ടികൾക്ക് തന്നെ അത്ഭുതമായിട്ട് എത്ര കൃത്യമായിട്ട് ആ സാറിനൊക്കെ കണ്ടുപഠിക്കണം എന്നൊക്കെ മനസ്സിൽ ഓർക്കുന്ന ഒരാളാണ്. സെബിൻ എന്റെ ക്ലോസ് ഫ്രണ്ട് ആണ്. പിന്നെ അതുപോലെ പിന്നെ സുമ ടീച്ചറെയും വളരെ നന്നായിട്ട് അറിയാം. പ്രിൻസിപ്പാൾ സാർ അവിടെ കോളേജുമായിട്ട് നല്ല ബന്ധമുണ്ട്. അനീഷ് സാറിനെയും ഒക്കെ അറിയാം. പിന്നെ താങ്ക് യു ടീച്ചർ. ഇനി നമുക്ക് പെട്ടെന്ന് ടീച്ചർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ടീച്ചർ. താങ്ക് യു ടീച്ചർ. താങ്ക് യു സർ ഫോർ ദി നൈസ് വേർഡ്സ്. സത്യത്തിൽ ഇപ്പം എന്താ പറയാ, ഇങ്ങനൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് തുടക്കത്തിൽ ഞാൻ പറഞ്ഞു എനിക്ക് സന്തോഷമുണ്ട് ഇങ്ങനൊരു പ്രോഗ്രാമും റിസോഴ്സ് പേഴ്സണിനെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ. പക്ഷെ ഇത് എൻഡ് ചെയ്യുമ്പം അതിലേറെ സന്തോഷമാണ് എനിക്ക് തോന്നുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ MG കോളേജിൽ നിന്ന് കാണണ്ട സർ, കാരണം നമുക്കറിയാലോ നമ്മൾ ടീച്ചേഴ്സിന് ഒരിക്കലും അങ്ങനെ അല്ല ഡിഫറൻഷിയേറ്റ് ചെയ്യാറില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കുട്ടികളും ഞങ്ങളുടെ കുട്ടികളാണ്. ഈവൻ പേപ്പർ വാലുവേഷന് സമയത്ത് ഒരിക്കലും നമ്മൾ അറിയാലോ നമ്മുടെ കുട്ടികളാണ്. കാരണം കയ്യിലൊരു പേപ്പർ കിട്ടുമ്പം അത് എന്റേതാണോ അല്ലെ വേറെ ആരുടെയെങ്കിലും ആണോ എന്ന് ചിന്തിക്കാറില്ല. ഞങ്ങളുടേതാണ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഭൂരിഭാഗം അധ്യാപകരെന്നാണ് എനിക്ക് തോന്നുന്നത്. അതില് പെട്ട ഒരു അധ്യാപകനാണ് ശരിക്കും വിജയകുമാർ സാറിന് എനിക്കറിയാം. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. എന്തായാലും ഈ ഒരു പ്രോഗ്രാം കൊണ്ട് എനിക്ക് ഞങ്ങളുടെ കോളേജിലെ കുട്ടികൾക്ക് മാത്രമല്ല മറ്റു കോളേജിലെ കുട്ടികൾക്കും കൂടി അത് യൂസ്ഫുൾ ആയതിൽ വളരെ വളരെ സന്തോഷം. അശ്വതി പറഞ്ഞ നല്ല വാക്കുകൾക്കും നന്ദി. പിന്നെ സാറ് എന്താ പറയാ, ക്ലാസ് എടുക്കുന്ന രീതിയിൽ തന്നെ ക്ലാസ് എടുത്തു. അതേപോലെ തന്നെ എങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞു, അതിന്റെ ഓർഡർ പറഞ്ഞു തന്നിട്ടുണ്ട്. എനിക്ക് പലപ്പോഴും സംഭവിക്കാറുള്ളത് കുട്ടികൾ എന്നോട് ചിലപ്പോഴൊക്കെ നെറ്റ് എക്സാമിന് ഏത് ബുക്കാ പഠിക്കേണ്ടത്, എങ്ങനെയാ പഠിക്കേണ്ടത്, എന്താ പഠിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ മേലോട്ട് നോക്കാറുണ്ട്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ പഠിച്ചിട്ടില്ല. അതുകൊണ്ടാ ഞാൻ പഠിച്ചിട്ടില്ല എന്ന് വെച്ചാൽ ഞാൻ നെറ്റിന് പഠിച്ചിട്ടില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയും, സാർ പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ പറയാണ്, ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അത് പഠിച്ചത് പ്രീ ഡിഗ്രി മുതൽ PG വരെയാണ്. ആ പഠിച്ചത് ഒരുപാട് ഇഷ്ടത്തോടെ തന്നെ സബ്ജക്ട് നോളജ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ആ ഇഷ്ടത്തോടെ പഠിച്ചതുകൊണ്ട് ആ ഒരു ഇഷ്ടം ആ സബ്ജക്ട് എന്നോട് തിരിച്ചും കാണിക്കാറുണ്ടെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് നെറ്റിന് സ്പെഷ്യലി ഞാൻ പ്രിപ്പയർ ചെയ്തോ എന്ന് ചോദിച്ചാൽ ചെയ്തിട്ടില്ല. കാരണം ഞാൻ PG പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ആദ്യത്തെ നെറ്റ് കിട്ടിയത്. അത് കഴിഞ്ഞ് എന്താ പറയാ, അങ്ങനെയല്ല, അത് നിങ്ങളോട് ഇങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയില്ല. സാറ് പറഞ്ഞതാണ് അതിന്റെ ശരി. കാരണം പഠിക്കുന്ന സമയത്ത് പഠിക്കുക, ആ പഠിക്കുന്നത് ഇഷ്ടത്തോടെ പഠിക്കുക. ഇപ്പൊ എനിക്ക് സാറിന്റെ ഒരു ക്ലാസ് കേട്ടപ്പോ തോന്നുന്നത് ആക്ച്വലി നെറ്റ് സെറ്റ് എക്സാമിന്റെ ഒരു പ്രിപ്പറേഷൻ മാത്രമല്ല, നിങ്ങൾ ഇനിയിപ്പം എന്താണ് PG എക്സാം എഴുതാൻ പോകുന്നവരാ. അതിപ്പോ 4th സെം എഴുതാൻ പോകുന്നവരും 1st ഉം 2nd ഉം എഴുതാൻ പോകുന്നവരും ഈ കൂട്ടത്തിലുണ്ട് എല്ലാ കോളേജിലും. അതിനുള്ള ഒരു എന്താണ് പ്രിപ്പറേഷൻ കൂടിയാണെന്ന് തോന്നുന്നു ഈ ഒരു ക്ലാസ്. കാരണം സാർ അത്രയും പറഞ്ഞു, നിങ്ങളുടെ ഓരോ പേപ്പർ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണെങ്കിലും കോസ്റ്റ് അക്കൗണ്ടിങ് ആണെങ്കിലും ഒക്കെ ഇതൊക്കെ നിങ്ങളുടെ PG പേപ്പേഴ്സ് ആണ്. അപ്പൊ ഇതൊക്കെ പഠിക്കാനുള്ള ഒരു ഷോർട്ട് കട്ട് ആണ് സാർ പറഞ്ഞിരിക്കുന്നത്. അത് നെറ്റിനും സെറ്റിനും കോമ്പറ്റേറ്റീവ് എക്സാംസിനും മാത്രമല്ല, ഈവൻ നിങ്ങളിപ്പോ എഴുതാൻ പോകുന്ന സെമസ്റ്റർ എക്സാംസിന് പോലും ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും സാർ ഇത്രയും നല്ലൊരു എന്താ പറയാ ക്ലാസ്, ഒരു വെബിനാർ കണ്ടക്ട് ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ കുട്ടികളോട് പറയാനുള്ളത് ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് കേട്ടതുപോലെ നിങ്ങൾ ഇനിയും വൈകിട്ടൊന്നുമില്ല, യു ക്യാൻ സ്റ്റാർട്ട് നൗ. തീർച്ചയായും അതിന്റെ ഒരു എൻഡ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഇങ്ങനെ ഒരു സെമിനാർ അതിന്റെ ഒരു തുടക്കമാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സാറ് ഇനിയും നമ്മളുടെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്, മെറ്റീരിയൽസ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഫിസിക്കൽ ഗ്യാതറിംഗ് വന്ന ഞാൻ ഒരു ദിവസം 1-2 ദിവസം പോരാ. എനിക്ക് അതുകൊണ്ട് അതിന്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. നമ്മളിപ്പോ വെബിനാറിൽ എടുക്കുന്നതും നമ്മൾ നേരിട്ട്, നമുക്ക് അടുത്ത വർഷമല്ലോ ഓക്കെ ആണെങ്കിൽ ഞാൻ എന്തായാലും ടീച്ചർ അവിടെ വിളിച്ച് നമുക്ക് നേരിട്ട് വന്നിട്ട് കുറച്ച് ക്ലാസ്സുകൾ തന്നെ എടുക്കാം, ടോപ്പിക്കുകൾ. Okay sir, thank you sir. Now I invite Suma PC, Assistant Professor, Department of Commerce, MG College Iriti, to propose the formal vote of thanks. It's my immense pleasure to deliver vote of thanks to all who have gathered here for this webinar, that too in this online platform. So first of all, let me take this golden opportunity to thank our respected resource person, that is Sri Vijaykumar sir. സാറിനെ എനിക്ക് ശരിക്കും പേഴ്സണായിട്ട് അറിയാം, എൻ്റെ നല്ലൊരു ഫ്രണ്ട് തന്നെയാണ് സാറ്. അപ്പോൾ സാറിനോട് എന്ത് ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാലും വിത്തൗട്ട് മച്ച് ഹെസിറ്റേഷൻ, ഇഫ് ഹി ക്യാൻ, ഹി യൂസ് ടു പ്രൊവൈഡ് അസ്. സോ സാറ് ഓരോ പ്രാവശ്യം സാറോട് സംസാരിക്കുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. ഞാൻ സാറിനോട് പേഴ്സണായിട്ട് കുറേ പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്, കുറേ മാറ്റേഴ്സിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. സോ ഹി ഈസ് വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട്.
So, sir, ഇത്രയും ബിസി ഷെഡ്യൂളിൽ നമ്മളെ കോളേജിലെ സ്റ്റുഡൻസിനും അതേപോലെ മറ്റ് സ്റ്റുഡൻസിനും എല്ലായിട്ട് ഒരു ക്വാളിഫൈഡ് എക്സാമിന്റെ ഒരു ഓറിയന്റേഷൻ സെക്ഷൻ പ്രൊവൈഡ് ചെയ്തതിന് ദാറ്റ് ടു a great thankful to you, sir. And also I extend my sincere gratitude to our respected principal, that is not only spending her valuable time with us today, but also for engaging, motivating, and also giving permission to organize such a wonderful program. And that is വിജയകുമാർ സാറോട് എത്ര താങ്ക്സ് പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. കാരണം വെച്ചാൽ സാർ ഈ ഒരു പ്രോഗ്രാം എന്താ പറയാ കുട്ടികൾക്ക് എനിക്കൊന്നും ഇപ്പൊ അമൃത ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പൊ മറ്റു കുട്ടികളുടെ ആ ഒരു അശ്വതി ആയിക്കോട്ടെ അവരുടെ എല്ലാം ടോക്ക് കേട്ടാൽ നമുക്ക് മനസ്സിലാവും സാറിന്റെ ആ ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ അത്രയും അഡ്വൈസബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റോറി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടോക്ക് വളരെയധികം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എനിക്ക് തോന്നുന്നു. So throughout the section, there was an advice, encouragement was there, motivation was there, either through എന്താ പറയുക ഒരു മലയാളം ടോക്കിലൂടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പൊ ഒരു എന്താ പറയുക നല്ലൊരു സ്റ്റോറിയിലൂടെ ആയിക്കോട്ടെ ശരിക്കും കുറെ ടിപ്സ് സാർ പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് ഇപ്പം ഡിസൈൻസ് അല്ലെങ്കിൽ ഹാർഡ് വർക്ക് മാത്രം പോരാ, സ്മാർട്ട് വർക്കും കൂടി വേണമെന്ന് പറയുന്നുണ്ട്. നമ്മൾ സാധാരണ ഒരു പ്രൈവറ്റ് ഫേമിലെല്ലാം വർക്ക് ചെയ്യുമ്പോഴാണ് സ്മാർട്ട് വർക്ക് കൂടുതൽ വേണമെന്ന് പറയുന്നത്. കാരണം വി യൂസ് ടു ടേക്ക് മച്ച് എഫേർട്ട് ആൻഡ് വിൽ ബി ഗെറ്റിംഗ് ലെസ് സാലറി. സോ ബട്ട് ഇൻ സ്റ്റഡീസിലും നമുക്ക് സ്മാർട്ട് വർക്ക് വേണമെന്ന് സ്റ്റുഡൻസിന് പറഞ്ഞ് മനസ്സിലാക്കിയത്. അതേപോലെ തന്നെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ് നമ്മൾ സാധാരണ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഒരു സ്ലോഗൻ. ബട്ട് സാറ് സർവൈവൽ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് എന്ന് യൂസ് ചെയ്തത് എനിക്ക് വളരെ ഇഷ്ടമായി. പിന്നെ അതേപോലെ തന്നെ നമ്മൾ എല്ലാവരും ഒരു സെൽഫ് സഫിഷ്യന്റ് പ്രിൻസിപ്പളിലേക്ക് മൂവ് ചെയ്യണം. അല്ലെങ്കിൽ ഒരു പാരന്റ്സിനുള്ള ആ ഒരു വിഷമം, അതായത് കുട്ടികൾക്ക് ജോലി ഇല്ല, ഇത്രയും പഠിച്ചിട്ട് ജോലി കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന ആ ഒരു പാരന്റ്സിന്റെ വിഷമം കൂടി ഇതിനകത്ത് സാറ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ഇതൊരു നല്ലൊരു ക്ലാസ് ആയിരുന്നു. ശരിക്കും ഇത്രയും ടൈം പോയത് ഇപ്പൊ അമൃതി അവരെല്ലാം പറഞ്ഞ പോലെ തന്നെ അത്രയും ടൈം പോയത് ശരിക്കും ഞാനും അറിഞ്ഞിരുന്നില്ല. ത്രൂ ഔട്ട് ദ സെക്ഷൻ ഐ വാസ് ദർ ആൻഡ് ഇറ്റ് വാസ് വെരി റിയലി ആൻ എൻറിച്ചിങ് പ്രോഗ്രാം. ആൻഡ് ഇത്രയും നല്ലൊരു പ്രോഗ്രാം നമുക്ക് സക്സസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയതിനും പെർമിഷൻ തന്നതിനും എല്ലാം പ്രിൻസിപ്പളിനോട് ഞാൻ സ്പെഷ്യൽ താങ്ക്സ് പറയുന്നു. സെയിം വേ ഐ താങ്ക് our beloved HOD, that is Suruba ma'am, that is for suggesting such a wonderful resource person and giving all support as well as all cooperations for making this program a grand success. And let me also thank the students from other colleges and the teachers also, especially from various colleges and universities. There are teachers and there are students, and they have participated in it, and they have made this program a precious as well as a grand success also. So thank you all teachers and students from various colleges as well as universities. And also let me thank my own colleagues, that is who have taken their whole heart efforts to make this program a grand success also, because without their effort we could not arrange this program, all these things. So let me thank my colleagues also. And overall, not the last, let me thank our students, whoever have participated and whoever made help for this program also, arrange certain help, they have given certain help to us also. So let me thank our students, PG students also. And I'm sure that students have enriched with this section, and always I think with these tips as well as with this knowledge, of course they will cultivate in it in their future, and they will make their life a grand success one. And also they will qualify all the exams which is related to, because this is especially for the commerce students. So if at all they can qualify this NET, SET, and also if they're able to acquire this PSC jobs also, it will be a grand success in their life. So all the best to all once again. Thank you so much. Thank you. Thank you so much, teacher. Thank you. Thank you, Vijaykumar sir. Thank you all the participants. Teacher, appo namak leave cheyyam. Thank you, teacher. Okay sir. Okay, thank you sir. Thank you so much, sir.